ലക്ഷ്യം CCI സെക്യൂരിറ്റി എന്നുള്ള ആ ഒരു മൈൻഡിലാണ് എല്ലാവരും ജോയിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എനിക്കറിയാം. കാരണം നിങ്ങളെല്ലാവരും CCI സെക്യൂരിറ്റി എന്നുള്ള ആ ഒരു നമ്മളുടെ അഡ്വർടൈസ്മെന്റ് ആണല്ലോ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ പേരിലാണ് നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് CCI സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ അതൊരു സെക്കൻഡറി ആണ്. നിങ്ങൾക്ക് എല്ലാവരും പ്രൈമറി ആയിട്ടാണ് നിങ്ങളെല്ലാവരും CCI സെക്യൂരിറ്റിക്ക് വേണ്ടി വന്നത് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഞാൻ അതിനെ ഒരു സെക്കൻഡറി ആയിട്ട് കാണുന്നു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ CCI സെക്യൂരിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കടമ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് ഫീൽ ചെയ്തിട്ടുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് എല്ലാവരും ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതിനെ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് CCI ലാബിന്റെ സ്ഥിതിഗതികളും അതുപോലെ തന്നെ അതെങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതും നിങ്ങൾക്ക് അറിയുന്നതാണ്. പക്ഷെ നമുക്ക് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഒരു ഫിനാൻഷ്യൽ ഒരു ഇതിൽ അത്രയും ഒരു മണി നമ്മൾ അതിന് വേണ്ടിയിട്ട് ക്യാഷ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ ബെനിഫിറ്റ് എന്താണ്, നമുക്കത് പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫ്യൂച്ചർ എന്താണ്, ഈ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ എന്തുകൊണ്ട് നമുക്ക് എന്റർപ്രൈസ് CCI എടുത്തുകൂടാ, എന്തുകൊണ്ട് നമുക്ക് വയർലെസ് CCI എടുത്തുകൂടാ, എന്തുകൊണ്ട് ഡാറ്റാ സെന്റർ CCI എടുത്തുകൂടാ, എന്തിന് നമ്മൾ CCI സെക്യൂരിറ്റി എടുക്കണം എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കാല് വെക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും ക്യാഷ് ഇതിനു വേണ്ടി ചെലവാക്കുന്നുണ്ട്, അതിലുപരി നിങ്ങളുടെ ഡെഡിക്കേഷൻ, അപ്പൊ അത്രയും നിങ്ങളുടെ ഒരു ടൈം ഇൻവെസ്റ്റ്മെന്റ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെക്കുന്നതാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ 100% ഞാൻ ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് CCI സെക്യൂരിറ്റി കിട്ടിയിരിക്കും. ക്യാഷ് അല്ല ഇവിടെ പ്രൈമറി, ഡെഡിക്കേഷനാണ്. സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 2 month പ്രാക്ടീസ് മാത്രമാണ്. ജസ്റ്റ് 2 month പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ടാബ്ലറ്റ് ആണ്. ആ ടാബ്ലറ്റ് എക്സാക്ട് നമ്മൾ ആ ടാബ്ലറ്റ് വിഴുങ്ങുന്നു, അത് പോയി എഴുതുന്നു, പാസ്സാവുന്നു. ഇതാണ് എക്സാക്ട് CCIയുടെ 100% ആയിട്ടുള്ള ഒരു ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാണ്ട് CCI നമ്മളൊരിക്കലും ഒരു പുതിയൊരു ലാബ് വന്ന് നമ്മളത് റിസർച്ച് ചെയ്തിട്ട് നമ്മൾ പോയി എക്സാം എഴുതിയിട്ട് പാസ്സാവുന്ന ഒരു രീതിയല്ല. എന്തായാലും നമുക്കോട്ട് ഇനിയിപ്പോൾ നമ്മൾ CCI സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ എൻറ്റയർ കാര്യങ്ങൾ എന്താ പറയുക, ഡിവൈസുകളെ പറ്റിയിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ പോയി CCI എഴുതി കഴിഞ്ഞാൽ നമ്മൾ പാസ്സാവുന്ന കാര്യം 99% ഇല്ല, നമ്മൾ ഫെയിൽ ആവും. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിവരമില്ലാത്തതുകൊണ്ടാണോ എന്ന് വെച്ചാൽ ഒരിക്കലും അല്ല, അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ്. നമ്മൾ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. പക്ഷെ അതൊരു ജസ്റ്റ് 2 month പ്രാക്ടീസ് ആണ്. പക്ഷെ അതിന്റെ മുന്നേ നമുക്ക് പല കാര്യങ്ങളും കടന്നു പോകേണ്ടതുണ്ട്. അപ്പൊ എന്തിന് നമ്മൾ ഈ ഒരു CCI സെക്യൂരിറ്റി എടുക്കണം, എന്താണ് ഇതിന്റെ കറണ്ട് മാർക്കറ്റ്, അപ്കമിങ് മാർക്കറ്റ് എന്താണ്, അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ആരോ പറഞ്ഞ പോലെ നമ്മളുടെ സൈബർ സെക്യൂരിറ്റിന്റെയും നെറ്റ്വർക്ക് സെക്യൂരിറ്റിന്റെയും കാര്യങ്ങൾ എന്താണെന്നുള്ളത്, ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമുക്ക് മെയിൻ ആയിട്ടൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അതല്ല അതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ അത് പറഞ്ഞുതരാനും തയ്യാറാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ CCI സെക്യൂരിറ്റി അല്ലെ, CCI സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ സ്ക്രീൻ അങ്ങോട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും? എന്റെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ? കാണുന്നുണ്ടോ? ആരെങ്കിലും ഒരാൾ മറുപടി പറയുകയാണെങ്കിൽ നന്നായിരുന്നു. കാണുന്നുണ്ട് സാർ. ഓക്കെ, അപ്പോ CCI സെക്യൂരിറ്റി ഇപ്പോ കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത് വെർഷൻ 6.1 ആണ്. അപ്പോൾ നമുക്കറിയാം, കാരണം എന്താ വെച്ചാൽ ഇപ്പൊ എന്റർപ്രൈസ് നിങ്ങൾക്ക് ഒരു നമ്പർ ആണ് ഒരു CCI നമ്പർ ആണ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്റർപ്രൈസ് വളരെ നല്ലതായിരിക്കും. ഒരു ജസ്റ്റ് ഒരു CCI നമ്പർ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ. പക്ഷെ നിങ്ങൾക്ക് അറിയാം, CCI നമ്പറിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിൽ ആളുകൾ കൂടുതലാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ CCI സർട്ടിഫൈഡ് ആയിട്ടുണ്ടാവുന്ന ആളുകളെ ഏറ്റവും കൂടുതലുള്ളത് ഏതിലാണ്? എന്റർപ്രൈസിലാണ്. അതുപോലെ തന്നെ ഡാറ്റാ സെന്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാറ്റാ സെന്റർ എന്റർപ്രൈസ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുക അത്യാവശ്യം ഒരു ആളുകളുള്ള ഒരു ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഡാറ്റാ സെന്റർ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്റർപ്രൈസും അതുപോലെ തന്നെ ഡാറ്റാ സെന്ററും ഏകദേശം സിമിലിയർ ആണ്. കാരണം എന്താണ്? ഒന്ന് ക്യാമ്പസ് നെറ്റ്വർക്കാണ് അല്ലേ, ഒന്ന് ക്യാമ്പസ് നെറ്റ്വർക്കാണ്, മറ്റൊന്ന് എന്താണ്? ഡാറ്റാ സെന്റർ സെറ്റപ്പ് ആണ്. അപ്പോൾ ഏകദേശം രണ്ടും സെയിം തന്നെയാണ്. പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനും പഠിച്ചെടുക്കാനും ഒക്കെ എളുപ്പമാണ്. രണ്ടും സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് നെറ്റ്വർക്കാണ്. ഒന്ന് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ACI എന്ന് പറയാം, മറ്റൊന്ന് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് DNAC എന്നുള്ള നിലക്ക് ഇതിന്റെ SD ആക്സസും SD വാനും അല്ലേ. ടോട്ടൽ കൺട്രോളറിന് നമുക്ക് DNAC എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് ആയിട്ട് നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റും. കാരണം എന്താ, എന്റർപ്രൈസ് ആയാലും ഡാറ്റാ സെന്റർ ആയാലും ഏകദേശം സിമിലർ ആണ്. പക്ഷെ സെക്യൂരിറ്റി, എന്തുകൊണ്ട് സെക്യൂരിറ്റി? ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ ഡിസ്കഷനിലോട്ട് പോകുന്നില്ല. നമ്മുടെ പോയിന്റ് സെക്യൂരിറ്റിയാണ്. എന്തുകൊണ്ട് സെക്യൂരിറ്റി?
നിങ്ങൾക്കറിയാം ഇന്ന് ഇപ്പൊ ഞാൻ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റത്തിലാണ്. ഞാൻ മുന്നേ ഓറഞ്ച് ബിസിനസ് സർവീസസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അവിടെ അതും ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റം കമ്പനിയാണ്. കറന്റ്ലി ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്റഗ്രേറ്റഡ് സിസ്റ്റം കമ്പനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദുബായിൽ. അപ്പോ ഈ ഇന്റഗ്രേറ്റഡ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നതിനെ കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? മാർക്കറ്റ് എന്താന്നുള്ളതിനെ പറ്റിയിട്ട് എക്സാക്റ്റ് ഒരു റിവ്യൂ നമുക്കുണ്ട്. എന്താണ് മാർക്കറ്റ്? കറന്റ് മാർക്കറ്റ് എന്താന്നുള്ളതിനെ പറ്റിയിട്ട് ഇന്റഗ്രേറ്റഡ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഇതിനകത്ത് ഇപ്പോൾ ജോയിൻ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. കാരണം നമുക്ക് കാണാൻ പറ്റും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സിസ്കോന്റെ ഡിവൈസുകളായിട്ടുള്ള സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ഡിവൈസുകൾ? ഒന്ന് ASA ഫയർവാൾ ആണ്. അതിനെ വേണമെങ്കിൽ നമുക്ക് മദർ ഓഫ് ഫയർവാൾ എന്ന് വിളിക്കാം. അല്ലെ? മദർ ഓഫ് ഫയർവാൾ എന്ന് വിളിക്കാം. പിന്നെ നമുക്ക് വരുന്നത് FTD എന്ന് പറഞ്ഞ സാധനം. FTD ആൻഡ് FMC. ഒന്ന് മാനേജ്മെന്റ് ഡിവൈസ് ആണ്, മറ്റൊന്ന് ഫയർവാൾ ആണ്. അല്ലെ? FMC എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനേജ്മെന്റ് ഡിവൈസ് ആണ്. FTD നമ്മുടെ ഫയർവാൾ ആണ്. പിന്നെ നമുക്ക് വരുന്നത് സിസ്കോന്റെ ഒരു NAC സൊല്യൂഷൻ ആയിട്ടുള്ള ഐസ് ആണ്. ഓക്കെ, ഐസ് ആണ് പിന്നെ വരുന്നത് NAC സൊല്യൂഷൻസ്. പിന്നെ വരുന്നത് എന്താണ്? നമുക്ക് വരുന്നത് ഒരു WSA എന്ന് പറഞ്ഞിട്ടുള്ള വെബ് അപ്ലയൻസ് ആണ്. പിന്നെ വരുന്നത് ESA എന്ന് പറഞ്ഞിട്ടുള്ള ഇമെയിൽ സെക്യൂരിറ്റി ആണ്. പിന്നെ വരുന്നത് സ്റ്റെൽത്ത് വാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് ഒരു മോണിറ്ററിംഗ് ടൂളാണ്. ഇത്രയും ഡിവൈസുകളാണ് നമുക്ക് എന്ത് വരുന്നത്? CCI സെക്യൂരിറ്റി അല്ലെങ്കിൽ സിസ്കോ സെക്യൂരിറ്റിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വേണ്ടത് സിസ്കോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. മാർക്കറ്റിൽ ആർക്കും സിസ്കോ സെക്യൂരിറ്റി അത്രയും ഭയങ്കര സംഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ബി ഹോണസ്റ്റ് അല്ല. കാരണം എന്താ വെച്ചാൽ കോസ്റ്റ്ലി ആണ്. കാരണം ഈ FTD ഈ ഒരു സാധനം വെക്കുന്നിടത്ത് എല്ലാവരും സജസ്റ്റ് ചെയ്യല് ഫോർട്ടിനെറ്റ് ആണ്, അല്ലെങ്കിൽ പാലവോൾട്ട് ആണ്. ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ ചെക്ക് പോയിന്റ് ആണ്. പക്ഷെ മോസ്റ്റ്ലി ഫോർട്ടിനെറ്റ് ആണ് ഇന്ന് വേൾഡിലെ നമ്പർ 1 ഫയർവാൾ ആയിട്ട് നിൽക്കുന്ന ഒരു സാധനം. ഫോർട്ടിനെറ്റ് ഫയർവാൾ ആണ്. കുറച്ച് മുന്നേ വരെ, അതായത് എനിക്ക് തോന്നുന്നത് 2021 or 22 വരെ പാലവോൾട്ടോ ആയിരുന്നു. അതിപ്പോ ഫോർട്ടിനെറ്റ് ആയി. ഫോർട്ടിനെറ്റ് ആണ് ഇപ്പോൾ ഫസ്റ്റ് ഫയർവാൾ ആയിട്ട് നിൽക്കുന്നത്. മാത്രമല്ല നിങ്ങൾക്കറിയാം ഇന്റഗ്രേറ്റഡ് സിസ്റ്റത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഫോർട്ടിനെറ്റ് ഫയർവാൾ നമുക്ക് കമ്പനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് മീൻസ് പ്രോഫിറ്റ് സൈഡും കാര്യങ്ങളും കമ്മീഷനും കാര്യം എല്ലാം വരുന്നത് ഫോർട്ടിനെറ്റ് ഫയർവാൾ ആണ്. ബെസ്റ്റ് ആൻഡ് ചീപ്പാണ്. എന്നാൽ എല്ലാ ഫംഗ്ഷൻസ് ഉണ്ട്. മാത്രമല്ല ആസ് എ നെറ്റ്വർക്ക് എഞ്ചിനീയർ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ CCI സെക്യൂരിറ്റി എടുത്തു കൊടുക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഞാനടക്കം സജസ്റ്റ് ചെയ്യുന്നത് ഏതാണ്? ഒരു കസ്റ്റമർ സജസ്റ്റ് ചെയ്യുക ഫോർട്ടിനെറ്റ് ഫയർവാൾ ആണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് വളരെ യൂസ്ഫുൾ ആണ്. എന്റെ സൈഡിൽ നിന്ന് അതാണല്ലോ ഞാൻ നോക്കുന്നത്. ഒരു എഞ്ചിനീയർ എന്നുള്ള നിലക്ക് അല്ലെ, നമ്മളൊക്കെ എന്താണ് ഒരു എഞ്ചിനീയേഴ്സ് ആണ്. അപ്പൊ ഒരു എഞ്ചിനീയർ എന്നുള്ള നിലക്ക് നമുക്ക് എപ്പോഴും നമുക്ക് പണിയാൻ എളുപ്പം ഏതാണോ അതാണ് നമ്മൾ നോക്കുക. അപ്പൊ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഞാനടക്കം സജസ്റ്റ് ചെയ്യുന്നതാണ് ഫോർട്ടിനെറ്റ് ഫയർവാൾ ആണ്. അത് കഴിഞ്ഞാലേ ഞാൻ പാലോൾട്ടോ ഇതാക്കുള്ളൂ. അപ്പോഴും സിസ്കോ എവിടെയാണ്? 3ാം സ്ഥാനത്താണ്. ഓക്കെ, 3ാം സ്ഥാനത്താണ്. എന്നാൽ എല്ലാ കാര്യത്തിനും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. സിസ്കോന്റെ ഐസ് എന്ന് പറഞ്ഞ ഡിവൈസ് ഉണ്ട്. ഈ ഡിവൈസിന് ബ്രേക്ക് ചെയ്യാനൊന്നും ആരെ കൊണ്ടും പറ്റിയിട്ടില്ല. ഈവൻ 40 NAC ഉണ്ട്. 40 NAC ഉണ്ട്. 40 NACനെ പറ്റിയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 40 NAC ഒരിക്കലും എന്തല്ല ഐസിനോളം വരില്ല. അപ്പൊ ഐസ് എന്താണ്? അത്യാവശ്യം നല്ല സാധനം തന്നെയാണ്. ഐസ് തന്നെയാണ് സിസ്കോന്റെ കേസിൽ NAC സൊല്യൂഷനിൽ ഏറ്റവും ബെസ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ ഐസ് ആണ്. എന്നാൽ WSA ഉണ്ട്, ESA ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റെൽത്ത് വാച്ച് ഉണ്ട്. ഇത് മൂന്നും ഒഴിവാക്കിയിട്ട് ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പ്രോക്സിക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലൂ കോട്ടിന്റെ വല്ല സിമാൻടെക്കിന്റെ പ്രോക്സി ബ്ലൂ കോട്ട് കൊടുന്ന് വെക്കാം, അല്ലെങ്കിൽ വല്ല മൈൻകാസ്റ്റ് കൊടുന്ന് വെക്കാം. ഓക്കെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി നമുക്ക് കൊടുന്ന് വെക്കാം. അതൊക്കെ ഇതിനേക്കാളും നല്ല രീതിയിൽ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സാധനങ്ങൾ. എങ്കിൽ പോലും CCI സെക്യൂരിറ്റിന്റെ വാല്യൂ എന്താണെന്ന് അപ്പോഴും നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അത് ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ CCI സെക്യൂരിറ്റി എടുക്കണം? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്പർ ആണ് നമ്മളുടെ ഏറ്റവും വലിയ വാല്യൂ. ഈ ഒരു CCI സെക്യൂരിറ്റിന്റെ ഈ ഒരു നമ്പർ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഫോർട്ടിനെറ്റിന്റെ ഒരു ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് നിങ്ങൾക്ക് CCI സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പ്രിവിലേജ് ഉണ്ട്. ഭാവിയിൽ ഇതൊരു പക്ഷേ ഇനിയിപ്പോ സിസ്കോ അത്രയും സെറ്റായി വന്നൂടായില്ല. കാരണം സിസ്കോ സ്പ്ലങ്കുമായിട്ടൊക്കെ മെർജ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ എന്താ പറയുക, കുറച്ച് ഡെവലപ്പ് ആവാൻ വേണ്ടി അവർ പോകുന്നുണ്ട്. കാരണം വെച്ചാൽ അവർ കുറച്ച് സമയത്തോട്ട് ഓട്ടോമേഷനിലോട്ട് തിരിഞ്ഞോട് കൂടെ എന്തായി? അവരുടെ സെക്യൂരിറ്റി സൈഡ് കുറച്ച് വീക്കായി. ഇപ്പൊ അവരെന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ച് കയറ്റുന്നുണ്ട്. പക്ഷെ സിസ്കോ ASA ഫയർവാൾ ലോഞ്ച് ചെയ്ത സമയത്ത് സിസ്കോക്ക് ഉണ്ടായിരുന്ന പ്രിവിലേജ് തന്നെയാണ് ഇന്നും ഉള്ള പ്രിവിലേജ്. കാരണം എന്താ വെച്ചാൽ CCI സെക്യൂരിറ്റി നമ്പർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ 100% എന്താണ്? നിങ്ങൾ ഡിമാൻഡഡ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട്
സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CCI സെക്യൂരിറ്റി എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോർട്ടിനേറ്റ് ഫയർവാളിന്റെ NSE 8 വരെ NSE 7 വരെ നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമായിരിക്കും. പക്ഷെ NSE 8 എഴുതാൻ എളുപ്പമല്ല. കാരണം അത് ഈക്വൽ ടു CCI സെക്യൂരിറ്റിയാണ്. പക്ഷെ അതിനകത്തുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇതേപോലെ സൊല്യൂഷൻസോ കാര്യങ്ങളോ അവൈലബിൾ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ടാബ്ലറ്റ്. ആ ടാബ്ലറ്റ് അവൈലബിൾ അല്ല. ഏതിന്? NSE 8ന്. അപ്പൊ അങ്ങനെ എല്ലാത്തിലും ഒരു കോർ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും അതൊന്നും CCI സെക്യൂരിറ്റിന്റെ വാല്യൂ ഇല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സിസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് CCI സെക്യൂരിറ്റി. മാത്രമല്ല സിസ്കോ എന്ന് പറഞ്ഞാൽ അത്രയും മാർക്കറ്റിൽ ഡിമാൻഡഡ് ആണ്. അപ്പോൾ CCI സെക്യൂരിറ്റി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങൾ മാത്രമാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഏത് ഡൊമൈനെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഏത് ഫയർവാൾ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും CCI സെക്യൂരിറ്റി നമ്പർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രിവിലേജ് ഉണ്ട്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. അത്ര ഞാൻ അതിനെപ്പറ്റി പറയുന്നുള്ളൂ. കൂടുതൽ അതിലേക്ക് ഞാൻ പോകുന്നില്ല. പിന്നെ വേറെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ CCI ഇപ്പോൾ വേറൊരു കാര്യം ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാനത് മറന്നു പോകും. സൈബർ സെക്യൂരിറ്റിയും അതുപോലെ തന്നെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി അല്ലേ? സൈബർ സെക്യൂരിറ്റി, നെറ്റ്വർക്ക് സെക്യൂരിറ്റി. എന്താണ് സൈബർ സെക്യൂരിറ്റി? എന്താണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി? ഏത് നമ്മൾ പഠിക്കണം? നിങ്ങൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി പഠിച്ചിട്ട് നിങ്ങൾ സൈബർ സെക്യൂരിറ്റി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെന്തായി? ഒരു അത്യാവശ്യം നല്ലൊരു ടെക്കി, അത്യാവശ്യം എന്നല്ല ഒരു 99% നിങ്ങൾ നല്ലൊരു ടെക്കി ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താ? സൈബർ സെക്യൂരിറ്റിക്കകത്ത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എൻഡ് പോയിന്റ് സെക്യൂരിറ്റി സംഭവങ്ങൾ ഒത്തിരി കൂടുതലുണ്ട്. എൻഡ് പോയിന്റ് സെക്യൂരിറ്റി സൊല്യൂഷൻസ് ഒരുപാടുണ്ട് അല്ല. എൻഡ് പോയിന്റ് സെക്യൂരിറ്റി സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ്? ട്രെൻഡ് മൈക്രോ, അതുപോലെ തന്നെ എന്താ പറയാ, ഈ ഫോർട്ടിനെറ്റിന്റെ തന്നെ സാസിയോ അങ്ങനെ ഏതോ ഒരു സാസി അങ്ങനെ ഏതോ ഒരെണ്ണം ഉണ്ട്. അതുപോലെ തന്നെ മറ്റേ എന്താ പറയാ ട്രെൻഡ് മൈക്രോ ഉണ്ട്. അതുപോലെ ക്രൗഡ് സ്ട്രൈക്കിന്റെ ഫാൾക്കൺ ഉണ്ട്. ഒക്കെ എന്താ ആന്റിവൈറസുകൾ പോലത്തെ ഒരു ക്ലൗഡ് സൊല്യൂഷൻസ് ആണ് ഇതൊക്കെ. അപ്പൊ ഇതൊക്കെ എന്താണ്? സൈബർ സെക്യൂരിറ്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് നെറ്റ്വർക്ക് സെക്യൂരിറ്റി, നിങ്ങൾ CCI സെക്യൂരിറ്റി പ്ലസ് നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റിയിൽ ഒരു 50% നോളജും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റയർലി നിങ്ങൾ എന്തായി? സെക്യൂരിറ്റി ഡൊമൈനിൽ ഫുൾഫിൽ ആയി. നിങ്ങൾ സെക്യൂരിറ്റി ഡൊമൈനിൽ ഫുൾഫിൽ ആയി. പക്ഷെ വെറും സൈബർ സെക്യൂരിറ്റി മാത്രമുള്ള ഒരാൾക്ക് നെറ്റ്വർക്കിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നും കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആണെങ്കിൽ പോലും അവരെ കൊണ്ട് ഫസ്റ്റ് CCNA പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവരെ കോർ അപ്പോഴും അവർ സൈബർ സെക്യൂരിറ്റിയിലാണ് നോക്കുന്നത്. അവരെന്തൊന്നുമില്ല, റൗട്ടിംഗ് ആൻഡ് സ്വിച്ചിങ്ങിന്റെ സൈഡിലേക്ക് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല. മീൻസ് നെറ്റ്വർക്ക് സൈഡിലേക്ക് അവർക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല. അവരുടെ ഓപ്പർച്യൂണിറ്റി എപ്പോഴും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറവാണ്. കാരണം എന്താ വെച്ചാൽ എൻഡ് പോയിന്റ് സൊല്യൂഷൻ ആണ് അവർ കൂടുതലായിട്ട് ചെയ്യുന്നത്. എല്ലാം ക്ലൗഡ് സൊല്യൂഷൻസും എൻഡ് പോയിന്റ് സൊല്യൂഷൻസ് ആണ് അവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. കാരണം സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എവിടെയാണ്? എൻഡ് പോയിന്റ് സെക്യൂരിറ്റികളിലാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ എൻഡ് പോയിന്റ് ഡിവൈസുകൾ ലൈക്ക് നിങ്ങളുടെ ലാപ്ടോപ്പ് അല്ല, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള നിങ്ങളുടെ മൊബൈല് കാര്യങ്ങൾ ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ കമ്പനിന്റെ സെർവേഴ്സ്, ഇങ്ങനെയുള്ള എൻഡ് പോയിന്റ് സിസ്റ്റംസ് ആണ് ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി കൊടുക്കുന്നത്. പക്ഷെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എൻഡ് പോയിന്റിൽ നിന്ന് അല്ലെ, ഇതിപ്പോ ഒരു ഫയർവാൾ ആണെന്ന് വിചാരിക്കുക. ഇതിനണ്ടറിൽ ഒരു PC കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പാക്കറ്റ്, ഒരു ട്രാഫിക് ഒരു സോഴ്സിൽ നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷനിലോട്ട് പോകുമ്പോ അതിനെ സെക്യൂർ ചെയ്യണം. എവിടെ മുതൽ? സിൻസ് അത് ആ ട്രാഫിക് ജനറേറ്റ് ചെയ്തത് മുതൽ അത് ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് വരെയുള്ള പോയിന്റിൽ എന്ത് ചെയ്യും? അതിനെ സെക്യൂരിറ്റി കൊടുക്കണം. അതാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റിന്റെ പ്രത്യേകത. ഓക്കെ. കാരണം എന്താ? ഒരു പക്ഷെ നമ്മൾ ഇവിടുന്ന് VPN കൊടുത്തിട്ടുണ്ടാവും, വല്ല SSL VPN ഓ വല്ല സൈറ്റ് ടു സൈറ്റ് VPN ഓ കാര്യങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളുടെ ട്രാഫിക് ഇവിടുന്ന് എന്തായിരിക്കും? ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എൻഡ് പോയിന്റ് സെക്യൂരിറ്റി പ്രകാരം ഒരു പക്ഷേ അതിന്റെ പേലോഡൊക്കെ നിങ്ങൾ എൻക്രിപ്റ്റ് ആക്കിയിട്ടുണ്ടാവും. പക്ഷെ ഈ പാത്ത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ ഒരിക്കലും ആ പാക്കറ്റ് ആ സോഴ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കമ്പനിന്റെ എഡ്ജ് ഡിവൈസിൽ നിന്ന് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ അത് ഡെസ്റ്റിനേഷനിലോട്ട് എത്തുന്നത് വരെ സൈബർ സെക്യൂരിറ്റിന്റെ പാർട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് നടക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതിനകത്ത് അത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഓക്കെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ എന്താ ചെയ്യുന്നത്? അദ്ദേഹം ഈ ഡിവൈസിനെയാണ്, ഈ ഒരു ലാപ്ടോപ്പിനെയാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടാവുക? സെക്യൂർഡ് ആക്കിയിട്ടുണ്ടാവുക. അവിടുന്ന് ഒരു ട്രാഫിക് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്ന വഴിയിൽ ഒരിക്കലും ഒരു സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ സെക്യൂർ ആക്കാൻ പറ്റില്ല. അതാക്കണം എന്നുണ്ടെങ്കിൽ ആര് വേണം?
നെറ്റ്വർക്ക് എഞ്ചിനീയറുമാണ്. മീൻസ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എഞ്ചിനീയറുമാണ്. കാരണം അവന്റെ കയ്യിലാണ് ഫയർവാൾ ഉള്ളത്. സുബൈർ, അപ്പൊ അത് ഒരു മിനിറ്റ്, സോറി ഫോർ ഇന്ററപ്റ്റ്. ഓക്കെ, സോ നോ പ്രോബ്ലം. ആസ് എ സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ നമ്മള് ഇപ്പം ഒരു പാക്കറ്റിനെ നമ്മൾ ഫസ്റ്റ് കിട്ടുന്ന സമയത്ത് തന്നെ നമ്മളിപ്പം ഒരുപാട് ഈ പറഞ്ഞ പോലെ എൻക്രിപ്ഷൻ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അതിപ്പം പ്രീവിയസ്ലി നമ്മള് DES ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതിപ്പോ എങ്ങനെ 3DS ആയി. DES എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡസ് സിസ്റ്റം, ഡസ് എൻക്രിപ്ഷൻ സിസ്റ്റം. ഡസ് അല്ലേ? അതെ ഡസും അതെ 3 ഡസും അതല്ല ഉദ്ദേശിച്ചേ? അതെ, മനസ്സിലായി. 3DS. അതെ, അത് ആ, കഴിഞ്ഞ ശേഷം ഇപ്പം നമുക്ക് അഡ്വാൻസ്ഡ് ഫോമിൽ AES നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാ ഉം, ഇത് നമ്മളൊരു പാക്കറ്റ് എൻക്രിപ്റ്റ് ആണ് ചെയ്യുന്നത്. മീൻസ് മാത്രമല്ല ഉം, അതിനുശേഷം നമുക്ക് ഹാഷ് വാല്യൂ, ഷാ വാല്യൂ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഉം. IPsec-ലേക്ക് മനസ്സിലായി. വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ DH. ഹാഷിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? അതെ അതെ, എക്സാക്ട്ലി. സോ ഓക്കെ, അവിടെ നമ്മൾ വെരി ഗുഡ്. എൻഷുർ ചെയ്യുന്നുണ്ട് ഒരു പാക്കറ്റ് നമ്മളൊരു എൻ പോയിന്റ് നമ്മൾ ലീവ് ചെയ്യുന്ന സമയത്ത് ആ ആ, പാക്കറ്റ് കറക്റ്റ് ആവില്ല എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്തിട്ടാണ് എൻ പോയിന്റിലേക്ക് വിടുന്നുണ്ടാവുക. സോ ഓക്കെ, അത് ഞാൻ വെരി ഗുഡ്. ജസ്റ്റ് പറഞ്ഞു. ഞാൻ മനസ്സിലായി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്റെ ഒരു ഡൗട്ട് എന്താ വെച്ചാൽ, ഞാൻ സൈബർ സെക്യൂരിറ്റി പിന്നെ അത്ര ഇതല്ല. കാരണം വെച്ചാൽ ഞാൻ സൈബർ സെക്യൂരിറ്റി അല്ല, ഞാൻ നെറ്റ്വർക്ക് സെക്യൂരിറ്റി എഞ്ചിനീയർ ആണ്. പക്ഷെ എന്റെ ചെറിയൊരു ഓക്കെ, ഇത് വെച്ചിട്ട് ചോദിക്കാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് ഒരു പാക്കറ്റ് ഇവിടുന്ന് ഒരു PC1-ൽ നിന്ന് ഒരാള് ട്രാഫിക് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അതിന്റെ ഈ എൻഡിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഇതെന്റെ ഒരു ഫയർവാളാണ്. ഇതിന്റെ അണ്ടറിൽ ഒരു സ്വിച്ച് ഉണ്ടെന്ന് വിചാരിക്കാം. എന്റെ ഫയർവാളിൽ നിന്ന് ഈ ബ്രാഞ്ച് 1-ലോട്ട് പോകുമ്പോൾ ഈ പാത്തിനെ നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പൊ ഞാനൊരു കേസിൽ എന്റെ ഒരു ലിമിറ്റഡ് എക്സ്പീരിയൻസിൽ ഞാൻ പറയാണ്. നോ പ്രോബ്ലം. അല്ല നമ്മളിപ്പോ ഞാൻ പറയില്ല, ഇത് നമ്മൾ ഒരിക്കലും ഇതൊരു ഡിസ്കഷൻ ആണ്. ഇതൊരു ഓപ്പൺ ഡിസ്കഷൻ ആണ്. ഓക്കെ ഷുവർ, എനിക്കറിയാത്ത പല ഓപ്പൺ കാര്യങ്ങളും. ഡിസ്കഷൻ. അതെ, കാരണം നമ്മളിപ്പം ഇതിനകത്ത് അതെ എല്ലാവരും വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അതെ അപ്പോ ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. എന്റെ ഒരു CCI എന്റർപ്രൈസിന്റെ ബാച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതില് എന്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ട്. അവന്റെ പേര് യൂസഫ് എന്നാണ്. അവന് സെർവറിൽ ഭയങ്കര പുലിയാ. ഞാൻ സെർവറിൽ 0 ആണ്. അവരാണ് എന്നെ എന്ത് ചെയ്യാറ്, സെർവർ സൈഡിൽ എന്നെ സഹായിക്കാറ്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു ഇതെന്തല്ല. കാരണം നമ്മളാരും ഒരു CCI, അതും കൂടെ പറയാം. കാരണം അങ്ങനെ ഒന്നും ആരും ഒന്നും ചിന്തിക്കണ്ട. അങ്ങനെ താങ്കളും ചിന്തിക്കരുത്, ആരും ചിന്തിക്കരുത്, ഞാനും ചിന്തിക്കുന്നില്ല. കാരണം എന്താ, നമ്മൾ CCIന്റെ ഫുൾ ഫോം എന്താ? സിസ്കോ സർട്ടിഫൈഡ് ഇന്റർനെറ്റ് എക്സ്പെർട്ട്. യഥാർത്ഥത്തിൽ നമ്മൾ എക്സ്പെർട്ടുകളാണോ? ആണോ? ഞാനല്ല. ഞാൻ ഒരിക്കലും ഒരു എക്സ്പെർട്ട് അല്ല. കാരണം എന്താ, ഓരോ ദിവസവും ഓരോ സൊല്യൂഷൻ വന്നോണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ എങ്ങനെ എക്സ്പെർട്ട് ആവും? നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ ഒരു പക്ഷെ നമുക്ക് എക്സ്പെർട്ട് ആവാൻ പറ്റും. അപ്കമിങ് ടെക്നോളജിനെ പറ്റിയിട്ട് നമുക്കറിയോ? നമ്മള് ഇപ്പൊ നമ്മളൊക്കെ R&S പഠിച്ച കാലത്ത് DNAC ഉണ്ടോ? SD ആക്സസ് ഉണ്ടോ? SD WAN ഉണ്ടോ? പിന്നെ നമ്മൾ എങ്ങനെ ഒരു CCI സർട്ടിഫൈഡ് എക്സ്പെർട്ട് ആവുക? അപ്പൊ എക്സ്പേർട്ട് എന്നുള്ളത് ഇല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഐ എം നോട്ട് എക്സ്പെർട്ട്, ബട്ട് ഐ എം നോട്ട് എ ബിഗിനർ. അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഇതില്ല. അതുകൊണ്ട് നമുക്ക് ഇതൊരു ഓപ്പൺ ഡിസ്കഷൻ ആണ്. എസ്പെഷ്യലി ഇവിടെ നമ്മൾ ഇതിൽ പലരും ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കും കൂടെ മനസ്സിലാക്കാൻ കൂടെ ഒരു എളുപ്പമാണ്. മാത്രമല്ല എനിക്കും കൂടെ മനസ്സിലാക്കാനുള്ള ഒരു ഇതാണ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, എന്ത് ഈ ഒരു പാത്തിൽ നിന്ന് ഒരു സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർക്ക് ഈ ഒരു പാത്തിന് എന്ത് ചെയ്യാൻ പറ്റും, സെക്യൂർ ആക്കാൻ പറ്റുമോ ഇല്ലയോ? ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഇത് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ. അതെ അതെ, അതിൽ എൻ്റെ ഒരു അറിവില് നമുക്ക് SSL നമുക്ക് എൻക്രിപ്ഷൻ വെക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ IPsec നമ്മൾ അതിൽ ഒരുപാട് എൻക്രിപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. മീൻസ് ഇപ്പൊ ഡിഫി ഹെൽമാൻ ആണെന്നെങ്കിലും AES, ഷാ, ഒരുപാട് ഇപ്പൊ 256 വെച്ചാൽ തന്നെ സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ VPN കോൺഫിഗർ ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മളിപ്പോ എൻക്രിപ്ഷനിലെ കേസിൽ പറയുകയാണെന്നെങ്കിൽ, അതായത് എൻക്രിപ്ഷൻ ഞാൻ ചോദിക്കുന്നതല്ല, നിങ്ങള് ഈ പാത്ത് നിങ്ങൾ എങ്ങനെ സെക്യൂർ ആക്കും? അതായത് നിങ്ങൾ പറഞ്ഞപ്പോ ഷാ കൊടുക്കാം, ഷാ 256 കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡസ് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 3 ഡസ് കൊടുക്കാം, ഇതെല്ലാം കൊടുക്കാം. അല്ലെങ്കിൽ ഷാ 128ഓ പിന്നെ 256 ആണല്ലോ ഏറ്റവും മേലുള്ളത്. 256 ആണെങ്കിൽ അത് കൊടുക്കാം. ഡസ് 3 ഡസ് ഇതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. എന്റെ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊക്കെ നിങ്ങളുടെ എൻഡ് പോയിന്റിൽ ചെയ്യുന്ന കാര്യമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരു സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ ഒരു SSL VPN കോൺഫിഗർ ചെയ്യാറുണ്ടോ? IPsec VPN കോൺഫിഗർ ചെയ്യാറുണ്ടോ? ഉണ്ടോ? നിങ്ങളൊരു ബ്രാഞ്ചിലേക്ക് VPN ഇല്ല, അത് ഞാൻ ക്ലിയർ ചെയ്യാം. ഇല്ല, IPsec VPN എന്നുള്ള രീതിയിലേക്കല്ല നമ്മൾ കൊണ്ടുവരുന്നത്. നമ്മളൊരു പാക്കറ്റ് മീൻസ് ഇനീഷ്യൽ പാക്കറ്റിനെയാണ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അതായത് സിമെട്രിക് ആൻഡ് അസിമെട്രിക്, അത്രേ ഉള്ളൂ. ത്രൂ ഈ പാത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. മീൻസ് അത് ത്രൂ ACL അല്ലേ, അങ്ങനെയുള്ള രീതിയിലാണ് നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഞാൻ പറഞ്ഞത്. കാരണം എന്താ വെച്ചാല് അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
ഒരു സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർക്ക് ഞാൻ എന്ത് ചെയ്തു, ഒരു സൊല്യൂഷൻ കൊടുത്തു. എനിക്ക് എന്റെ ബ്രാഞ്ച് ഉണ്ട്, 2 ബ്രാഞ്ച് 1ഉം ബ്രാഞ്ച് 2 ഉണ്ട്. എന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ഇത്. ഈ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യണം, ഒരു ട്രാഫിക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ, മീൻസ് അതിനൊരു ഹാക്കിങ്ങോ ഒരു ക്രാക്കിങ്ങോ കൂടാതെ അതെന്ത് ചെയ്യണം, ബ്രാഞ്ച് 1ൽ എത്തണം എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർക്ക് അതിന് 100% ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. 100% വേണ്ട, 100% ആർക്കും നെറ്റ്വർക്ക് എഞ്ചിനീയർക്കും കൊടുക്കാൻ പറ്റില്ല. 90% കൊടുക്കാൻ പറ്റുമോ? പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അർത്ഥത്തിൽ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് അതിന്റെ ഉത്തരം. കാരണം വെച്ചാൽ ഒരു സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ ബ്രാഞ്ച് ടു ഹെഡ് ക്വാർട്ടേഴ്സോ അല്ലെങ്കിൽ ബ്രാഞ്ച് ടു ബ്രാഞ്ചോ VPN കോൺഫിഗർ ചെയ്യൂല. അതുകൊണ്ട് ആ പാക്കറ്റ് ഒരു പക്ഷെ നിങ്ങൾ മാക്സിമം നിങ്ങൾ അത് ടാമ്പർ ചെയ്തിട്ടുണ്ടാവും, ഹാഷിംഗ് ചെയ്തിട്ട് എന്തുണ്ടാവും. വാട്ട് ഈസ് എ ഹാഷിംഗ്? ഹാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാക്കറ്റ്, അതിന്റെ മേലെ വേറൊരു പാക്കറ്റ്, അതിന്റെ മേലെ വേറൊരു പാക്കറ്റ്, ഒരു പബ്ലിക് കീ ഒരു പ്രൈവറ്റ് കീ, അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത്. ദാറ്റ്സ് ഫൈൻ. പക്ഷെ ഇതിന്റെ അണ്ടറിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഈ പോണ പാത്ത് സെക്യൂർ അല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, നമ്മളത് പെട്ടിയിലിട്ടു, നല്ല രീതിയിൽ പൂട്ടി, എന്നിട്ട് അത് വീണ്ടും ഒരു പെട്ടിയിലിട്ടു, നമ്മുടെ കാറിന്റെ ഡിക്കിൽ ഒരു സ്പെഷ്യൽ അറ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് വെച്ച്, നമ്മൾ പോകുന്ന വഴി ശരിയല്ല എന്നുണ്ടെങ്കിൽ ആ പാക്കറ്റ്, ആ പോകുന്ന ട്രാഫിക്, മീൻസ് ആ ക്യാഷ് സേഫ് ആണോ? അല്ല, അല്ലെ? ഒരിക്കലും സേഫ് അല്ല. അപ്പോ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ പാർട്ട് കംപ്ലീറ്റ് ആണ്, അദ്ദേഹം ഫുൾ ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ സ്കോപ്പ് അദ്ദേഹം 100% ചെയ്തിട്ടുണ്ട്. കാരണം എന്താ, പേലോഡ് വരെ വേണമെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും, എൻക്രിപ്റ്റ് ചെയ്ത് വിടും. പക്ഷെ അദ്ദേഹത്തിന്റെ സ്കോപ്പ് അല്ല എന്ത്, നെറ്റ്വർക്കിംഗ് പാർട്ട്, മീൻസ് നെറ്റ്വർക്കിംഗ് സെക്യൂരിറ്റി അദ്ദേഹത്തിന്റെ സ്കോപ്പ് അല്ല. അത് ഒരു സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയറിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഫേസ് 1 കോൺഫിഗർ ചെയ്യണം, ഫേസ് 2 കോൺഫിഗർ ചെയ്യണം. ഫേസ് 1 ആർക്ക് വേണ്ടിയാണ്? വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഫേസ് 1 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ പാത്തിന് നമ്മൾ എന്ത് ചെയ്യണം, വളരെയധികം സെക്യൂർ ആയിരിക്കണം. ആ സെക്യൂർ ആക്കിയിട്ടുള്ള പാത്തിലൂടെ ആയിരിക്കണം ഫേസ് 2. ഫേസ് 2 എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ പേലോഡിന് വേണ്ടിയിട്ട്, ട്രാഫിക് സോഴ്സ് ടു ഡെസ്റ്റിനേഷന് വേണ്ടിയിട്ട് നമ്മളുടെ പേലോഡ്, മീൻസ് പാക്കറ്റ് ഒരു സോഴ്സിൽ നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷനോട്ട് എത്തേണ്ടത് ഏതിലൂടെ? ഫേസ് 2ലൂടെ, അല്ലെ? IPsecന് 2 ഫേസുകളുണ്ട്, ഫേസ് 1 ഉണ്ട്, ഫേസ് 2 ഉണ്ട്. രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻക്രിപ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് കീ ജനറേറ്റ് ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റും കൊടുക്കാം, അഡ്വാൻസ്ഡ് സർട്ടിഫിക്കേഷൻസ്, മീൻസ് അഡ്വാൻസ്ഡ് എൻക്രിപ്ഷനും കാര്യങ്ങളും കൊടുത്തിട്ട് നമുക്ക് എൻക്രിപ്റ്റ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇത് സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ ചെയ്യൂല. അതേ ഞാൻ പറഞ്ഞു, അത്രയും പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഞാൻ ആരുടെ അടുത്ത് സംസാരിച്ചെന്ന് എനിക്കറിയില്ല, അതിനകത്ത് ആരോ സംസാരിച്ച ആള് ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അല്ലേ? അല്ലെ, നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ ഞാൻ പറയുന്നത്? അപ്പോ അതെ. അപ്പോ സംഭവം എന്താന്ന് വെച്ചാൽ അതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയർ, മീൻസ് ഒരു നെറ്റ്വർക്ക് സെക്യൂരിറ്റി എഞ്ചിനീയർ സൈബർ സെക്യൂരിറ്റിയും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ അയാൾ ആരാണ്? 90%ഉം ഒരു പ്യുവർ സെക്യൂരിറ്റി എഞ്ചിനീയർ ആയി തീർന്ന്. എന്തുകൊണ്ട്? അദ്ദേഹം എന്താണ്, എൻഡ് പോയിന്റ് സെക്യൂരിറ്റിയിലും അദ്ദേഹം മാസ്റ്റർ ആണ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിലും അദ്ദേഹം എന്താണ്, മാസ്റ്റർ ആണ്. ആകെ ചിത്രം പറഞ്ഞ് ബോറാക്കിയിട്ടുണ്ട്, എങ്കിൽ പോലും നിങ്ങൾ ക്ഷമിക്കുക. ഇങ്ങനെയാണല്ലോ ഇതിന്റെ രീതി. അപ്പോ എന്താണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ചോദ്യം എന്റെ അടുത്ത് ചോദിക്കണം എന്ന് പറയാൻ കാരണം. അപ്പോൾ നിങ്ങൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി പഠിച്ചിട്ട് നിങ്ങൾ സൈബർ സെക്യൂരിറ്റിയും കൂടെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. പക്ഷെ അപ്പോഴും നിങ്ങൾ സൈബർ സെക്യൂരിറ്റി 100% എല്ലാ കാര്യങ്ങളും പഠിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്തായിരിക്കണം, എൻഡ് പോയിന്റ് സെക്യൂരിറ്റികളെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോഴും വാല്യൂ ആർക്കാണ്? ഒരു CCI എഞ്ചിനീയർ ഉണ്ടെങ്കിലും ഒരു സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ ഉണ്ടെങ്കിലും അവിടെ CCIനെ പ്രിഫർ ചെയ്യും. എപ്പോ, ഏതുവരെ? അദ്ദേഹം ഒരു CISSP സർട്ടിഫൈഡ് ആവാത്തോടത്തോളം കാലം വരെ. അതും കൂടെ വേണം പറയാം. കാരണം സർട്ടിഫിക്കേഷൻ ആണ് നമ്മളുടെ എന്ത് നിർണ്ണയിക്കുന്നത്, നമ്മൾ ആരാന്നുള്ളത് നിർണ്ണയിക്കുന്നത് നമ്മളുടെ സർട്ടിഫിക്കേഷൻ ആണ്. ഈവൻ നെറ്റ്വർക്കിനകത്തും എന്താണ്, സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ട് ഉണ്ട്, അല്ലെ? റൂട്ട് സർട്ടിഫിക്കറ്റും ഐഡന്റിറ്റി സർട്ടിഫിക്കറ്റും. എന്താണ് ഈ ഐഡന്റിറ്റി സർട്ടിഫിക്കറ്റും റൂട്ട് സർട്ടിഫിക്കറ്റും? ഞാൻ അതിലേക്ക് പോകുന്നില്ല. മീൻസ് ആ ഡിവൈസുകളെ, അല്ലെങ്കിൽ ആരാണ് അത് ഓതറൈസ്ഡ്, ആരാണ് അൺഓതറൈസ്ഡ് എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് എന്ത്, ഈ സർട്ടിഫിക്കേഷൻ. സെയിം ലൈക്ക് അതന്നെയാണ് നമ്മളുടെ എന്താ പറയാ, ലൈഫിലും വരുന്നത്. നമ്മളുടെ സർട്ടിഫിക്കേഷനും എന്താണ്, ഒരു CCI സർട്ടിഫൈഡ് എഞ്ചിനീയറും ഒരു സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയറും എങ്ങനെയാണ്? ഒരു സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ അദ്ദേഹം CISSP പാസ് ആവാത്തോടത്തോളം കാലം അദ്ദേഹം എന്താണ്, CCI സെക്യൂരിറ്റിന്റെ അണ്ടറിലാണ്. അദ്ദേഹം CISSP പാസ്സായോ എന്നാൽ അദ്ദേഹം CCIനേക്കാളും മേലെയാണ്. ക്ലിയർ? ഇത്രേ ഉള്ളൂ എനിക്ക് ഈ ഒരു വിഷയത്തെ പറ്റി പറഞ്ഞ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് അടുത്ത പാട്ടിലേക്ക് മൂവ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ ആർക്കും ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത കാര്യങ്ങളിലോട്ട് പോവാം. ഇനി നമ്മളുടെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഞാൻ ആദ്യം നമ്മൾ ഉദ്ദേശിച്ച പാർട്ട് കംപ്ലീറ്റ് ചെയ്യട്ടെ. മറ്റേന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്കഷൻ അങ്ങനെ നീണ്ടു പോകും. പണ്ട് ഞാനിതുപോലെ ഒരു സെഷൻ വെച്ചിട്ട് 3 മണിക്കൂറാണ് നീണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ആദ്യം നമ്മളുടെ പാർട്ട് കംപ്ലീറ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ഓപ്പൺ ഡിസ്കഷനിലോട്ട് വരാം. എനിവേ, അപ്പോൾ നമ്മളുടെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ക്ലാസ്സിന്റെ രീതികൾ എങ്ങനെയാണ്, നമ്മളുടെ എക്സാമിന്റെ അപ്രോച്ച് ചെയ്യുന്ന രീതികളെ പറ്റിയിട്ടാണ് ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ CCI സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ആശങ്കകൾ ഉണ്ടാവാം. കാരണം ചിലർ CCNA പഠിച്ചിട്ട് ഒത്തിരി നാളായിട്ടുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് ഒരു ബേജാർ എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ഞാൻ അതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങുന്നത് CCI സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു പക്ഷെ ഇതിനകത്ത് CCNA കഴിഞ്ഞവരുണ്ടാവാം, CCNP കഴിഞ്ഞവരുണ്ടാവാം, ഒരു പക്ഷെ CCI തിയറി സർട്ടിഫൈഡ് ആയ ആൾക്കാരുണ്ടാവാം. ഇനി അതുമല്ല, ഈ പറഞ്ഞ അറ്റ്ലീസ്റ്റ് FTDയിലോ അല്ലെങ്കിൽ ASAയിലോ ഒക്കെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ആൾക്കാരൊന്നും സെപ്പറേറ്റ് ആയിട്ടല്ല പഠിപ്പിക്കുന്നത്, അല്ലെ? അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നെങ്കിൽ എല്ലാവരും 0 ആണ്, അല്ലെങ്കിൽ എല്ലാവരും എന്താണ്, ഫുൾഫിൽ ആണ്. ഈ രീതിയിലാണ് നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യപ്പോൾ എന്താണ്, ഒരു ഫയർവാളിന്റെ ബേസിക് മുതലാണ്. അതിനകത്ത് റൗട്ടിംഗ് ആൻഡ് സ്വിച്ചിങ്ങിനകത്ത് ആർക്കും അത്ര വലിയൊരു വശം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫസ്റ്റത്തെ ഒരു 3 ക്ലാസ് 3 to 5 ക്ലാസ് ഞാൻ എന്ത് ചെയ്യും, റൗട്ടിങ്ങിനെ പറ്റിയിട്ട് ക്ലാസ് എടുത്ത് തരും. ഇങ്ങനെയാണ് ഞാൻ സാധാരണ ക്ലാസ് കൊടുക്കാറ്. ഈവൻ CCI എന്റർപ്രൈസിനാണെങ്കിൽ പോലും അങ്ങനെയാണ് കൊടുക്കാറ്. എൻ്റെ പിള്ളേർ ഇതിനകത്ത് തന്നെ ഇരിക്കുന്നുണ്ട്, അവരുടെ അടുത്തൊക്കെ നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഒരു 3 to 5 ക്ലാസ് എന്ത് ചെയ്യും, ഞാൻ റൗട്ടിംഗ് ആൻഡ് സ്വിച്ചിങ് പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുള്ളൂ, CCI സെക്യൂരിറ്റി മീൻസ് സെക്യൂരിറ്റിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ CCI സെക്യൂരിറ്റിന്റെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതൊരിക്കലും CCNA ഫസ്റ്റ് CCNA പിന്നെ CCNP പിന്നെ CCIE എന്ന് പറഞ്ഞിട്ടുള്ള രീതിയൊന്നും നമുക്കില്ല. നമ്മൾ ഡയറക്റ്റ് CCIയിലോട്ടാണ് പോവാണ്. എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് എന്താണ്, ഫസ്റ്റ് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സെക്യൂരിറ്റിന്റെ ബേസിക് കാര്യങ്ങളാണ്. ആ ബേസിക് കാര്യങ്ങൾ തുടങ്ങി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നേരെ ASA ഫയർവാളിലോട്ട് സ്റ്റാർട്ട് ചെയ്യും. ഈ ASA ഫയർവാൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആവശ്യം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് 2 രീതിയിൽ പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. ഒന്ന്, നിങ്ങൾക്ക് സിസ്പ പറഞ്ഞ പോലെ സിലബസ് ഓറിയന്റഡ് ആയിട്ട്, ലൈക്ക് നിങ്ങളുടെ വെർഷൻ 6.1 ആണ് ഉള്ളത്. ഇതാണ് നിങ്ങളുടെ 6. വെർഷൻ 1 ആണ്. ഇതിൽ പറഞ്ഞ രീതിയിൽ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. അല്ല, നിങ്ങൾക്ക് ഒരു ലൈവിൽ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലൈവിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഈ ASA ഫയർവാളിനകത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എക്സാമിന് എന്ത് വേണോ ആ കാര്യങ്ങളെ പറ്റി പഠിപ്പിക്കും. പക്ഷെ ഒരു എക്സാമിന് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഉള്ള കാര്യങ്ങൾ എന്തായാലും ഇതിനകത്ത് പഠിപ്പിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ASA, എന്താണ് സെക്യൂരിറ്റി സോണ്, കാരണം അതൊക്കെ എല്ലാ ഫയർവാളിനകത്തും വരുന്നതാണ്, അല്ലെ? സെക്യൂരിറ്റി സോണ്, അതുപോലെ തന്നെ എന്താണ് സെക്യൂരിറ്റി ലെവല്, കാരണം ASAന്റെ കേസിൽ സെക്യൂരിറ്റി ലെവലിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ASA വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് പോളിസി മാപ്പ്, എന്താണ് ക്ലാസ് മാപ്പ്, എന്ന് വെച്ചാൽ ചുരുക്കം പറയാച്ചാൽ വാട്ട് ഈസ് MPF, മോഡുലാർ പോളിസി ഫ്രെയിംവർക്ക്, അതെന്താണ്, അതിനെപ്പറ്റി പറഞ്ഞ് പഠിപ്പിക്കും. പിന്നെ നമ്മൾ എന്ത് പഠിപ്പിക്കും, ഒരു ഫെയിൽ ഓവർ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. പിന്നെ നമുക്ക് VPN, പിന്നെ ഫിൽട്ടറിങ്, URL ഫിൽട്ടറിങ് കാര്യങ്ങൾ, അത്രയും കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരിക്കലും, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ASA എന്ന് പറഞ്ഞ സാധനത്തിൽ നിങ്ങൾ ഇനി കൂടുതൽ കൈവെക്കാൻ പോകാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. എക്സിസ്റ്റിംഗ് ഡിവൈസ് ഉണ്ടെങ്കിൽ അതിനങ്ങനെ റിന്യൂവൽ വരെ കൊണ്ടുപോകും, അത് കഴിഞ്ഞാൽ ആ സാധനം പോകും, അത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യില്ല. എന്നാൽ FTD എന്ന് പറഞ്ഞ ഈ ഒരു ഡിവൈസ് ഉണ്ട്, ഇതിനകത്ത് നമ്മൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കും. ഇതിനകത്ത് പഠിക്കാത്ത കാര്യങ്ങൾ ഇതിനകത്ത് പഠിച്ച കാര്യങ്ങൾ പ്ലസ് പഠിക്കാത്ത കാര്യങ്ങളും കൂടെ ഇതിൽ ആഡ് ചെയ്യും. ആ കാര്യം കാരണം എന്താ, ഇതെല്ലാം ഒന്ന് പഠിച്ചാൽ മതി. അപ്പൊ ഈ ഒരു സെക്യൂരിറ്റി സോൺ പഠിച്ചു കഴിഞ്ഞാൽ FTDയിൽ വന്നാലും സെക്യൂരിറ്റി സോൺ ഒന്ന് തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. കൺസെപ്റ്റ് ഒന്നാണ്, കൺസെപ്റ്റ് എല്ലായിടത്തും ഒന്നാണ്. പക്ഷെ നിങ്ങൾ പഠിക്കാത്ത വേറെ ഒരു ഫയർവാളും പഠിക്കാത്ത ഒരു സാധനം ഇത് മാത്രമായിരിക്കും, സെക്യൂരിറ്റി ലെവൽ. അത് ASAക്ക് മാത്രമേ ഉള്ളൂ സെക്യൂരിറ്റി ലെവൽ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. കഴിച്ച് ബാക്കിയുള്ള ഫയർവാളിനൊന്നും സെക്യൂരിറ്റി ലെവൽ ഇല്ല, ഒന്നെങ്കിൽ സോണ് അല്ലെങ്കിൽ ഇന്റർഫേസ്. അപ്പൊ ആ രീതിയിൽ FTDനെ നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്ത് പഠിച്ച കാര്യങ്ങൾ പ്ലസ് കുറച്ച് അഡ്വാൻസ്ഡ് കാര്യങ്ങൾ. കാരണം എന്താ, FTD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു NGFW ഫയർവാളാണ്. അപ്പൊ ഇതിനെപ്പറ്റി നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതൊന്ന് ലൈവില് അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. അപ്പൊ ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കും അത്യാവശ്യം. എന്ന് വെച്ചാൽ എക്സാമിന് വേണ്ടിയിട്ട് എന്നല്ല, എക്സാമിന് പുറത്തും ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. കാരണം വെച്ചാൽ നമുക്ക് ഇത് ലൈവിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമാണ്.
അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ഐസ് എന്ന് പറഞ്ഞ ഡിവൈസാണ്. സത്യത്തിൽ ഐസ് എന്ന് പറഞ്ഞ ഡിവൈസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 100 ക്ലാസിന്റെ മേലുണ്ട്, ടു ബി ഹോണസ്റ്റ്. ആ ടോപ്പിക് വേണമെങ്കിൽ വേണമെങ്കിൽ എഴുതിയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ളത്. അത്രയും കാര്യങ്ങൾ ഇതിനകത്ത് 100 ടോപ്പിക്കിന്റെ മേലെ പഠിക്കാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു പാറ്റേൺ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസ് എന്താ, കാരണം അതൊരു നാക് സൊല്യൂഷൻ ആണ്. അപ്പൊ അതിനകത്ത് വെറും സിസ്കോന്റെ ഡിവൈസിന്റെ കാര്യം മാത്രമല്ല, ആ ഒരു ഐസ് എന്ന് പറഞ്ഞ ഡിവൈസിനകത്ത് ഇന്റഗ്രേറ്റഡ് സർവീസ് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമ്മൾ എന്തെല്ലാം ആഡ് ചെയ്യണം, ഒത്തിരി ഡിവൈസുകൾ എന്ന് വെച്ചാൽ പാലോൾട്ട് ആഡ് ചെയ്യേണ്ടി വരും, ഫോർട്ടിനെറ്റ് ആഡ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ ഡിനാക്കിനകത്തില്ല, എന്റർപ്രൈസിൽ ചെയ്യുന്ന ആൾക്കാരാണല്ലോ ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത്. അതിനകത്തോട്ട് SD ആക്സസിനകത്തോട്ട് എങ്ങനെയൊക്കെ നിങ്ങൾ സ്വിച്ച് കോൺഫിഗർ ചെയ്ത് സ്വിച്ചിനെ ആഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ഡിവൈസിനെ നിങ്ങൾ ആഡ് ചെയ്തിട്ട് സെൻട്രലൈസ്ഡ് ആയിട്ട് നിങ്ങൾ അതിനെ ആക്സസ് ചെയ്യുന്നുണ്ട് എന്ന പോലെ തന്നെയാണ് ഐസും. അപ്പൊ ആ ഐസിനകത്ത് നമ്മൾ എങ്ങനെ ഫോർട്ടിനെറ്റ് ആഡ് ചെയ്യും, എങ്ങനെ പാലോൾട്ട ഇന്റഗ്രേറ്റ് ചെയ്യും, എങ്ങനെ ചെക്ക് പോയിന്റ് ഇന്റഗ്രേറ്റ് ചെയ്യും, എങ്ങനെ ഒരു WLC ഇന്റഗ്രേറ്റ് ചെയ്യും, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിന് കൂടാതെ എക്സാമിനായിട്ട് വരുന്ന കാര്യങ്ങളായിട്ടുള്ള .1x, അതുപോലെ മാബ്, അതുപോലെ തന്നെ എന്താ പറയാ റേഡിയസ് ടെക് ആക്സസ് കോൺഫിഗറേഷൻ, പ്ലസ് നമുക്ക് പ്രൊഫൈലിംഗ്, പോസ്റ്ററിങ്, ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ എക്സാമിന്റെ പാർട്ടായിട്ട് വരുന്നുണ്ട്. അതും ഇതിനകത്ത് കവർ ചെയ്യും. പക്ഷെ 100 ടോപ്പിക് 101 ടോപ്പിക് ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, CCI സെക്യൂരിറ്റി പോലും നമ്മൾ പഠിപ്പിക്കുന്നില്ല. അത് നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഒരു പേപ്പറായിട്ട് ഐസ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ മാത്രമായിട്ട് നിങ്ങൾ സെപ്പറേറ്റ് എടുക്കണം. അങ്ങനെ മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, അതിലേക്ക് കൊണ്ടുപോകുള്ളൂ. പക്ഷെ അത്യാവശ്യം നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിൽ ഫെമിലിയർ ആക്കി തരും. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏതൊക്കെ, ഈ .1x കോൺഫിഗർ ചെയ്യല്, മാബ് കോൺഫിഗർ ചെയ്യല്, BYOD കോൺഫിഗർ ചെയ്യല്, അതുപോലെ പ്രൊഫൈലിംഗ്, പോസ്റ്ററിങ്, ഇതൊക്കെ കോൺഫിഗർ ചെയ്യൽ എന്താണ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ ആ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ പഠിക്കും. പിന്നെ നമുക്ക് വരുന്നത് ESA, WSA, അതുപോലെ തന്നെ സ്റ്റെൽത്ത് വാച്ച്. അതൊക്കെ വളരെ സിമ്പിൾ ആണ്. കാരണം വെച്ചാൽ കൂടുതലൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. വളരെ എന്താ പറയാ, ഓരോ പോളിസി കാര്യങ്ങൾ URL ക്രിയേറ്റ് ചെയ്യൽ കാര്യങ്ങൾ, കാരണം ദാറ്റ് ഇസ് എ പ്രോക്സി, ഒരു പ്രോക്സിയാണ് അത്. അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. ഇതിനകത്ത് നമുക്ക് കുറച്ച് ടഫ് ആയിട്ട് തോന്നുന്ന ഐസ് മാത്രമാണ്. പിന്നെ നമുക്ക് കുറച്ച് FTDയും കുറച്ചൊരു ബുദ്ധിമുട്ടായി തോന്നും. ബുദ്ധിമുട്ടല്ല, മീൻസ് കുറച്ച് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. കഴിച്ച് ബാക്കിയുള്ളതൊന്നും നിങ്ങൾക്ക് അത്ര വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഈവൻ നിങ്ങളുടെ CCI ലാബിലാണെങ്കിൽ പോലും. പിന്നെ CCI ലാബ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്, അതിലേക്ക് ഞാൻ വരാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ പോർഷൻസിനകത്ത് വരിക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഈ ഐസിന്റെ കാര്യത്തിലായാലും ASന്റെ കാര്യത്തിലായാലും FTDന്റെ കാര്യത്തിലായാലും ഇതിന്റെ ഒക്കെ ഡിപ്ലോയ്മെന്റ് എങ്ങനെയാണ് ഒരു റിയൽ ടൈം ആർക്കിടെക്ചറിൽ ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. വൺസ് നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ, ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു AS നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഏതൊക്കെ മോഡൽ AS ഉണ്ട്, അതിന്റെ ഇന്റർഫേസ് ലെവലുകൾ വരെ നമ്മൾ പഠിപ്പിക്കും. എന്ന് വെച്ചാൽ ഇന്റർഫേസ് ലെവൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ സംഭവം ഒന്നുമല്ല. ഇന്റർഫേസ് ഫൈബർ എന്തിനാണ്, നമുക്ക് കോപ്പർ എന്തിനാണ്, നമുക്ക് കോപ്പർ പോരെ, അല്ലെങ്കിൽ ഫൈബർ വേണ്ട, അല്ലെങ്കിൽ പെരിമീറ്റർ ഫയർവാൾ ആകുമ്പോൾ നമ്മൾ ഏത് രീതിയിൽ നമ്മൾ ആ ഫയർവാളിനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നിങ്ങളടുത്ത് ഇപ്പോൾ നിങ്ങളത് ഒക്കെ കഴിഞ്ഞു, നിങ്ങൾ നാളെ ഒരു ഫേമിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫയർവാൾ സജസ്റ്റ് ചെയ്യാം. കാരണം എന്താ, നിങ്ങൾ CCI സെക്യൂരിറ്റി ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും L1 എഞ്ചിനീയർ അല്ല, നിങ്ങൾ ഒരിക്കലും L2 എഞ്ചിനീയർ അല്ല, നിങ്ങൾ ആരാണ്, L3 എബോവ് ആണ്, അല്ലെ? അപ്പൊ നിങ്ങൾ പലയിടത്തും സൊല്യൂഷൻ കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് GCC കൺട്രീസിൽ നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങൾ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ദേ ആർ വർക്കിംഗ് ഇൻ GCC ഹിയർ. സോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്കറിയാം, നമ്മളിവിടെ എല്ലാം ചെയ്യണം, അല്ലെ? കസ്റ്റമർ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മളാണ് കൺവിൻസ് ചെയ്യേണ്ടത്. കാരണം ഞാനിപ്പോൾ ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നതിനെ കൊണ്ട് എനിക്കറിയാം അതിന്റെ കാര്യങ്ങൾ. അപ്പൊ നമ്മളാണ് അവർക്ക് സൊല്യൂഷൻ കൊടുക്കേണ്ടത്. ആ സമയത്ത് നമുക്ക് അവർക്ക് എന്ത് ചെയ്യേണ്ടത്, 2 ഫയർവാൾ ഉണ്ടെന്ന് വിചാരിക്കും. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാൻ വിഷയം. എന്ന് വെച്ചാൽ അവർക്ക് 2 ഫയർവാൾ വേണം. ഒന്നാമത്തെ ഫയർവാൾ എന്താണ്? ഒന്നാമത്തെ ഫയർവാൾ അവർക്ക് പെരിമീറ്റർ ഫയർവാൾ വേണം. വാട്ട് ഈസ് പെരിമീറ്റർ ഫയർവാൾ? പെരിമീറ്റർ ഫയർവാൾ മീൻസ് ഈക്വൽ ടു പബ്ലിക് ഫയർവാൾ. എന്ന് വെച്ചാൽ അവരുടെ എഡ്ജിൽ ഇരിക്കുന്ന ഫയർവാൾ. എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെ? അതൊന്നും അറിയാത്തവരൊന്നുമില്ല, പക്ഷെ ഞാൻ വെറുതെ ചോദിക്കാമെന്ന് മാത്രം. എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ISPയിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഏരിയ, അല്ലെ? അപ്പൊ ISPയിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഏരിയയിൽ ഇരിക്കുന്ന എന്താ പറയാ, നമ്മുടെ എഡ്ജ് ഡിവൈസിലായിട്ട് ഇരിക്കുന്ന ഫയർവാൾ ആണ് എന്ത്, പെരിമീറ്റർ ഫയർവാൾ, അല്ലെ? എന്നാൽ ഈ ഫയർവാളിന് നമ്മൾ ഏത് രീതിയിലുള്ള ഇന്റർഫേസ് നമ്മൾ സജസ്റ്റ് ചെയ്യണം? കോപ്പർ വേണോ അതോ ഫൈബർ വേണോ? ഫൈബർ വേണമെങ്കിൽ എന്തുകൊണ്ട്? കോപ്പർ വേണ്ട എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്? അതേപോലെ തന്നെ ആ കമ്പനിക്ക് തന്നെ നമുക്ക് എന്ത് വേണം? ഒരു ഫയർവാൾ വേറൊരെണ്ണം വേണം. എന്തിന്? അവരുടെ ഇന്റേണൽ ത്രെട്ടിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഒരു ഇന്റേണൽ ഫയർവാൾ വേണം. ആ ഇന്റേണൽ ഫയർവാൾ വേണം എന്നുണ്ടെങ്കിൽ അത് എവിടെ പ്ലേസ് ചെയ്യണം?
അതിന് ഏത് ടൈപ്പ് ഓഫ് പോർട്ട് വേണം, അതിന് എന്തെല്ലാം ഫീച്ചേഴ്സ് വേണം, എന്തെല്ലാം ഫീച്ചേഴ്സ്, ഇതിന്റെ ലൈസൻസ് അല്ലെ. ലൈസൻസ് എന്ന് പറഞ്ഞ കാര്യം നമുക്കറിയാം, എല്ലാ ഡിവൈസും വർക്ക് ചെയ്യുന്ന അണ്ടർ ലൈസൻസ് ആണ്. അപ്പൊ അതിനകത്ത് നമുക്ക് എസെൻഷ്യൽ ലൈസൻസും എന്റർപ്രൈസ് ലെവലും ലൈസൻസസ് ഉണ്ട്, അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ ലൈസൻസിനെ പറ്റി നമ്മൾ അവയർനെസ് ഉണ്ടായിരിക്കണം. അല്ലാണ്ട് നമ്മൾ IPSനെ പറ്റി അറിയാം, IDSനെ പറ്റി അറിയാം, DIPനെ പറ്റി അറിയാം, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ നമുക്ക് ഇതിന്റെ ഒന്നും ലൈസൻസിനെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിരിക്കും? അത് വലിയ കാര്യമൊന്നുമില്ല. കാരണം കസ്റ്റമർ മുന്നിൽ നമ്മൾ ആരായിരിക്കും, നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പൊ കസ്റ്റമർ മുന്നിലായാലും നമ്മുടെ കമ്പനിയിലായാലും നമ്മൾ പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാത്തിനെ പറ്റിയിട്ടും ഒരു ഓവറോൾ നമുക്ക് അറിയാം. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനകത്തുനിന്ന്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഞാനൊരു വർക്ക് ചെയ്യുന്ന ആളായതിനെ കൊണ്ട് എനിക്കത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും, എന്റെ എക്സ്പീരിയൻസ് അത്ര ഞാൻ ഷെയർ ചെയ്യുന്നത്. അല്ലാണ്ട് ഞാൻ ലൈസൻസിനെ പറ്റിയിട്ട് ഒരു പിന്നെ കോഴ്സ് ഒന്നും എടുത്ത് പഠിച്ച ആളൊന്നുമല്ല. ഇത് ചെയ്ത് പരിചയത്തിന്റെ പേരിൽ നമ്മൾ പറയുന്നത് മാത്രം. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഡിപ്ലോയ്മെന്റ്, ദാറ്റ് മീൻസ് ഡിപ്ലോയ്മെന്റ്, ആ ഡിപ്ലോയ്മെന്റിനെ പറ്റിയിട്ട് നമ്മൾ പഠിപ്പിക്കും. പിന്നെ ഫയർവാളിന്റെ മോഡുകളാണ്. നമുക്കിപ്പോ ഒരു ഫയർവാൾ ഉണ്ട്, നമുക്കിപ്പോ ഒരു കസ്റ്റമർ നമ്മളെടുത്ത് ഒരു കസ്റ്റമർ പറയാണ് എന്ത്, കസ്റ്റമർ പറയാണ് ഞങ്ങൾക്ക് നിലവിൽ 2 റൗട്ടറും പിന്നെ ഞങ്ങളുടെ നെറ്റ്വർക്ക് വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് എന്ത് വേണം, ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫയർവാളും കൂടെ വേണം. കാരണം ഞങ്ങളുടെ ഡാറ്റ ഒക്കെ ആരോ ലീക്ക് ആക്കുന്നുണ്ടോന്നോ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഡാറ്റക്കൊക്കെ ഒരു എന്താ പറയാ, എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഫയർവാൾ വേണം. അങ്ങനെയാണെങ്കിൽ ആ ഫയർവാൾ ഏത് മോഡിൽ കോൺഫിഗർ ചെയ്യണം? കാരണം എന്താ, നിലവിൽ അവിടെ അവരുടെ നെറ്റ്വർക്കിൽ മറ്റുള്ള, അപ്പൊ നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം, നിങ്ങൾക്ക് ഈ റൗട്ടർ മാറ്റാനുള്ള പ്ലാൻ ഉണ്ടോ, റീപ്ലേസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ? ഇല്ല, ഞങ്ങളുടെ റൗട്ടർ റീപ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ജസ്റ്റ് ഫയർവാൾ സെക്യൂരിറ്റി മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ഈ ഫയർവാൾ ഏത് മോഡിൽ കോൺഫിഗർ ചെയ്യണം? നമുക്ക് റൂട്ടഡ് മോഡ് കോൺഫിഗർ ചെയ്യണോ, നമുക്ക് ട്രാൻസ്പെറന്റ് മോഡ് കോൺഫിഗർ ചെയ്യണോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു നോളജ് നിങ്ങൾക്ക് കിട്ടും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ക്ലാസ്സിനെ കൊണ്ടുപോകുന്നത് ഒരു റിയൽ ടൈം അപ്രോച്ചിലേക്ക് മാത്രമാണ്. അല്ലാണ്ട് വെറുതെ നമ്മൾ കുറെ ടോപ്പിക് പഠിച്ചു പോകുക എന്നുള്ളതല്ല. വെറുതെ നിങ്ങൾ എന്താണ് പോളിസി, എന്താണ് നാറ്റ്, എന്താണ് എസ്നാറ്റ്, ഈ വക കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ക്ലാസ് മാപ്പ്, ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പക്ഷെ ഇതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ നമ്മളുടെ ലൈവിൽ ഇംപ്ലിമെന്റ് ചെയ്യും, അല്ലെ. അപ്പൊ നിങ്ങളെല്ലാവരും BGP ഒക്കെ കോൺഫിഗർ ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു BGPന്റെ ലിങ്ക് അല്ലെ, എന്റർപ്രൈസിലാണ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ ഞാൻ അതിനകത്ത് സംസാരിച്ച ആളുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏറ്റവും കൂടുതലുള്ളത് എന്റർപ്രൈസ് ലെവലിലാണ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾക്കറിയാം 2 ISP ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. 2 ISP ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 2 ലിങ്ക് പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഏത് ലിങ്കിനെ എനിക്ക് സജസ്റ്റ് ചെയ്യണം, ഏത് ലിങ്ക് എനിക്ക് ഇൻകമിങ് വേണം, ഏത് ലിങ്ക് എനിക്ക് ഔട്ട് ഗോയിങ് വേണം, അല്ലെങ്കിൽ ഏതിനെ എനിക്ക് പ്രൈമറി ആക്കണം, ഏതിനെ സെക്കൻഡറി ആക്കണം. നമുക്ക് BGP ലിങ്ക് ആണ് വന്നിട്ടുള്ളത്. എന്ത് ചെയ്യണം, നമുക്ക് ലോക്കൽ പ്രിഫറൻസ് കോൺഫിഗർ ചെയ്യാം. എല്ലായിടത്തും സിസ്കോ ഡിവൈസ് ആണ്, നമുക്ക് വെയിറ്റ് കോൺഫിഗർ ചെയ്യാം, നമുക്ക് AS പാത്ത് കോൺഫിഗർ ചെയ്യാം, അല്ലെ. ഇത് എവിടെ കോൺഫിഗർ ചെയ്യണം? ലോക്കൽ പ്രിഫറൻസ് നമുക്ക് എവിടെ കോൺഫിഗർ ചെയ്യണം? AS പാത്ത് എവിടെ കോൺഫിഗർ ചെയ്യണം? ലോക്കൽ പ്രിഫറൻസ് നമ്മൾ ആദ്യം രണ്ടാമത് കോൺഫിഗർ ചെയ്തു, AS പാത്ത് ആദ്യം കോൺഫിഗർ ചെയ്തു. ഏതായിരിക്കും BGP സെലക്ട് ചെയ്യുക? ആസ് പെർ ദ പാത്ത് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? AS പാത്ത് ആണോ ആദ്യം, അതോ ലോക്കൽ പ്രിഫറൻസ് ആണോ? ലോക്കൽ പ്രിഫറൻസ് ആണ് ആദ്യം വരുന്നത്, അല്ലെ. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു അപ്രോച്ച്, ആ നെറ്റ്വർക്കിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കണം. കസ്റ്റമർ പറയാൻ ഞങ്ങൾക്ക് ഈ ലിങ്ക് മതി എന്നാണ്. കാരണം എന്താ, അതൊരു പക്ഷേ 2 Gbps സ്പീഡ് കൊടുക്കുന്ന ലിങ്ക് ആയിരിക്കാം, മറ്റേത് എന്തായിരിക്കാം 1 Gbps ആയിരിക്കാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ കോൺഫിഗർ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒരേ ലിങ്ക് തന്നെ 2 ലിങ്കും നമുക്ക് ലോഡ് ബാലൻസ് ചെയ്യേണ്ടി വരും. എന്ത് ചെയ്യും? അപ്പൊ ഇത്തരം സൊല്യൂഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാണ്ട് വെറുതെ നിങ്ങൾ ടോപ്പിക് ബേസുകൾ, ഇപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ, കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചില ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒക്കെ ബ്രോഷർ കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി ടോപ്പിക്കുകളുണ്ടാവും, ഇങ്ങനെ മാല പോലെ കിടക്കുന്നുണ്ടാവും. ഈ ടോപ്പിക്കുകൾ പഠിക്കുക എന്നുള്ളതല്ല, ഈ ടോപ്പിക് നമ്മൾ എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മളുടെ ക്ലാസ്സിന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ പറയാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ പഠിപ്പിക്കില്ല. നിങ്ങൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യൂല. നമുക്ക് ലൈവിൽ എന്താണോ ആവശ്യമുള്ളത് അതിനെ പറ്റിയിട്ട് പഠിപ്പിക്കും. പ്ലസ് നിങ്ങളെ CCI ലാബ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം, അത് എന്റെ കയ്യിൽ മാത്രം ഇരിക്കുന്ന ഒരു സംഭവമല്ല. ഞാൻ അതിനെ പറ്റിയിട്ട് പറഞ്ഞുതരാം. കാരണം നിങ്ങൾക്കറിയാം, CCI സെക്യൂരിറ്റി ആയാലും, CCI എന്റർപ്രൈസ് ആയാലും, ഏത് CCI ആയാലും, അതിന് കറക്റ്റ് എന്തുണ്ടാവും, ഒരു ലാബ് ടോപ്പോളജി ഉണ്ടാവും, അല്ലെ. ഒരു ലാബ് ടോപ്പോളജി ഉണ്ടാവും. അതിന് കറക്റ്റ് എന്തുണ്ടാവും, അതിനൊരു
സൊല്യൂഷനും ഉണ്ടാവും. വൺസ് ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഏതൊരു ടോപ്പോളജി കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ആ ഐഡിയ അവിടെ ഇംപ്ലിമെന്റ് ആവില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നമുക്ക് അവിടെ ലോക്കൽ പ്രിഫറൻസ് കോൺഫിഗർ ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ഇന്ന പോളിസി കോൺഫിഗർ ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ഇന്ന VPN നമുക്ക് കോൺഫിഗർ ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നമുക്ക് DMZ കോൺഫിഗർ ചെയ്യാം. DMZ ഇനി കോൺഫിഗർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒന്നെങ്കിൽ നമുക്ക് ഫയർവാളിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് സെർവറിലോട്ട് കൊടുക്കാം. ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാം, ഫയർവാളിൽ നിന്ന് DMZ വേണ്ടിയിട്ട് ബെസ്റ്റ് പ്രാക്ടീസ് എന്നുള്ള നിലയ്ക്ക് ഒരു സ്വിച്ചിലേക്ക് കൊടുത്തിട്ട് നേരെ സെർവറിലേക്ക് കൊടുക്കാം. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസിലേക്ക് നിങ്ങൾ എത്തിപ്പെടും. അത് എങ്ങനെ എത്തിപ്പെടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലാബ് ചെയ്തിട്ട് എത്തിപ്പെടും. അല്ലാണ്ട് എന്റെ തിയറി കേട്ടിട്ടല്ല, നിങ്ങൾ ലാബ് ചെയ്തിട്ട് എത്തിപ്പെടണം. ഞാൻ ലാബ് തരും, ആ ലാബ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യണം. അത് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു നോളജ് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. കാരണം എന്താ, നിങ്ങൾക്ക് CCI നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കമ്പനി വെറുതെ നമ്പറിന് വേണ്ടിയിട്ടായിരിക്കൂല. അങ്ങനെയുള്ള കമ്പനികളുണ്ട്. കാരണം വെച്ചാൽ പാർട്ട്ണർഷിപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് ആ നമ്പർ മാത്രമുള്ളവനെ കിട്ടിയാൽ മതി, അവനക്ക് ഇനി വിവരം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വളരെ 30% അല്ലെങ്കിൽ 20 to 30% അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. റെസ്റ്റ് ഓഫ് ദ കമ്പനീസ് ഒക്കെ എന്താണ്, ആ ഒരു ലെവലിലുള്ള ആൾക്കാരെ നോക്കും. കാരണം എന്താ, ഒരു CCI കാരന് കൊടുക്കുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20K above ആണ് ദുബായിലെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മിനിമം 20K above ആണ് CCI സെക്യൂരിറ്റിക്കാരന്. അവന് നമ്മളെ പോലെ ഒരു 8 വർഷം 6 വർഷം 10 വർഷം വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവനക്ക് 25K above ആണ്. ഞാൻ കളവ് പറയുന്നതല്ല, നിങ്ങൾക്ക് അന്വേഷിക്കാം, മാർക്കറ്റ് അന്വേഷിക്കാം. പക്ഷെ അവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? വെറും ഒരു സിസ്കോന്റെ ഡിവൈസസ് മാത്രമല്ല. അതിനാണ് ആദ്യമേ ഞാൻ പറഞ്ഞത് എന്ത്, നിങ്ങളൊരു CCI നമ്പർ ഉണ്ടെന്ന് ചോദിച്ചിട്ട് എനിക്ക് ഇനി സിസ്കോ മാത്രം പഠിച്ചാൽ മതി, അങ്ങനെ ഒരു ധാരണ ആരെങ്കിലും മൈൻഡിലുണ്ടെങ്കിൽ അതൊക്കെ ഇന്നത്തോടുകൂടെ കത്തിച്ച് കളഞ്ഞേക്ക്. അങ്ങനെയല്ല. കാരണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് മാർക്കറ്റിന്റെ ഒപ്പമാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടത്. മാർക്കറ്റിലെ ഫയർവാളിന്റെ ഒപ്പമാണ്. CCI നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി, മീൻസ് നമ്മളുടെ ഒരു വാല്യൂഡ് ഡോക്യുമെന്റ് മാത്രമാണ്. ഏതൊരു കമ്പനിക്കും എൻറ്റയർ ചെയ്യാനുള്ള ഒരു നമ്പർ മാത്രമാണ് CCI സെക്യൂരിറ്റി. പക്ഷെ നിങ്ങൾക്ക് എന്താണ്, എല്ലാ ഫയർവാളും നിങ്ങൾക്ക് നോളജ് ഉണ്ടാവും. അപ്പൊ ഞാൻ എന്റെ CCI ബാച്ച് ഞാൻ ഡിസൈൻ ചെയ്യില്ല എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും. പ്ലസ് ഒരു ഫയർവാള് ഞാൻ എന്ത് ചെയ്യും, അധികം പഠിപ്പിച്ചു കൊടുക്കും. എന്ന് വെച്ചാൽ ഇപ്പൊ മാർക്കറ്റിൽ ഫോർട്ടിനെറ്റ് ഫയർവാളാണ്. അപ്പൊ ആ ഫയർവാള് ഞാൻ എന്ത് ചെയ്യും, ഒന്ന് പരിചയപ്പെടുത്താൻ മീൻസ് അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള കാര്യങ്ങൾ ഞാൻ ആ പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം CCI നമ്പർ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ടാസ്ക് ആയിട്ട് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് 70% ലക്കും 30% നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. കാരണം എന്താണെന്നറിയോ, ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, കറക്റ്റ് ഒരു ലാബ് ഉണ്ടാവും, കറക്റ്റ് ഒരു സൊല്യൂഷനും ഉണ്ടാവും. ഇത് രണ്ടും ഇത് കറക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 2 മാസത്തെ ബ്രേക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു 2 മാസം ഡെയിലി 4 മണിക്കൂർ വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ എന്ത്, CCI സെക്യൂരിറ്റി. പിന്നെ അതാണ് ഈ 30%. എന്താണ് ഈ 70% ലക്ക് എന്ന് പറയാൻ കാരണം, ഈ ലാബ് സ്റ്റേബിൾ ആവുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പോയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുള്ളൂ, ഇതിനെ പോയിട്ട് അറ്റൻഡ് ചെയ്യുള്ളൂ. നിങ്ങൾ ലാബ് ബുക്ക് ചെയ്ത് പിറ്റേ ദിവസം, മീൻസ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന പിറ്റേ ദിവസമാണ് നിങ്ങൾക്ക് ചേഞ്ചസ് വന്നെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഫെയിൽ ആവും. ഈവൻ നിങ്ങളൊരു അത്രയും വലിയൊരു ടെക്കി ആണെങ്കിൽ പോലും നിങ്ങൾ ഫെയിൽ ആവും. 100% നിങ്ങൾ ഫെയിൽ ആവും. അല്ല എന്നുണ്ടെങ്കിൽ ഇതുവരെ ഇപ്പൊ CCI സെക്യൂരിറ്റി സ്റ്റേബിൾ ആണെന്ന് പറയുന്നുണ്ട്, പക്ഷെ ആരും പാസ്സായിട്ടുമില്ല. ഈ ലോകത്ത് സെക്യൂരിറ്റിക്കാരില്ലായിട്ടാണോ, സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സ് ഇല്ലായിട്ടാണോ? ആരെ കൊണ്ടും ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിന്റെ ബാക്കിൽ ഒരു മാഫിയാണ്. വേൾഡില് ഈ CCIന്റെ ബാക്കിൽ എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു മാഫിയാണ്. ആരെ കൊണ്ടും എന്ത് ചെയ്യുന്നില്ല, അവര് വെറുതെ ഇത് സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരെ കൊണ്ട് എക്സാം ഈ സൊല്യൂഷൻ ഉണ്ടാക്കുന്ന ആൾക്കാർ അവര് പൈസ കൊടുത്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്, എന്നിട്ട് ഫെയിൽ ആവുകയാണ്. എന്തുകൊണ്ട്? കറക്റ്റ് പാക്കറ്റും സിസ്കോ പറഞ്ഞ പോലെ ആ ലാബ് അപ്രോച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്, പാക്കറ്റും ട്രാഫിക് ഒക്കെ പക്ക പോകുന്നുണ്ട്. പക്ഷെ സിസ്കോ ചിന്തിക്കുന്ന പോലല്ല. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. 2 റൗട്ടർ, ഇതിന്റെ അണ്ടറിൽ എന്തുണ്ട്, ഒരു 100 നെറ്റ്വർക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ഞാനിത് സെക്യൂരിറ്റി വെച്ച് പറയാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
സെക്യൂരിറ്റിയിൽ വശം കുറവാണെന്നുള്ളതിന്റെ പേരിലാണ് ഞാൻ അതിലേക്ക് പോവാത്തത്. പക്ഷെ ഞാൻ ഇതിലേക്ക് ഈ റൗട്ടിംഗ് ആൻഡ് സ്വിച്ചിങ്ങിന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഒരു റൗട്ടർ ഉണ്ട്, വേറൊരു രണ്ടാമത്തെ റൗട്ടർ ഉണ്ട്. ഈ ഒന്നാമത്തെ റൗട്ടറിൽ നിന്ന് രണ്ടാമത്തെ റൗട്ടറിലേക്ക് ഒരു 100,000 ഒരുപാട് ലാൻ ഉണ്ടെന്ന് വിചാരിക്കും. എല്ലാം ഡിഫറെന്റ് നെറ്റ്വർക്കാണ്. ഈ ഡിഫറെന്റ് നെറ്റ്വർക്കുകൾ ഇങ്ങോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളാണ്. കാരണം എന്താ, ഒരു ഡിഫോൾട്ട് റൂട്ട് ഇട്ടിട്ട് കഴിഞ്ഞാൽ എല്ലാം ഇവിടെ എത്തും അല്ലേ? ഒരു ഡിഫോൾട്ട് റൂട്ട് നിങ്ങൾ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ട്രാഫിക്കും ഈ എൻഡിൽ നിന്ന് ഈ എൻഡിലോട്ട് എത്തും. എന്തെല്ലാം ഗുണങ്ങളുണ്ട്? റൂട്ടിംഗ് ടേബിളിന്റെ എഫിഷ്യൻസി കൂടും, റൗട്ടറിന്റെ CPU പെർഫോമൻസ് പിന്നെ നല്ല ഹെൽത്തി ആയിരിക്കും അല്ലേ? പിന്നെ മെമ്മറി കൂടുതൽ എടുക്കുന്നില്ല. കാരണം എന്താ, ഒരു 0.0.0.0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻട്രി മാത്രമാണ് പോകുന്നത്. റൂട്ടിംഗ് ടേബിൾ ഷോ IP റൂട്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നത് എന്താണ് കാണുന്നത്? ഒരു ഡിഫോൾട്ട് റൂട്ട് മാത്രമാണ് കാണുന്നത്, വേറെ ഒന്നും കാണുന്നില്ല. പക്ഷെ സിസ്കോ പ്രതീക്ഷിക്കണം അങ്ങനല്ല. സിസ്കോ ഒരു പക്ഷെ ഇവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുന്നതാണ് OSPF ആയിരിക്കും. അപ്പൊ ഇതാ പറഞ്ഞത്. കാരണം നമുക്ക് ചെയ്യാൻ കഴിയുമായിരിക്കാം, പക്ഷെ ആ വേ ആയിരിക്കില്ല ആരും വിചാരിക്കും. ചിലപ്പോൾ നമ്മൾ OSPF ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഡിഫോൾട്ട് റൂട്ട് ഇട്ടാൽ കിട്ടും, സംഭവം ശരിയാണ്. പക്ഷെ എനിക്ക് OSPF ഒക്കെ അറിയാലോ, അതുകൊണ്ട് സിസ്കോ വിചാരിച്ചോളും എനിക്ക് OSPF ഒക്കെ നന്നായിട്ട് അറിയും, അതുകൊണ്ട് എന്നെന്തായാലും ഇത് കറക്റ്റ് ആയിരിക്കും എന്നുള്ള നിലയ്ക്ക് ഞാൻ OSPF ചെയ്തോളാം എന്ന് വിചാരിച്ചു. OSPF ഒക്കെ ചെയ്ത് വേണമെങ്കിൽ LSAകളൊക്കെ കോൺഫിഗർ ചെയ്തിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഡിഫോൾട്ട് റൂട്ട് ഒക്കെ ജനറേറ്റ് ചെയ്തു. സെയിം ഏരിയ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, LS ഒക്കെ കോൺഫിഗർ ചെയ്തിട്ട് നമ്മൾ ഡിഫോൾട്ട് റൂട്ട് ഒക്കെ ജനറേറ്റ് ചെയ്തു. അങ്ങനെ പേരിന് OSPF ഉണ്ട്, എന്നാൽ ഡിഫോൾട്ട് റൂട്ടും. അങ്ങനെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. സിസ്കോ വിചാരിച്ചത് എന്താണ്, എന്തിനാ ഇയാൾ ഈ OSPF ഒക്കെ ചെയ്തത്? അയാൾക്ക് ഒരു ഡിഫോൾട്ട് റൂട്ട് ഇട്ടാ പറയുന്നില്ല. ഞാനൊന്നും റെസ്ട്രിക്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ഒരു നെറ്റ്വർക്കിനും റെസ്ട്രിക്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ ഈ സോഴ്സിൽ നിന്ന് ഈ ഡെസ്റ്റിനേഷനിലോട്ട്. പിന്നെ then why I want to configure OSPF? Why they can't configure default route? Why I want to configure OSPF? അങ്ങനെ ചിന്തിച്ച അവിടെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന എന്താണ്, കറക്റ്റ് സൊല്യൂഷനും കറക്റ്റ് ലാബും സൊല്യൂഷനും നിങ്ങൾക്ക് ഉണ്ടാവും. അത് നിങ്ങൾ പഠിക്കുന്നു, നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്യുന്നു, പാസ്സാവുന്നു. ഇത്രയേ ഉള്ളൂ. എന്ത് CCI സെക്യൂരിറ്റി എന്നല്ല, CCI R&S ആയാലും എന്തായാലും അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് എന്തുണ്ടാവും, നാളിതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് സൊല്യൂഷൻസും കറക്റ്റ് ലാബ് ആക്സസും കറക്റ്റ് സൊല്യൂഷനും നിങ്ങൾക്ക് ഉണ്ടാവും. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, ടെക്നോളജിയാണ്. പക്ഷെ ലാസ്റ്റ് 2 മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മീൻസ് ലാബ് സ്റ്റേബിൾ ആയി 2 മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെക്നോളജി എന്നൊക്കെ നിങ്ങൾ മാറിയിട്ട് ഫുൾ ടൈം നിങ്ങൾ എന്തായിരിക്കും, ലാബ് പ്രാക്ടീസിലായിരിക്കും. ഓക്കെ, ലാബ് പ്രാക്ടീസിലായിരിക്കും. അങ്ങനെ വൺസ് നിങ്ങൾ ലാബ് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ, മീൻസ് എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ടെസ്റ്റ് നടത്തും. കാരണം എനിക്കറിയാൻ പറ്റും, ഞാൻ പഠിപ്പിച്ച ഒരാളെ എനിക്കറിയാലോ അദ്ദേഹത്തിന്റെ ആക്യുറസി എത്രത്തോളം ഉണ്ടെന്ന്. നമ്മൾ പറയും പോയി എഴുതിക്കോ എന്ന് പറയും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് പോയി എഴുതാം. ഞാനൊരിക്കലും നിങ്ങൾ 100% പാസ്സാവുന്ന ആസ് എ ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരിക്കലും തരൂല, ഒരിക്കലും ഗ്യാരണ്ടി തരൂല. കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ പോകുന്നതിന്റെ പിറ്റേ ദിവസം സൊല്യൂഷൻ മാറി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് കാണണം, നിങ്ങൾ CCI സെക്യൂരിറ്റി എടുക്കുന്ന ചിന്തിക്കാനേ പാടുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എഴുതൂല, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. കാരണം എന്താ, CCI സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ആരും ആവശ്യത്തിന് എടുക്കുന്നതല്ല, അത് അത്യാവശ്യത്തിന് എടുക്കുന്ന ഒരു സംഭവം. അതുകൊണ്ട് നിങ്ങൾ അതിനെ ആ രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യണം. നിങ്ങളെ മൈൻഡ് സെറ്റ് അങ്ങനെ തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യണം. എങ്കിലും നിങ്ങൾക്ക് CCI സർട്ടിഫൈഡ് ആവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആവാൻ പറ്റില്ല. 100% ഞാൻ ഗ്യാരണ്ടി തരാം. നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ ആദ്യമേ ക്ലിയർ ചെയ്യണം. എനിക്ക് CCI സെക്യൂരിറ്റി വേണം, അത്ര നിങ്ങൾ ചിന്തിക്കാവൂ. അതിന്റെ ബാക്കിലുള്ള മറ്റുള്ളതിനെ പറ്റിയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. അതിനുവേണ്ടി നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തോ, നിങ്ങൾക്ക് 100% കിട്ടിയിരിക്കും. ഇനി ഞാൻ ഈ പറഞ്ഞ രീതിയിലല്ല നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്തെന്ന് വിചാരിച്ചോളി. ഒരു പക്ഷെ നിങ്ങൾ 80% നിങ്ങൾ ഒരു പക്ഷെ പാസ്സാവാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ. പക്ഷെ സെക്കൻഡ് അറ്റംപ്റ്റ് മീൻസ് ഇൻ കേസ് 20% നമ്മൾ അവിടെ അപ്പോഴും ഫ്ലോപ്പ് കാണുന്നുണ്ട്. ആ 20% ആണ് സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ പിന്നീട് അതിന് വരേണ്ടി വരും. അപ്പൊ ആദ്യമേ നമ്മൾ എന്ത് ചെയ്താൽ മതി, എനിക്ക് CCI സർട്ടിഫൈഡ് ആവണം, ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങളിത് അപ്രോച്ച് ചെയ്യേണ്ടത്. കാരണം എന്താ, ഇത് നമ്മുടെ കയ്യിൽ മാത്രം ഒതുക്കുന്ന ഒരു സംഭവമല്ല. ഇതൊരു ടാബ്ലറ്റ് മാത്രമാണ്. അത് നിങ്ങൾ കറക്റ്റ് വീങ്ങി നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. എപ്പോ, അത് സ്റ്റേബിൾ ആയ സമയത്ത്. ഞാനിപ്പോ നിങ്ങളോട് പറയാണ്, നിങ്ങൾ എന്തായാലും പാസ്സാവും, നിങ്ങൾ കയറിക്കോളും, ബാച്ചിൽ കയറിക്കോളും, ഞാൻ നിങ്ങളെ പാസ്സാക്കി നിങ്ങളെ നമ്പർ കയ്യിൽ തരും എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു പക്ഷേ പോയി അറ്റൻഡ് ചെയ്ത് തോറ്റു കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പോകും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാൻ പറ്റില്ല. അതുകൊണ്ടാണ്, ഇതാണ് ഇതിന്റെ സത്യം. ഞാൻ ഈ പറയുന്നതാണ് ഇതിന്റെ സത്യം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാം, നോ പ്രോബ്ലം. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ സൊല്യൂഷനും ഉണ്ടാവും, ഇതിന്റെ ആർക്കിടെക്ചർ ഇങ്ങനെയാണ്. അതിന് വേണ്ടിയിട്ടാണ് സ്പോട്ടോ, CLC, അതുപോലെ വേറെ ഏതൊക്കെയോ എന്താ പറയാ ഹിന്ദ് നെറ്റ്വർക്ക്, ഇങ്ങനൊക്കെ ഒരുപാട് ടീമുണ്ട്. ഇതുപോലൊക്കെ ഉള്ള ടീമിന്റെ അടുത്ത് തന്നെയാണ് നമ്മളും എന്ത് ചെയ്യുന്നത്, സൊല്യൂഷൻ വാങ്ങലും കാര്യങ്ങളും. അല്ലെങ്കിൽ നമ്മൾ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ട് ചിലപ്പോൾ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ എന്താ പറയാ CCI എക്സാമിന്റെ കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കെൻഡ് ക്ലാസ് ആയിരിക്കും. ഈ വീക്കെൻഡ് ക്ലാസ്സിലെ നിങ്ങൾക്ക് ക്ലാസ് തരാൻ കഴിയുള്ളൂ. കാരണം ഞാൻ സാറ്റർഡേ സൺഡേ മാത്രമാണ് ഞാൻ ഓഫ് ഉള്ളത്. അപ്പോൾ സാറ്റർഡേ സൺഡേ ആയിരിക്കും നിങ്ങളുടെ ക്ലാസ്. ഇൻ കേസ് ഏതെങ്കിലും ഒരു സാറ്റർഡേ മിസ്സായാൽ അത് മൺഡേ ടു ഫ്രൈഡേന്റെ ഉള്ളിലായിരിക്കും നിങ്ങളുടെ ക്ലാസ്. ആ ക്ലാസ് ഞാൻ തീർത്തു തരും. ഈ മൺഡേ ടു ഫ്രൈഡേന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ഞാൻ നിങ്ങൾക്ക് അത് തീർത്തു തരും. ഓക്കെ, അപ്പൊ ക്ലാസിന്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to മാക്സിമം 2 hour ആണ്. ചിലപ്പം അത് 3 മണിക്കൂറും ആവാറുണ്ട്, 3-3.5 മണിക്കൂർ ആവാറുണ്ട്. അത് ക്ലാസ്സിൽ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ എത്ര ഉണ്ടോ അതനുസരിച്ച് ഞാൻ നിങ്ങളെ കൂടെ നിന്ന് തരും. അങ്ങനെയാണ് എൻ്റെ ക്ലാസിന്റെ രീതി. നിങ്ങൾ എത്രത്തോളം പിന്നെ എന്നോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ ഉത്സാഹം എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അത് 100% എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. പ്ലസ് വൺസ് നിങ്ങൾ CCI സർട്ടിഫൈഡ് ആയി കഴിഞ്ഞാൽ, നിങ്ങൾ ഫുൾഫിൽ ആയാൽ നിങ്ങൾക്ക് ഫോർട്ടിനെറ്റോ അല്ലെങ്കിൽ പാലോ ആൾട്ടോയോ അതിലേതാ വേണ്ടിച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങളുടെ ബാച്ചിന് ചൂസ് ചെയ്യാം. നിങ്ങളിൽ ഒരാൾ ചൂസ് ചെയ്തുകൊണ്ട് കാര്യമില്ല, നിങ്ങളുടെ മെജോറിറ്റി നോക്കി ആർക്ക് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു തരും. അത് ഏറ്റവും ബെസ്റ്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഫോർട്ടിനെറ്റിനായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യാം. കാരണം മാർക്കറ്റിന്റെ ഒരു അവൈലബിലിറ്റി അങ്ങനെയാണ്, ഫോർട്ടിനെറ്റിനാണ്. അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പഠിപ്പിച്ചു തരും. എന്തുകൊണ്ട് ഇത് പഠിപ്പിച്ചു തരും എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഇത് നിങ്ങൾക്ക് ഒരു കോംപ്ലിമെന്റ് ഒന്നല്ല, അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. അതായത് നമ്മൾ ഈ കോഴ്സ് എടുത്താൽ നമ്മൾ പല അഡ്വർടൈസ്മെന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. CCNP എടുത്താൽ CCNA ഫ്രീ, CCI എടുത്താൽ CCNP ഫ്രീ. CCI എടുക്കണവർക്ക് എന്തിനാ CCNP ഫ്രീ ആയി കൊടുക്കണേ? കാരണം CCI എടുക്കണം എന്നുണ്ടെങ്കിൽ CCNP പഠിക്കണ്ടേ? CCNP എടുക്കുന്നവർക്ക് എന്തിനാ CCNA ഫ്രീ ആയി കൊടുക്കണേ? കാരണം CCNP അവനെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ CCNA പഠിപ്പിച്ചെങ്കിലും അവനെ CCNP പഠിപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്താ അതിനകത്ത് ലോജിക്ക് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്ന് പറഞ്ഞ പോലെ CCI സെക്യൂരിറ്റി എടുക്കുകയാണെങ്കിൽ ഫോർട്ടിനെറ്റ് ഫ്രീ, അങ്ങനെ ഒന്നുമല്ല. ഞാൻ ഇതിനകത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഞാൻ സ്കിപ്പ് ചെയ്യും. ആ ടോപ്പിക്കുകളെല്ലാത്തിന് പകരം ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു ഫയർവാൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. കാരണം എന്താ, നിങ്ങൾക്ക് ലൈവിൽ വർക്ക് ചെയ്യണം. എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ. അദ്ദേഹം പഠിപ്പിച്ചിട്ട് നമ്മളെവിടെ എത്തിയതുമില്ല, നമുക്കൊരു വർക്ക് ചെയ്യാനും പറ്റുന്നില്ല, ഇത് നമ്പർ കയ്യിലുണ്ട്, ആ ഒരു രീതിയിലാവാൻ പാടില്ല. അപ്പോൾ ആ രീതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ഫയർവാൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ലെവലിൽ, അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ, ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, ഫയർവാളിന്റെ ഇനിയിപ്പോൾ ഒരു അപ്ലയൻസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻസ്റ്റാളേഷൻ, അതിന്റെ ഡിപ്ലോയ്മെന്റ്, അതിന്റെ ലൈസൻസിങ്, അതുപോലെ തന്നെ അതിന്റെ ആർക്കിടെക്ചർ, പിന്നെന്താണ് അതിന്റെ മോഡ്സ്, അതിന്റെ പോളിസി ക്രിയേഷൻസ്, അതിന്റെ നാറ്റ് ക്രിയേഷൻസ്, അതുപോലെ തന്നെ അതിന്റെ ആപ്ലിക്കേഷൻ, കണ്ടന്റ് ഫിൽറ്ററിങ്, URL ഫിൽറ്ററിങ്, പിന്നെന്താണ് HA, ഓക്കെ, VPN. ഏത് VPN? 2 VPN, IPsec, സൈറ്റ് ടു സൈറ്റ്, SSL. ഇത്രയും കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ. പ്ലസ് ലോഗ് ചെക്കിങ്, ബേസിക് ട്രബിൾ ഷൂട്ടിങ്. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ പഠിപ്പിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഫയർവാളിനകത്ത് നമ്മൾ പഠിപ്പിക്കുക. കാരണം ഇതാണ് ഒരു ലൈവിൽ നിങ്ങൾക്ക് ഒരു 80% ഇതുണ്ടാവും. പിന്നെ ബാക്കി IPS-ഉം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അതിലപ്പുറത്തേക്ക് അഡ്വാൻസ് ലെവലിലേക്ക് പോകുമ്പോഴേ ഉണ്ടാവുള്ളൂ. അവിടേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ലെവലും വേറെ തന്നെ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും പഠിപ്പിക്കും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സംഭവത്തെ കുറിച്ചിട്ടുള്ള ഒരു ഓവർവ്യൂ എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. നമുക്ക് എപ്പോഴായിരിക്കും ഇപ്പം GCC എപ്പോഴായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? അതായത് ക്ലാസ് എപ്പോഴായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? 1 hour ടൂർ എന്ന് പറഞ്ഞാൽ എപ്പോഴായിരിക്കും നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക? ഈവനിങ് ആണോ ഇത് സാറ്റർഡേ? നമ്മുടെ ക്ലാസ് മിക്കവാറും എന്താ പറയാ, നമ്മുടെ ക്ലാസിന്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാധാരണ ചെയ്യുന്ന രീതി പറയാം. ഞാനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. സാധാരണ പതിവില് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്റെ പിള്ളേർ ഇതിനകത്ത് തന്നെ ഉണ്ട്, അവരൊക്കെ അറിയുന്നതാണ്. ഞാൻ സാധാരണ ചെയ്യൽ എന്താ വെച്ചാൽ ഈ ഗ്രൂപ്പിനകത്ത് ഞാൻ എൻ്റെ ഒരു ടൈം പറയും.
എൻ്റെ ഒരു അവൈലബിലിറ്റി ആയിട്ടുള്ള ടൈം പറയും. അതായത് ഇപ്പോൾ സാറ്റർഡേ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വെള്ളിയാഴ്ച ഞാൻ എന്ത് ചെയ്യും, പറയും നാളെ ഇന്ന ടൈമിലേക്ക് ഞാനൊരു സെഷൻ തീരുമാനിക്കുന്നുണ്ട്, നിങ്ങളുടെ അവൈലബിലിറ്റി അറിയിക്കണം. ഞാൻ വെയിറ്റ് ചെയ്യുന്നത് മാക്സിമം 2 to 3 പേഴ്സൺസിനെയാണ്. 2 to 3 പേഴ്സൺസിനെ ഞാൻ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. എന്തിന്? എനിക്ക് 2-3 ആൾക്കാർ മിനിമം വേണം. അതില്ലാണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് ഒരു അല്ലെ, നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോഴേ നമുക്ക് ക്ലാസ് എടുക്കാൻ നമുക്കൊരു താല്പര്യമുള്ളൂ. ഞാനിങ്ങനെ ഒരു ടോപ്പിക് ഇന്ന് നാറ്റ്, ഞാൻ നാറ്റിനെ പറ്റിയിട്ട് ഞാൻ അങ്ങനെ പറയും, ഞാനൊരു ലാബും ചെയ്ത് ഞാൻ അങ്ങോട്ട് പോകും. അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ ഞാൻ അങ്ങനെ മിനിമം 2 to 3 പേഴ്സൺസ് എന്തായാലും വേണം ഒരു ബാച്ചിൽ. ഇതെനിക്ക് നിർബന്ധമാണ്. അപ്പോൾ നിങ്ങളുടെ അവൈലബിലിറ്റി നിങ്ങൾക്ക് അറിയിക്കാം. അപ്പോൾ എല്ലാവരും പറയുകയാണെന്ത്, ഞങ്ങൾക്ക് ആ സമയത്ത് അവൈലബിൾ അല്ല ആണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കസ്റ്റമൈസ് ആക്കും. എൻ്റെ ടൈം ഞാൻ നിങ്ങളുടെ എല്ലാവരും ഒരു അവൈലബിലിറ്റി നോക്കിയിട്ട് അതനുസരിച്ച് ഞാൻ കസ്റ്റമൈസ് ആക്കും. ഞാനിപ്പോൾ നിങ്ങളോട് പറയാണ്, ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ GCC ടൈം 10 മണി മുതൽ ദുബായ് ടൈം 10 മണി മുതൽ 12:30 വരെയാണ്, അല്ലെങ്കിൽ 11:30 വരെയാണ് നമ്മളുടെ ക്ലാസ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇപ്പം അത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ആ സമയത്താവുമ്പോൾ അത് നടക്കാറില്ല. ഇത് ഇപ്പോൾ സാന്ദർഭികം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സാറേ ഞങ്ങൾക്ക് വരില്ല, സാറേ ഞങ്ങൾക്ക് റെക്കോർഡിംഗ് തന്നാൽ മതി, സാറേ ഞങ്ങൾക്ക് അങ്ങനെ പറ്റില്ല. പക്ഷെ എല്ലാത്തിലും എനിക്കൊരു 2-3 കുട്ടികളൊന്നുണ്ടാവും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ട്. എൻ്റെ ഒരു ബാച്ച് എന്റർപ്രൈസിനകത്ത്, CC എന്റർപ്രൈസിനകത്ത് അൻസാർ എന്ന് പറഞ്ഞൊരു പയ്യുണ്ട്, അജീഷ് ചന്ദ്ര എന്ന് പറഞ്ഞൊരു പയ്യുണ്ട്, അജീഷ് ചന്ദ്ര. ഇവർ രണ്ടുപേരെന്ന് പറഞ്ഞാൽ വളരെ ആക്യുറേറ്റ് ആയിട്ട് പങ്കെടുക്കുന്ന ആൾക്കാരാണ്. അതുപോലെ നബീൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, നബീൽ. ഇവരൊക്കെ ഇവിടെ ദുബായിലുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മാക്സിമം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഈ 2 ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിട്ട് എന്ത് ചെയ്യും, ബാക്കിയുള്ളവർക്ക് റെക്കോർഡിങ്സ് ഫോർവേഡ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിൻ്റെത്. അത് നിങ്ങളുടെ കൂടെ ഇത് മാനിച്ചിട്ടാണ് ചെയ്യുക, എൻ്റെത് മാത്രമല്ല. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ ക്ലാസ്സിന്റെ മിനിമം ടൈം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറാണ്. ഞാൻ ആദ്യം 1.5 മണിക്കൂറാണ് ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിരുന്നത്. പക്ഷേ CC സെക്യൂരിറ്റി ആയതുകൊണ്ട് ഞാൻ മിനിമം 2 മണിക്കൂർ അത് ആവശ്യമാണ്. കാരണം വെച്ചാൽ സെക്യൂരിറ്റി ആയതുകൊണ്ട് RMSനെ പോലെ അത്ര പെട്ടെന്ന് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് 2 മണിക്കൂർ ആണ് ഉണ്ടാവുക. ചിലപ്പോൾ അത് 3 മണിക്കൂർ ഉണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ നമ്മളെ പിള്ളേര്. എടാ മുസമ്മിലെ, നമ്മളെ കഴിഞ്ഞ ക്ലാസ് എന്നാ സ്റ്റാർട്ട് ചെയ്ത്, എത്ര ടൈമിനാണ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്? നാട്ടിലൊരു 11 മണി. നാട്ടിലെ 11 മണിക്ക്. എപ്പോഴാണ് അവസാനിച്ചേ? ഓൾമോസ്റ്റ് 3 o'clock ആയിരുന്നു. അങ്ങനെയാണ്, ഓൾമോസ്റ്റ് 3 o'clock. നാട്ടിലെ 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് 3 o'clock ആയിരിക്കണം അന്ന് ക്ലാസ് അവസാനിച്ചപ്പോൾ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നല്ല സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കും തന്നെ ക്ലാസ് എടുക്കാൻ വളരെ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒരുങ്ങിയിട്ട് വരാം. ഞാൻ പറയല്ലോ, നിങ്ങളുടെ ഡെഡിക്കേഷൻ ആണ്. നിങ്ങളുടെ ഡെഡിക്കേഷൻ ഉണ്ടോ, ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഡെഡിക്കേഷൻ ഇല്ല, ഞാൻ എൻ്റെ പാട്ട് തീർത്തു പോകും. ഞാൻ അത് ആദ്യമേ പറയാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ക്യാഷ് കൊടുക്കുന്നതാണ്, കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആണെങ്കിൽ പോലും എനിക്കുണ്ട് എൻ്റെതായിട്ടുള്ള ഒരു ഡിമാൻഡ്. ഞാനത് ഓപ്പണായിട്ട് പറയില്ല, നിങ്ങളുടെ നന്മക്ക് വേണ്ടിയിട്ട് പറയാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല. കാരണം നിങ്ങളിത് പഠിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ആവണം. വെറുതെ നിങ്ങൾ പഠിച്ചിട്ടൊന്നും എന്താ പറയുക ഇത്രയും പൈസ ചെലവാക്കിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ളത്. ക്ലാസ്സിന്റെ രീതി അങ്ങനെ ഉണ്ടാവുക. അപ്പം മിനിമം 2 മണിക്കൂർ എന്തായാലും CC സെക്യൂരിറ്റി ക്ലാസ് ഉണ്ടാവും. അത് പിന്നെ ഡിപ്പെൻസ്. ചിലപ്പോൾ നമ്മൾ ലാബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രബിൾ ആവും, നമ്മൾ ലോക്കിൽ പെടും. ചിലപ്പോൾ ട്രബിൾ ഷൂട്ട് ചെയ്യേണ്ടി വരും. നമ്മൾ ട്രബിൾ ഷൂട്ട് ചെയ്തിട്ടേ വിടുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ക്ലാസ്സിന്റെ രീതികൾ. അല്ലാണ്ട് നമുക്കൊരു കറക്റ്റ് ഇന്ന മാതിരിക്കാവും എന്നുള്ളത് ഞാനത് പറഞ്ഞാൽ പോലും അത് പ്രാവർത്തികമാവും എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ ആയിട്ടില്ല. കാരണം പിള്ളേരെ ഭാഗത്തുനിന്ന് ചിലപ്പം അവർക്ക് എന്താ പറയുക കൂടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? കറക്റ്റ് ആണോ? മനസ്സിലായി. കാരണം ഞാൻ ചോദിച്ചെന്ന് വെച്ചാല് സാറ്റർഡേയും എനിക്ക് ഡ്യൂട്ടി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ. അധികം ഞങ്ങൾ നൈറ്റാണ് വെക്കാറ്. അധികം നൈറ്റ് ഒക്കെയാണ് നമ്മൾ ക്ലാസ് ഉണ്ടാവാറ്. വളരെ റയറാണ് പകല്. പക്ഷെ ഇപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ എന്റർപ്രൈസിന്റെ ബാച്ചും ഉണ്ട്, എനിക്ക് ഇപ്പൊ സെക്യൂരിറ്റി ഉണ്ട്. പിന്നെ ഇനിയിപ്പോ ഒരു വയർലെസിന്റെവും ഇപ്പൊ ചെറുതായിട്ട് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കൂടെ ആയപ്പോ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഷെഡ്യൂൾ. അപ്പൊ നിങ്ങളുടെ ബാച്ച് ഇപ്പൊ ഞാൻ പൊതുവെ ഷെഡ്യൂൾ ചെയ്യുന്നത് പകലായിരിക്കും. സാറ്റർഡേ പകലായിരിക്കും, സൺഡേ പകലായിരിക്കും. ഇപ്പൊ സൺഡേ പകലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് ടൈം ആണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 10 മണിയായിരിക്കും എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക. ആ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു മണി വരെ എന്തായാലും മിക്കവാറും അത് അങ്ങനെ പോകും. അല്ലെങ്കിൽ 12 മണി വരെ എന്തായാലും പോകും. അത് ഉറപ്പാണ്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ക്ലാസിന്റെ രീതികൾ. ഇനി വേറെ ആർക്കാണ് എന്താണുള്ളത്? ലാബിന്റെ ആക്സസ് എങ്ങനെയാണ്? ലാബ് എങ്ങനെ നമ്മൾ ചെയ്യും? ലാബ് നമുക്ക് ഫിസിക്കൽ റാക്ക് ഉണ്ട്.
ഓക്കെ, നമുക്ക് ഓക്കെ, എന്റെ സ്ക്രീൻ ഷെയറിംഗ് ആണോ നിങ്ങൾക്ക്? അതെ കാണാം. ഓക്കെ, ലാബിന്റെ ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ റാക്ക് ഉണ്ട്. നമുക്ക് എന്റർപ്രൈസിനും ഫിസിക്കൽ റാക്ക് ഉണ്ട്, നമുക്ക് സെക്യൂരിറ്റിക്കും ഫിസിക്കൽ റാക്ക് ഉണ്ട്. ആ ഫിസിക്കൽ റാക്ക് നിങ്ങളുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമ്മളൊരു എക്സൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യും. ആ എക്സൽ ഷീറ്റിൽ നിങ്ങൾക്ക് ടൈം സ്ലോട്ട് ഉണ്ടാവും. ആ ടൈം സ്ലോട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഇപ്പോ എന്താ പറയാ, മുസമ്മിൽ ആദ്യം എന്ത് ചെയ്തു, ബുക്ക് ചെയ്തു. മുസമ്മിൽ ബുക്ക് ചെയ്തു രാവിലെ 7 to നിങ്ങൾക്ക് 2 മണിക്കൂറാണ് ഫസ്റ്റ് സെഷൻ നിങ്ങൾക്ക് തരുള്ളൂ. ഇനീഷ്യലി നിങ്ങൾക്ക് CCI സെക്യൂരിറ്റിന്റെ ലാബിന്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്, അല്ലാണ്ട് ബേസിക് ലാബിന്റെ കാര്യമില്ല. CCI സെക്യൂരിറ്റിന്റെ ലാബ് മാത്രമാണ്. അപ്പോ ഫസ്റ്റ് നിങ്ങൾക്ക് 2 മണിക്കൂറേ ലാബിന്റെ സെഷൻ തരുള്ളൂ. ആ 2 മണിക്കൂർ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. അത് സ്ലോട്ട് അവൈലബിലിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ എക്സൽ ഷീറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സൽ ഷീറ്റ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് കോർഡിനേറ്റർ, ഇൻഫോ ക്യാമ്പസിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള മൃദുല എന്ന് പറഞ്ഞ പിന്നെ കോർഡിനേറ്റർ ഉണ്ട്. അവരായിരിക്കും എന്താ ചെയ്യുക, നിങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് തരിക. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എക്സൽ ഷീറ്റിനകത്ത് അവൈലബിലിറ്റി കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് നാളേക്ക് വേണമെങ്കിൽ ഇന്ന് നിങ്ങൾ ബുക്ക് ചെയ്യണം, ഇന്ന് നിങ്ങൾ അതിനകത്ത് മെൻഷൻ ചെയ്യണം. അപ്പൊ ആ ടൈമിൽ പിന്നെ മറ്റുള്ളവർ ആരും എടുക്കാൻ പാടില്ല. എനിക്ക് ആ ടൈം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചെടുക്കുക എന്നല്ലാണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിനെന്ത് ചെയ്യൂല, സപ്പോർട്ട് ചെയ്യൂല. ഒരാൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈം ആ ആൾക്ക് എടുക്കുക. പിന്നെ ആ ആൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ മറ്റാൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് അവർ തമ്മിൽ തീരുമാനിക്കുക. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്ത് നിന്ന് അതിന് സപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ 2 മണിക്കൂറാണ് നിങ്ങൾക്ക് ഇനീഷ്യലി ഉണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് സെഷൻ പെർ ഡേ 2 മണിക്കൂർ, പെർ ഡേ 2 മണിക്കൂർ ഉണ്ടാവും. ഇനി അതല്ല ഞാൻ പറയാം പെർ ഡേ നിങ്ങൾക്ക് 2 മണിക്കൂർ ഉണ്ടാവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളൊരു കാര്യം ചിന്തിച്ചാൽ മതി, ടോട്ടൽ നമുക്ക് 24 hours ആണുള്ളത്, അല്ലേ? 12 ആൾക്കാർ 2 മണിക്കൂർ വെച്ചെടുത്താൽ എത്രയായി? അത് തീർന്നില്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും എത്തണം, ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെഷൻ കൂടുന്നതിനനുസരിച്ച് ഈ ഹവേഴ്സ് കൂട്ടിത്തരും. അപ്പൊ ഇപ്പൊ നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 2.1 മുതലാണ്. അപ്പൊ എന്തുകൊണ്ട് 1.1 മുതൽ സ്റ്റാർട്ട് ചെയ്യൂല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലാബ് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞുതരാം. അപ്പൊ 2.1 മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 2.1, 2.2, 2.3 ഇങ്ങനെ നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ 2.5 വരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇതിന് നിങ്ങൾക്ക് 2 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റും. 2 മണിക്കൂർ വേണ്ട, അതിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. കാരണം എന്താ, ഇനീഷ്യൽ കോൺഫിഗറേഷൻ അതിനകത്തുണ്ട്. പിന്നെ സൊല്യൂഷൻ നോക്കി അടിച്ച് കയറ്റാനേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ, അത് കുറെയൊക്കെ നിങ്ങൾ കാണാപ്പാടം പഠിക്കും. കാണാപ്പാടം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമാൻഡ്സ്, അല്ലാണ്ട് ടെക്നോളജി എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കും. അപ്പോൾ നിങ്ങൾ അത് അടിച്ച് കയറ്റും. കാരണം വെച്ചാൽ നിങ്ങൾ ഈ 2 മണിക്കൂറിന്റെ സെഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, 1 മണിക്കൂർ ആക്കണം. 6 മണിക്കൂറിന്റെ ലാബ് നിങ്ങൾ എന്താക്കണം, 3 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന രീതിയിലാവണം. അപ്പൊ നിങ്ങൾക്ക് 2 മണിക്കൂറേ നിങ്ങൾക്ക് ഫസ്റ്റ് സെഷൻ തരുള്ളൂ. പിന്നെ ഓരോ സെഷൻ കൂടുന്തോറും അതനുസരിച്ച് നിങ്ങൾക്ക് ടൈം ഷെഡ്യൂൾ കൂട്ടിത്തരും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ലാബ് കിട്ടാത്തൊരു ആക്സസ്, അങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ലാബ് ആക്സസ് ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിസോഴ്സ് അതിനനുസരിച്ച് കൂട്ടും ചെയ്യും. നമുക്ക് റിസോഴ്സ് ഇല്ലാത്ത പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് CCI എന്റർപ്രൈസ് ചെയ്ത ആൾക്കാരുണ്ട്, അവരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അവർക്കൊക്കെ ഒരു ലാബ് ഒന്നിച്ച് കൊടുക്കലായിരുന്നു. ഒരു CCI എന്റർപ്രൈസിന്റെ ലാബ് ഓരോരുത്തർക്ക് അവരുടെ ഇഷ്ടാനുസരണം ആക്സസിന് വേണ്ടിയിട്ട് ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സെക്യൂരിറ്റി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് അറിയാലോ, ഇൻഫ്ര അത്രയും കോസ്റ്റ്ലി ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ പക്ഷെ നിങ്ങൾക്ക് ലാബിന്റെ അവൈലബിലിറ്റി ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ട് വരില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഒരു 16 GB ലാപ്ടോപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് ഹാപ്പി ആവാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ട്രാഫിക് പാത്ത് മനസ്സിലായി കഴിഞ്ഞാൽ ഈ 2 മണിക്കൂർ കഴിഞ്ഞാലും നിങ്ങളുടെ ഇതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ? നിങ്ങൾക്ക് പിന്നെ ഹൈ എൻഡ് കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ബേസിക് ഇപ്പൊ ASന്റെ ഫെയിൽ ഓവർ, അതൊക്കെയാണ് ഇപ്പൊ ഇതിനകത്ത് അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നത്. ഫെയിൽ ഓവർ അതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ലാപ്പിൽ ചെയ്യാൻ പറ്റും. അതിനകത്ത് നമുക്ക് 2 AS ഇട്ട് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായി, നിങ്ങൾക്ക് പ്രാക്ടീസ് നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഫുള്ള് ലാബ് ചെയ്യാനുള്ള സിസ്റ്റം റിക്വയർമെന്റ് എങ്ങനെയാണ്? ഫുള്ള് ലാബ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് 2 രീതിയിലാണ് നമുക്ക് റിക്വയർമെന്റ് വേണ്ടത്. ഒന്ന്, ഇതിന്റെ ഇമേജ് വരുന്നത് ഒന്ന് HR ഇമേജും ഒന്ന് LR ഇമേജ് എന്ന് പറഞ്ഞിട്ടാണ് ഈ സൊല്യൂഷൻ കൊടുക്കുന്ന ആളുകൾ തരുന്നത്. ക്ലിയർ? ഈ LR ഇമേജിന് നിങ്ങൾക്ക് വേണ്ടത് ഒരു 64 GB റാമും ആണ്. HR ഇമേജ് ആണെന്നുണ്ടെങ്കിൽ 256ന്റെ മേലെ വേണം. HR ഇമേജിന് മാത്രം. പ്ലസ് ഇതിനകത്ത് എന്ത് വേണം, നമുക്ക് DNAC IC കാര്യങ്ങളൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാണ്ടായതുകൊണ്ട് നമുക്ക് ഇതിൽക്ക് 400 GB മേലുള്ള സെർവർ വേണം. അതുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ആക്സസ് തരുന്നത് ഈ HR ഇമേജ് ആണ്.
ഇതിനകത്ത് കുറെ വിർച്വലും കുറെ ഫിസിക്കലുമാണ്. പക്ഷെ എല്ലാവരും ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ 64 GB ലാപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ 100 നിങ്ങൾക്ക് പെർഫെക്റ്റ് ആണ്. പക്ഷെ നിങ്ങൾക്ക് എന്താ പറയാ ഒരു 16 GB ഉള്ളൂ. ഇനിയിപ്പോ നിങ്ങളെ കയ്യിൽ ഇതിനെല്ലാം കൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. ഈ 16 GB മതി. നിങ്ങൾക്ക് AS ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാം. കമാൻഡുകളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് റൂട്ട് ചെയ്യാം. നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല. സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയാണ്? സ്റ്റോറേജ് കപ്പാസിറ്റി നിങ്ങൾക്ക് ഒരു 1 TB ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റ്. 500 ആണ് 512 ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് വേറെ ഫയലുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. 512 ആണെന്നുണ്ടെങ്കിലും വളരെ ഓക്കെയാണ്. പക്ഷെ 1 TB ആണെന്നുണ്ടെങ്കിൽ ഒരു SSD ഉണ്ട്, NVMe ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ പക്കയാണ്. പക്ഷെ നിങ്ങൾക്ക് അത് വേണ്ടി വരും. ആസ് എ നെറ്റ്വർക്ക് എഞ്ചിനീയർ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് എപ്പോഴും ഒരു ലാപ്ടോപ്പും ഒരു നല്ല കോൺഫിഗറേഷൻ ഉള്ള ഒരു ലാപ്ടോപ്പ്, എൻ്റെ ലാപ്ടോപ്പ് 32 GB ആണ്. അത് ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ്, ഞാൻ ഓരോ സൈറ്റിലേക്ക് നമുക്ക് ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഞാൻ അതിനകത്ത് സിമുലേറ്റ് ചെയ്തിട്ട് ഒന്ന് ഓക്കെ ആയിട്ടാണ് ഫെമിലിയർ ആയിട്ടാണ് ഞാൻ സൈറ്റിൽ പോയിട്ട് അത് കോൺഫിഗർ ചെയ്യുക, അല്ലെങ്കിൽ റിമോട്ടിൽ കോൺഫിഗർ ചെയ്യുക. എന്ന് പറഞ്ഞ പോലെ തന്നെ അത് ചില കമ്പനിയായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കമ്പനി ഒന്നും തരുന്നില്ല, നമ്മുടെ പേഴ്സണലി എടുത്ത് ചെയ്യുന്നതെന്ന് മാത്രം. അപ്പൊ നിങ്ങൾ ഈ ഒരു റിക്വയർമെന്റ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, മീൻസ് ഇത്രയും ഒരു കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും നിങ്ങൾക്ക്. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ASA ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ലാബൊക്കെ തരുന്ന സമയത്ത് അപ്പോഴും നിങ്ങൾക്ക് റാക്ക് ആക്സസ് ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ നിങ്ങളുടെ പേഴ്സണലായിട്ട് നിങ്ങൾ ഒരു ലാപ്പ് കാണും. നിങ്ങൾക്ക് ഇത് ഒരു എന്താ പറയാ ഒരു പേഴ്സണൽ ലാപ്ടോപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. നമുക്കൊരു സെർവർ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ സെർവറിന് നിങ്ങൾക്ക് ഇതേപോലെ ടൈം സ്ലോട്ട് വെച്ചിട്ട് ആക്സസ് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്ക് ഫുൾ ടൈം 24 hours നിങ്ങൾക്ക് ലാബ് ആക്സസ് ഒരിക്കലും തരില്ല. 24 hours ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്നുണ്ട്, പക്ഷെ ഒരു സ്റ്റുഡൻസിന് എന്നുള്ള നിലക്ക് തരാൻ കഴിയൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധിക്കൂല, അത് പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് ഒരു സെർവർ ഉണ്ടാവും. ആ സെർവർ നിങ്ങൾക്ക് ലോക്കൽ ലാബ് ചെയ്യാൻ വേണ്ടിയിട്ട്, മീൻസ് ടോപ്പിക് വൈസ് ലാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെർവർ നിങ്ങൾക്ക് ആക്സസ് തരും. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടൈം സ്ലോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് പിന്നെന്താ പറയാ ആ രീതിയിൽ. അപ്പൊ നിങ്ങൾക്ക് നമ്മളൊരു ഡേയ്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു വീക്കെൻഡിലൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതൽ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇരുന്ന് ചെയ്യാം. ഫുൾ ലാബിലോട്ട് പോകുന്നതിന് മുമ്പ് ഇപ്പൊ ഓരോ ടോപ്പിക് വൈസ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം അത് പ്രാക്ടീസ് ചെയ്യാനും നമ്മൾ ഇതുപോലെ ടൈം ഷെഡ്യൂൾ ആണോ? അതായത് പെർ ഡേ 2 hours അങ്ങനെ തന്നെയാണോ? അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആണ് എന്ന് പറയും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കറിയില്ല നിങ്ങൾ എത്ര പേര് ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നുള്ളത്, മനസ്സിലായി? ഇത് കൂടാതെ വേറെ ഒരു ബാച്ച് ഉണ്ട്. അപ്പോ നമ്മൾ എന്തുകൊണ്ടാണ് അത് ഞാനിപ്പോ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു AS കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 32 GB അസൈൻ ചെയ്ത് തന്നാൽ മതി. നമ്മുടെ അടുത്ത് 400 GB 750 GB സെർവർ ഉണ്ട്. അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഓരോരുത്തർക്ക് ഒരു 32 GB വെച്ചിട്ട് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, അത് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ എങ്കിൽ പോലും എന്താ പറയാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? ഈ പിള്ളേര് നമ്മളിതാണ്ട് കൊടുക്കും. ഇപ്പൊ ഉണ്ടായൊരു സംഭവമാണ്, നമ്മളിത് കൊടുക്കും, ഇവന്മാരിത് ആക്സസ് ചെയ്യൂല, ഇവന്മാരിത് ചെയ്യൂല, ഇത് അങ്ങനെ കിടക്കും. ഇത് പവർ ഓൺ ആയിട്ട് അവിടെ കിടക്കും. ഇതവിടെ പവർ ഓൺ ആയിട്ട് കിടക്കും, ഇതൊട്ട് ആക്സസ് ചെയ്യൂല. ഇവര് ലാബ് ഒന്നും ചെയ്യൂല ഇതിനകത്ത്. ഇത് ഞാൻ നിങ്ങളെ പറ്റിയിട്ടല്ല പറഞ്ഞത്, ഇവിടെ നടന്നു പോയ സംഭവങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ലോഗിൻ ചെക്ക് ചെയ്തൂടെ? അതായത് എന്നാണ് ലാസ്റ്റ് ലോഗിൻ ചെയ്തെന്നുള്ള സെർവറിൽ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ പിന്നെ സോഴ്സിനകത്ത് അത് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് നേരെ മറിച്ച് ഞങ്ങൾ ആഴ്ചയിൽ 3 ദിവസം നിങ്ങൾക്കാണ്ട് തരികയാണ്. ആഴ്ചയിൽ 3 ദിവസം നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്സസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ നമ്മൾ 24/7 നമ്മൾ കൊടുത്തെന്ന് വിചാരിക്കുക, ഇത് വേണ്ട രീതിയിൽ ഇത് ഉപയോഗിക്കില്ല. നിങ്ങൾ ഉപയോഗിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്സസ് തരും. ഇപ്പൊ ഈ ബാച്ചിൽ ഇരിക്കുന്ന ഈ പിള്ളേർ എല്ലാവരും ഇത് ഉപയോഗിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 100% ഗ്യാരണ്ടി തരാം, നിങ്ങൾക്ക് ഞാൻ ആക്സസ് തരും, ലാബിൽ ഞാൻ ആക്സസ് തരും. പക്ഷെ നിങ്ങൾ ചെയ്യണം. അല്ല നിങ്ങൾ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയാ നമുക്ക് അതിൽ കാര്യമില്ല. കാരണം എന്താ പറയാ, വെറുതെ പവർ വേസ്റ്റ് ആക്കിയിട്ട് എന്താ കാര്യം? അത്ര എഫേർട്ട് എടുക്കാതെ എന്തായാലും കിട്ടൂല. അപ്പം അങ്ങനെ എഫേർട്ട് എടുക്കാൻ താല്പര്യമുള്ള ആളുകളെ മാത്രം ജോയിൻ ചെയ്യുന്നത് നല്ലതും ആണ്. അതൊക്കെ ശരിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റാർട്ടിങ് എല്ലാവരും സാറേ ഞങ്ങൾ അങ്ങനെ ചെയ്യും, സാറേ ഞങ്ങൾ ഇങ്ങനെ ചെയ്യും. ഇതൊക്കെ ഞാനിപ്പോ ഇങ്ങനെ ഒരു 10 വർഷമായിട്ട് 14 വർഷമായിട്ട് 12 വർഷമായിട്ട് ഞാൻ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ടാണ് എന്റെ എക്സ്പീരിയൻസ് ആണ് എന്നെങ്ങനെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളിൽ കസ്റ്റമൈസേഷൻ വരുത്തുന്നത്. മുന്നേ നമ്മൾ ഇതൊക്കെ ഇതേ ഫുള്ള് എല്ലാവർക്കും ലാവിഷായി കൊടുത്തിരുന്നു. പക്ഷെ അതൊന്നും വേണ്ട രീതിയിൽ റിസോഴ്സ് ഉപയോഗിക്കൂല്ല. എന്നാലോ നമുക്കിട്ടത് പിന്നെ ബാൻ ചെയ്യാൻ അത് പറ്റൂല. കാരണം നമ്മൾ നിങ്ങളുടെ അടുത്ത് എന്താണോ കമ്മിറ്റഡ് ആക്കുന്നത് അതാണ് നിങ്ങളുടെ
നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുന്നത്. പിന്നെ അതിന്റെ പേരിലാണ് ക്വസ്റ്റ്യൻസ്. അപ്പൊ അതുണ്ടാവാൻ പാടില്ല. കാരണം ഞാനാണ് ഒരു ബാച്ച് ഷെഡ്യൂൾ ചെയ്തെങ്കിൽ നീ എന്തിനത് പറഞ്ഞതെന്നുള്ളത് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളെ ഞാൻ പറയാം. അതായത് അത് ചെയ്യണം. നിങ്ങൾക്ക് ലാബ് ആക്സസ് ഒന്നും നിങ്ങൾ ചെയ്തിരിക്കണം. ഇപ്പൊ നമ്മള് എന്താ പറയാ ഷെഡ്യൂൾ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും പക്കയാണ്, കറക്റ്റ് ആയിട്ട് ചെയ്യും. കാരണം എന്താ, അവർക്ക് ആ ടൈമിലേ കിട്ടുള്ളൂ. ആ ടൈം നമ്മളല്ല അവരോട് പറഞ്ഞത്. ഇപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് ഒരിക്കലും പറഞ്ഞില്ല ഇദ്ദേഹം എന്നും ഉച്ചക്ക് 2 മണി മുതൽ 3 മണി വരെ എടുത്താൽ മതി എന്ന് ഞാൻ പറയില്ല. താങ്കളാണ് തീരുമാനിക്കുന്നത് താങ്കൾക്ക് ആക്സസ് വേണമെന്നുള്ളത്, അല്ലെ? അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ താങ്കൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവും. മറ്റെന്താ വെച്ചാൽ താങ്കൾക്ക് എപ്പോഴും ഒരു ലാബിന് ആക്സസ് തന്നു കഴിഞ്ഞാൽ താങ്കൾ എന്താ ചിന്തിക്കുക, അത് അവിടെ ഉണ്ടല്ലോ, ഞാൻ പോയി വന്നിട്ടും എനിക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാവും. ഈ സമയത്ത് മറ്റുള്ളവർക്ക് ചെയ്യാനും പറ്റില്ല. താങ്കൾ എപ്പോൾ അതിനകത്ത് കയറുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട്. ഇതൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾക്ക് ലാബ് ആക്സസ് കിട്ടിയില്ല. അപ്പൊ അതുണ്ടാവാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഷെഡ്യൂൾസ് എല്ലാം ആക്യുറേറ്റ് ആയിരിക്കണം. ഷെഡ്യൂൾസ് എല്ലാം ഓക്കെ ആയിരിക്കണം. പിന്നെ നിങ്ങളുടെ കോർപ്പറേഷൻ, നിങ്ങൾ വൺസ് CCI, ഞാൻ എപ്പോഴും എന്റെ CCI ബാച്ചിന്റെ അടുത്ത് പറയുന്നതാണ്, നിങ്ങളൊരു ഫാമിലി പോലെ ആയിരിക്കണം. നിങ്ങൾ തമ്മിൽ വളരെയധികം കോർഡിനേറ്റ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലാണ്ട് ആരും കാരണം CCI എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇൻഡിവിജ്വൽ സ്റ്റഡി അല്ല. ഇൻഡിവിജ്വൽ സ്റ്റഡി ആയി കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അപ്ഡേറ്റ് തരില്ല. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, ഞാൻ നിങ്ങളെ കാര്യമല്ല, വേറെ ഒരു 10 ആൾക്കാരെ പിടിച്ചിട്ട് ഞാനൊരു ബാച്ച് ഉണ്ടാക്കി. ആ ബാച്ചിൽ ഈ 10 ആൾക്കാർ 10 മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാന്ന് വിചാരിച്ചോളി. 10 ആൾക്കാരും എക്സാം ബുക്ക് ചെയ്തു. ചിലപ്പം 9ാമത്തെ ആൾക്ക് പിന്നെ എക്സാം എഴുതേണ്ട ഡേറ്റിന്റെ തലേ ദിവസമായിരിക്കും 8ാമത്തെ ആൾ എഴുതിയിട്ടുണ്ടാവുക. അവനക്ക് വന്നിട്ടുണ്ടാവുക പുതിയ ലാബായിരിക്കും. പക്ഷെ അവൻ മിണ്ടൂല. അവൻ പറയും എനിക്ക് പഴയ ലാബ് തന്നെ വന്നത്, പക്ഷെ എന്താന്ന് അറിയില്ല, എനിക്കതിൽ എന്തോ പറ്റി കിട്ടിയില്ല എന്ന് പറയും. പക്ഷെ 9ാമത്തെ ആള് പോയി എന്തായി, അത് ഫെയിലായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ 10ാമത്തെ ആൾ ഒരാഴ്ച മുന്നേ എഴുതിയിട്ടുണ്ടാവും. 15ാമത്തെ ആൾ അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടേക്കാരം എഴുതുന്നത്. അവനക്ക് വേണമെങ്കിൽ വല്ല മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൊടുത്തുകൊണ്ട് എക്സാം പോസ്റ്റ് പോൺ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും. പക്ഷെ അവൻ മിണ്ടൂല. അവൻ പറയുന്നത് ഏയ് കുഴപ്പമൊന്നുമില്ല, ഉഷാറാണ്, ഒരു പ്രശ്നമില്ല, ധൈര്യമായിട്ട് പോയി എഴുതിക്കും, ഞാൻ തോറ്റത് നോക്കണ്ടടാന്ന് പറയും. നീ പോയി എഴുതിക്കോന്ന് പറയും, ഞാൻ തോറ്റത് നീ നോക്കണ്ട. അത് അങ്ങനെ ഒരു വിഭാഗം ഉണ്ട്. വേറൊരു വിഭാഗം ഉണ്ട്, എന്ത്, അവരെ എക്സാം അവരെന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് മാറ്റി വെക്കും, എന്നിട്ട് മറ്റുള്ളവനെ കൊണ്ട് എഴുതിപ്പിക്കാനും നോക്കും. പറഞ്ഞ മനസ്സിലായ? മറ്റുള്ളവനെ കൊണ്ട് എഴുതിപ്പിക്കാൻ നോക്കും. എന്നിട്ട് ഓനെ എഴുതി പാസ്സാവുന്നുണ്ട്, ആ സൊല്യൂഷൻ കറക്റ്റ് ആണോ, ഓനെ എഴുതിയിട്ട് പാസ്സായോ, എന്നാൽ എനിക്കും ബുക്ക് ചെയ്യാം. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോ ഇതിനൊക്കെ ഏറ്റവും നല്ല എന്താണ്, ഒരു ഫാമിലിനെ പോലെ വർക്ക് ചെയ്യലാണ്, ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് വർക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഒരു 80% ചാൻസ് ഇല്ല. അങ്ങനെ ആരും ചെയ്യൂല. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ഞാനും ജയിക്കട്ടെ, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ മറ്റവനെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം, അങ്ങനെ ഉള്ളൊരു മൈൻഡ് വരും. മറ്റേ ഇൻഡിവിജ്വൽ ആകുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കാരണം ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വളരെ കോർഡിനേറ്റ് ആയിട്ട്, നിങ്ങൾ വളരെ കോപ്പറേഷനോടുകൂടെ നിങ്ങൾ എന്തായിരിക്കണം, നിങ്ങളൊരു ഡെഡിക്കേഷൻ വെച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 100% നിങ്ങൾക്ക് CCI സെക്യൂരിറ്റി കിട്ടും. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചെയ്താലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇതല്ലാതെ നിങ്ങൾ ഏത് രീതിക്ക് ചിന്തിച്ചോളൂ, നിങ്ങൾക്ക് നല്ല ഒരാൾക്കും CCI സെക്യൂരിറ്റി സർട്ടിഫൈഡ് ആവാൻ പറ്റില്ല. കാരണം ക്യാഷ് അല്ല മുഖ്യം. ക്യാഷ് ഒന്ന് കിട്ടൽ വളരെ എളുപ്പമാണ്. ഒന്നെങ്കിൽ പിന്നെ അനിൽ ബാലചന്ദ്രൻ പറഞ്ഞ മാതിരിക്ക് മായയുടെ വള ഊരിയിട്ട് എന്ത് ചെയ്യുക, മായ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യ, എനിക്കൊരു കടം വരുമ്പോൾ മായയുടെ വള ഊരാം എന്ന് പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ ഭാര്യയുടെ വള ഊരാം, അല്ലെങ്കിൽ നമ്മുടെ കാറ് വിൽക്കാം, അല്ലെങ്കിൽ ഒരു ലോണ് ഇതാക്കാം. ഇതൊന്നും വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പൊ ക്യാഷ് ഇവിടെ സെക്കൻഡറി ആണ്. ഞാൻ വീണ്ടും പറയാണ്, ക്യാഷ് സെക്കൻഡറി ആണ്. ഇവിടെ പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ ഡെഡിക്കേഷൻ ആണ്. ആര് ഡെഡിക്കേറ്റ് ചെയ്യുന്നോ അവർക്ക് കിട്ടും. ആര് ക്യാഷ് ചെലവാക്കുന്നോ അവർക്ക് കിട്ടും എന്ന് ഞാൻ പറയില്ല, അത് സെക്കൻഡറി ആണ്. ആര് ഡെഡിക്കേറ്റ് ചെയ്യുന്നോ അവർക്ക് കിട്ടും. അത് നിങ്ങൾക്കുണ്ടോ, നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഇല്ലേ, നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പൈസ ചെലവാക്കരുത്. അതെന്റെ ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ പൈസ ചെലവാക്കരുത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് ജോയിൻ ചെയ്യുക. പിന്നെ അല്ല എന്നുണ്ടെങ്കിൽ 2 രീതിയിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. CCI വരെയുള്ള നോളജ് ഉണ്ടാക്കാം, എന്നിട്ട് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും സ്വാഗതാർഹമാണ്. അല്ല CCI സർട്ടിഫൈഡ് ആവണമെന്നുള്ളവർക്കും സ്വാഗതാർഹമാണ്. ഡെഡിക്കേഷൻ രണ്ടിനും മസ്റ്റാണ്. ഈ 2 രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാം. ഇതല്ലാത്തൊരു രീതി നിങ്ങൾക്ക് ഷെയർ ചെയ്യാനില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണുള്ളത്. ഇനി വേറെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അറിയിക്കാം. പിന്നെ ടെക്നോളജി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിന്റെ ടെക്നോളജി ലിസ്റ്റ് ഒന്നും ഞാൻ പറയുന്നില്ല, എന്തെല്ലാം പഠിക്കുമെന്നൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ആവശ്യത്തിലേറുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കും. അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇതിനകത്ത് പഠിപ്പിക്കൂല. ചോദിക്കും.
ഇപ്പൊ നമ്മൾ കോഴ്സ് കഴിഞ്ഞു. ഇപ്പൊ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ലാബ് ആക്സസ് ഇപ്പം ഇത്ര മാസം വരെ അങ്ങനെ എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ? അത് നമ്മൾ എക്സാം ഇപ്പം ലിമിറ്റേഷൻസ് എന്ന് കുറച്ച് പറഞ്ഞു ഗ്യാപ്പ് കഴിഞ്ഞാല് നമ്മള് ഞാനൊരു കാര്യം പറയാം. ഈ ഇതിന്റെ ഓണർ എന്ന് പറഞ്ഞ റിനീ സാർ എന്ന് പറയും. ഈ ലാബ് കാര്യങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്തുനിന്നാണ്. ഞാൻ പഠിപ്പിക്കുക എന്നുള്ളതും കാര്യങ്ങൾ മാത്രമാണ്. ഇതിന്റെ ലാബ് കാര്യങ്ങൾ കോർഡിനേഷൻ ഒക്കെ അവരാണ് ചെയ്യുന്നത്. എങ്കിൽ പോലും നിങ്ങളൊരാള് ഞാനൊരു കാര്യം പറയാം. എന്റെ സ്റ്റുഡൻസ് തന്നെ അവിടുന്ന് CCI സർട്ടിഫൈഡ് ആയവരുണ്ട്, CCNP സർട്ടിഫൈഡ് ആയ ആൾക്കാരുണ്ട്. ഇവർക്ക് വരെ അവിടെ ഒരു ലാബ് എന്തുണ്ട്, ഒരു റാക്ക്, ഒരു സെർവർ, പിന്നെ പുള്ളി എന്ത് ചെയ്തിട്ടുണ്ട്, ആക്സസ് തന്നിട്ടുണ്ട്. എന്തിന്? അത് വെറുതെ നിങ്ങൾക്ക് വല്ലപ്പോഴും പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള നിലക്ക് വരെ റാക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കളവ് പറയണതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം. അത്രയും സപ്പോർട്ട് ആര് ചെയ്യാറുണ്ട്? ഇതിന്റെ മെയിൻ ആള് റിനി സാർ ചെയ്യാറുണ്ട്. കാരണം പുള്ളി എങ്ങനെങ്കിലും അങ്ങനെയാണ് പുള്ളിയുടെ ഒരു മെത്തേഡ്. അത് നിങ്ങൾക്ക് പുള്ളിനെ പറ്റി അന്വേഷിച്ച് അറിയാൻ കഴിയും. അത്രയും സപ്പോർട്ടീവ് ആയിരിക്കും നിങ്ങൾക്ക് പഠനത്തിന്റെ കാര്യത്തിൽ. നിങ്ങൾ ഓക്കെ ആണോ പുള്ളി സപ്പോർട്ട് ചെയ്യും. മാക്സിമം പുള്ളി നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പറയുന്നത്. നാളെ എനിക്ക് അറിഞ്ഞൂടാ, ഇതുവരെയുള്ള കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ എന്റെ എന്താ പറയാ, എന്റെ ഒരു സുഹൃത്തുണ്ട് അവിടെ പഠിച്ചിരുന്നത്, രഞ്ജിത്ത് എന്ന് പറയും. അവന് ഈ ഇൻസ്റ്റോളേഷന് മീൻസ് അവന്റെ ലൈവിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ സാറെ വിളിച്ച് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഓക്കെ ഞാൻ നിനക്കൊരു പിന്നെ VM ക്രിയേറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞ് പുള്ളി അവനക്കൊരു VM ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിനകത്ത് ഒരു ക്ലയന്റ് PC ഉണ്ടാക്കി കൊടുത്തിട്ട് അവന് ഓഫീസിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് സിമുലേറ്റ് ചെയ്തിട്ട് വന്നിട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ പലപ്പോഴും പല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയാറുണ്ട് അവന് ലാബ് ആക്സസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. അപ്പൊ ഇതൊക്കെ ഉള്ളൊരു കാര്യം നമ്മൾ തള്ളുന്നതല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കണ്ട. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്നല്ല, നിങ്ങളുടെ കോഴ്സ് കഴിയും തോറും നിങ്ങൾക്ക് ലാബ്, ഞാൻ പറയുന്നത് അതാണ്, നിങ്ങൾക്ക് കോഴ്സ് കഴിയും തോറും നിങ്ങൾക്ക് ലാബ് ഉണ്ടാവും. കോഴ്സ് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം. 1 മാസം 2 മാസം വേണമെങ്കിൽ നമുക്ക് ലാബ് ആക്സസ്, നോർമൽ ആക്സസ് വേണമെങ്കിൽ CCI അല്ലാത്ത മറ്റുള്ള ലാബിന് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. അത് വിഷയമുള്ള കാര്യം. ഇപ്പൊ നമുക്ക് റിസോഴ്സ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും 24 hours ആക്സസ് ചെയ്യില്ലല്ലോ, ഒരു 1-2 മണിക്കൂറൊക്കെ അല്ല. അതൊന്നും വിഷയമുള്ള കാര്യം. നമുക്ക് റിസോഴ്സസ് ഉണ്ട്. കാരണം നമുക്കൊരു ഡാറ്റാ സെന്റർ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്കൊരു ഡാറ്റാ സെന്റർ തന്നെ ഉണ്ട്. പുള്ളിയുടെ വീട്ടിൽ ഒരു ഡാറ്റാ സെന്റർ തന്നെ ഉണ്ട്. CCIക്ക് വേണ്ടി ഒരു ഡാറ്റാ സെന്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ വീടിന്റെ മുകളിൽ. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നാട്ടിലുള്ളവരാണെങ്കിൽ. അപ്പൊ അത്രയും സെറ്റപ്പുകളൊക്കെ നമുക്ക് ഉണ്ട് അവിടെ, ഇൻസ്റ്റിറ്റ്യൂട്ടിനുണ്ട്. ഓക്കെ, ലാബിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങൾ ഡെഡിക്കേഷൻ ഉണ്ടായാൽ മതി. പിന്നെ നോട്ട് കാര്യങ്ങളൊന്നും എങ്ങനെ സൊല്യൂഷൻ ഇപ്പൊ സ്റ്റേബിൾ ആണോ? ലാബ് ഇപ്പൊ സ്റ്റേബിൾ ആണോ? സെക്യൂരിറ്റി ടു ബി ഹോണസ്റ്റ് ഇപ്പോ ലാബ് സ്റ്റേബിൾ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെ ആരും പാസ്സായിട്ടില്ല. ഞാൻ അത് വളരെയധികം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആരും പാസ്സായിട്ടില്ല. അപ്പോൾ സ്റ്റേബിൾ ആയിന്ന് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എന്തല്ല, ആരും ഇതായിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോ CCI ലാബ് പെട്ടെന്ന് അതിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചെടുത്തിട്ട് വേണമെങ്കിൽ പെട്ടെന്ന് പോയിട്ട് ലാബ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. ഒരു ബൂട്ട് ക്യാമ്പ് പോലെ നമ്മുടെ ലാബ് പ്രാക്ടീസിന് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാം. നോ പ്രോബ്ലം. അതിനാണ് നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ ഇരിക്കാം. അപ്പോഴും കുറച്ചും കൂടെ കൂടുതൽ ഡെഡിക്കേറ്റ് ചെയ്യണം എന്നുള്ളൂ. കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണല്ലോ നെറ്റ്വർക്കിംഗ്. അത് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ പിന്നെ എന്താ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ടെക്നോളജി പഠിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. അതൊക്കെ നിങ്ങളുടെ ഇതുപോലെ ഇരിക്കും. ടെക്നോളജിന്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ ഞാൻ പറയാം. ഇതിന്റെ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും 6 months എടുക്കും. ടെക്നോളജി കംപ്ലീറ്റ് കവർ ചെയ്ത് വരുമ്പോൾ 6 months എടുക്കും. ഓവറോൾ കോഴ്സിന്റെ ഡ്യൂറേഷൻ കോഴ്സിന്റെ ഡ്യൂറേഷൻ 6 months എന്തായാലും ടെക്നോളജി കവറിങ്ങിന് എടുക്കും. അത് കഴിഞ്ഞിട്ട് സ്റ്റേബിൾ ആവാനുള്ള സാധ്യത 6 മാസത്തിനുള്ളിൽ. അതെ, ലാബ് അതന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ ഒരു ടൈമിൽ ഈ ഒരു ബൂട്ട് ക്യാമ്പ് മീൻസ് ഇങ്ങനെ ഒരു ഇത് വെച്ചത്. എന്തുകൊണ്ട് ഞങ്ങളിത് ഡിസംബറിൽ വെച്ചില്ല, എന്തുകൊണ്ട് ഞങ്ങളിത് ഒക്ടോബറിൽ വെച്ചില്ല? കാരണം നമുക്ക് പിള്ളേരുടെ അടുത്ത് കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇതൊരു റൈറ്റ് ടൈമാണ്. അതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോ വെച്ചത്. ഓക്കെ, വേറെ ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കും. ജംഷീർ ഏകദേശം എന്റെ നാട്ടുകാരനാണ്. ഇല്ല, എനിക്ക് കാര്യം ഡൗട്ടൊന്നുമില്ല. എനിക്ക് എല്ലാം അറിയുന്നതാണ്. ഞാൻ കുറെ കാലമായില്ല, 5-6 വർഷമായി അവരെ പരിചയമുള്ള ആൾക്കാരാണ്.
ആകെയുള്ള ഡൗട്ട് ഞാൻ എവിടെ ഉള്ളതെന്നായിരിക്കും അല്ലേ? അതെ അതെ അതെ. ഞാൻ സാറ് എൻ്റെ നാട്ടിലെവിടെ? വീട് ഞാൻ ഏകദേശം വെട്ടിച്ചിറ കേട്ടിട്ടില്ലേ? ആ അവിടെയാണ്. ശരി. സൂറപ്പിൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എങ്ങനെ മനസ്സിലായി? ഊർപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ എൻ്റെ ഒരു ആന്റീനെ അങ്ങോട്ട് കല്യാണം കഴിച്ചിട്ടുണ്ട്. കൊത്തുപല്ലാറ്. ആ അപ്പോ അത് എന്താ പറയാ, ഏകദേശം നിങ്ങളൊരു നൈബറൊക്കെ ആയിട്ട് വരും. കാരണം ഈ ഇനീഷ്യൽ അതാ എനിക്ക് അറിഞ്ഞൂടാ, അവരെ ഇനീഷ്യൽ അങ്ങനെയാണ് സൂറപ്പിൽ നിന്നാണ്. അതുകൊണ്ടാണ് പറയാൻ കാരണം. അവർക്കൊരു മാർഷൽ ജീപ്പ് ഒക്കെ ഉണ്ടായിരുന്നു പറയാൻ കാരണം. എനിവേ, റഷീദ് മക്കാറ കുന്ന്. ഇതാരാ റഷീദ്? റഷീദ് എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാനാണിപ്പം ലാബിന്റെ ഡൗട്ട് വിഷയം. ഞാൻ അബുദാബി. അബുദാബിയിൽ ADCB മറ്റേ മനസ്സിലായി. ഓക്കെ. നാട്ടിലെവിടെയാണ് റഷീദ്? ഞാന് ആലുവ, പാലക്കാട് മണ്ണാർക്കാട്. മണ്ണാർക്കാട്. ഓക്കെ. എവിടെ മണ്ണാർക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മണ്ണാർക്കാട് കഴിഞ്ഞിട്ട് കല്ലടിക്കോടും മറ്റേ തച്ചമ്പാറൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ആണോ? ആ ഏരിയ ആണോ? മണ്ണാർക്കാട് പ്രോപ്പർ ടൗണിൽ തന്നെ. ഓക്കെ. തച്ചമ്പാറ കല്ലടിക്കൂടെ ഒരു 15 കിലോമീറ്റർ 20 കിലോമീറ്റർ. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഇതിനകത്ത് പിന്നെ ഈ ലാപ്ടോപ്പിന്റെ ഈ സ്പെസിഫിക്കേഷൻ പറഞ്ഞില്ലേ 12 GB റാം എന്നൊക്കെ പറഞ്ഞു, അങ്ങനെ അത്രയും ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലാബ് ആക്സസ് കിട്ടുള്ളൂ, അതോ അതിൽ കുറച്ചുണ്ടെങ്കിൽ നമുക്ക് ലാബ് ആക്സസ് എടുക്കാം? ഹലോ, സൗണ്ട്. ഹലോ, സൗണ്ട് പറഞ്ഞു. അതായത് അത് ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർസ് ഒക്കെ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് തരും. ക്ലിയർ. ഈ ലാപ്പ് മീൻസ് AS ഒക്കെ അതിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്ത് തരും. നിങ്ങൾക്ക് FTD വേണമെങ്കിൽ അത് ഞാൻ അപ്ലോഡ് ചെയ്ത് തരും. നിങ്ങൾക്ക് ഐസ് വേണമെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് തരും. മനസ്സിലായോ? അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് എനി ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. അതൊന്നും ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്. എന്തായാലും നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ അത് വാങ്ങും. കാരണം നിങ്ങൾക്ക് അത് വേണ്ടി വരും. അത് സെക്യൂരിറ്റി എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് അതൊക്കെ നിങ്ങൾ വാങ്ങും. അപ്പൊ വാങ്ങുന്നത് കുറച്ച് നേരത്തെ വാങ്ങിയാൽ അത്രയും നല്ലത്. പിന്നെ നിങ്ങളുടെ ഡിപ്പെൻസ് ഓൺ യുവർ ഫിനാൻഷ്യൽ കപ്പാസിറ്റി. ഇപ്പൊ ഓൾറെഡി ഉള്ളത് ലാപ്ടോപ്പ് എന്ന് വെച്ചാൽ നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ലാപ്ടോപ്പ് തന്നെ, അത് നമ്മൾ തന്നെ യൂസ് ചെയ്യുന്നത്, വേറെ ബ്ലോക്ക് ഒന്നുമില്ല. നിങ്ങൾക്ക് പിന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ, റാം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. സ്ലോട്ട് 2 ഉണ്ടെങ്കിൽ റാമും കൂടെ കൂട്ടിയിട്ടേക്ക്. അങ്ങനെ ചെയ്യാൻ പറ്റും. എത്തിസലാത്തായതുകൊണ്ട് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മൾ അതിനകത്ത് എടുക്കുന്ന നമ്മുടെ ഇതിൽ അവർ തരുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്നു ലാപ്ടോപ്പ്, പക്ഷെ എന്താന്നറിയാം, നേരത്തെ ഉണ്ടായിരുന്നു അത്. പക്ഷെ നമുക്ക് പേഴ്സണൽ ആയിട്ട് വന്നാലും അത് ഇവിടെ വെറുതെ ഇരിക്കത്തേ ഉള്ളൂ, നമ്മളത് യൂസ് ചെയ്തില്ല. ഇത് തന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ലാപ്ടോപ്പ്. ലാപ്ടോപ്പ് ഇല്ല ഇപ്പൊ. നമ്മൾ അലിസാറ് പോയില്ലേ, പുള്ളി എന്നെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അൻവർ ഷാഫി, ഹലോ. സാറേ. എനിക്ക് മനസ്സിലായില്ല, അൻവറിനെ മനസ്സിലായില്ല. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? ഞാന് നാട് മലപ്പുറമാണ്, ഇവിടെ അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഏത് ഡൊമൈനിലാണ് വർക്ക് ചെയ്യുന്നത്? അബുദാബി എമിറേറ്റ്സ് കമ്പ്യൂട്ടേഴ്സ്. സാർ അബുദാബിയാണോ ദുബായ്? CCNP മീൻസ് എന്റർപ്രൈസിലാണോ വർക്ക് ചെയ്യുന്നത്? ഞാന് കൊളാബിലാണ് ചെയ്യുന്നത്. വോയിസിലാണ് അല്ലേ? വോയിസിലാണ്. വോയിസ് ടീംസ് ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ അറിയോ? ഒക്കെ ചെയ്യുന്നുണ്ടോ? ടീംസ് അതുപോലെ ടീംസ് SBC വെച്ചിട്ട് ചെയ്യുന്നത്. SBC വെച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് റീസെന്റ് ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നത് SBC. അതുപോലെ ഇപ്പോൾ അവയ മൈഗ്രേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. ഞാൻ ബേസിക്കലി CCVP സർട്ടിഫൈഡ് ചെയ്യുന്നു. ഹലോ, സാറ് എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാനിവിടെ ദുബായിലുണ്ട്. ആ ദുബായിലുണ്ട്, ഇന്റർനാഷണൽ സിറ്റിയിലുണ്ട്.
അങ്ങനെയുള്ളതാണ്. വേറെ എന്റെ ഇനി സിറ്റിയിലെ ആർക്കാണ്? എന്റെ ആ എന്റെ സിറ്റിയിലെ ഡേറ്റാ സെന്റർ വല്ലതാണോ? ചിലപ്പോ എന്നെ കണ്ടു വേണം. ഇല്ല ഞാനൊരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഡാറ്റാ ആ സെന്റർ അല്ല. പിന്നെ അതുപോലെ അതുപോലെ ഇങ്ങനെയുള്ളതാണ് കാര്യങ്ങൾ. ഈ ഷജീർ ഷാക്കിർ ആരാണ്? ഷജീർ ഷാക്കിർ ഒന്നും പറയുന്നില്ലല്ലോ. ഹലോ. ഇടയ്ക്ക് എന്റെ പേര് ഷജീർ. ഇടയ്ക്കിടയ്ക്ക് ഓഫീസിൽ നിന്ന് കോൾ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞാൻ ആ ഡിസ്കണക്ട് ചെയ്ത് പോയിരുന്നു. ആ സ്റ്റാർട്ടിങ് തൊട്ട് ഞാൻ ഇല്ലായിരുന്നു. അപ്പോ ടീംസിൽ ജോയിൻ ചെയ്യാൻ ആദ്യമേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേട്ടിട്ടില്ല കംപ്ലീറ്റ് പറയുന്നതല്ലേ. അപ്പൊ ഞാൻ മാഡത്തിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെക്കോർഡിംഗ് ഒന്ന് ഷെയർ ചെയ്ത് തരുന്നതിന്. ഓ ഓ ഇടയ്ക്കിടയ്ക്ക് ഞാൻ record. കേൾക്കുന്നുണ്ടായിരുന്നു. ആ എന്റെ അല്ല പേര് ഷജീറിനെ ഷജീർ. ഞാൻ ഞാൻ മുന്നേ ഞാൻ ചോദിച്ചിട്ടായിരുന്നു. ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ സമയത്ത്. ഞാൻ എനിക്ക് ഓഫീസിന്റെ കോൾ ഞാൻ അതിൽ കണക്റ്റഡ് ആയിരുന്നു, റിമോട്ട്. അപ്പൊ ആ അതുകൊണ്ട് ആ സമയത്ത് ഞാൻ കേട്ടില്ല ഞാൻ ചോദിക്കുന്നതായിട്ട്. എന്റെ പേര് ഷജീർ. ഞാൻ നെറ്റ്വർക്ക് സൈഡ് ഹാൻഡിൽ ചെയ്യുന്ന HCL ടെക്നോളജീസ് ആ, ആ, അബുദാബിയിലാണ്. ആ, അതെ. ഞാൻ എൻ്റെ ഒരു ഞാൻ കൊളീഗ് നേരത്തെ മുന്നേ ഹലോ അവനാണ് കേട്ടില്ല. കാസർഗോഡുള്ള ഒരു പയ്യൻ ഷജീർ എന്ന് പറയും. അപ്പൊ അവനാണോ എന്ന് ആ കരുതി ഞാൻ. അല്ല. അപ്പൊ ഞാൻ ഇതിന് മുന്നേ ഒരു നിതീഷ് ശർമ്മ അവരെ എന്തോ ആ സെക്യൂരിറ്റി നിതീഷ് ശർമ്മ. നിതീഷ് ശർമ്മ അവരെ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ അത് കംപ്ലീറ്റ് ആയി. പക്ഷെ ആ ലാസ്റ്റ് നിമിഷം അവർക്ക് ഇവിടെ ദുബായിൽ സീറ്റ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ലാബ് ബുക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ അവരും പിന്നെ ഒരു റെസ്പോൺസും റിപ്ലൈ ഒന്നും ഇല്ല. നിതീഷ് ശർമ്മയുടെ അല്ലേ? അങ്ങനെ നിതീഷ് ബാംഗ്ലൂർ. ശർമ്മന്റെ ബാംഗ്ലൂർ അതന്നെ. അവരെടുത്ത് ഓൺലൈൻ വഴി തന്നെയായിരുന്നു. ഞാൻ വിചാരിച്ചു പിന്നെ നമ്മളെ മലയാളത്തിലെ ട്രെയിനിങ് കൊണ്ടുവന്നപ്പോ ഞാൻ പിന്നെ അങ്ങനെ ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചാണ്. മലയാളത്തില് ട്രെയിനിങ് വളരെ കുറവാണ്. അതെ. ട്രെയിനിങ് കൊടുക്കുന്നത് വളരെ കുറവാണ്. അതേപോലെ ഇപ്പൊ മിക്കയിടത്തും ഇവിടെ ഇപ്പൊ ASA ഫയർവാൾ ഒന്നും അങ്ങനെ അധികം ഉപയോഗിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഇല്ല. ഞാനിപ്പോ CCI സെക്യൂരിറ്റിയിൽ AS ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സിലബസിൽ AS ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്യൂല, പഠിപ്പിക്കൂല. AS പഠിപ്പിക്കൂല. ഇതിപ്പോ ആ ലാബിനകത്ത് AS കിടപ്പുണ്ട്. അത് അതിനെ കൊണ്ട് കിടപ്പുണ്ട്. ഇപ്പൊ നമ്മളവിടെ മിക്കയിടത്തും ഈ ഫോർട്ടിനെറ്റ് സാറ് പറഞ്ഞ പോലെ ഫോർട്ടിനെറ്റും മിക്കയിടത്തും ഫോർട്ടിനെറ്റും പാലോആൾട്ടോയും തന്നെയാണ് മെയിനായിട്ട്. നമ്മളെപ്പോഴും മാർക്കറ്റിന്റെ ഒപ്പം നമ്മൾ മൂവ് ആവണം, അല്ലെങ്കിൽ അംബാസഡറിന്റെ ഗതി വരും. എന്നും സിസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, സിസ്കോ സെക്യൂരിറ്റി എന്നുള്ളത്. സിസ്കോനെ എല്ലാവരും ട്രസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? അവരെ സർവീസിലാണ്, അല്ലെ? റൗട്ടിംഗ് ആൻഡ് സ്വിച്ചിങ് മാത്രമല്ല, അവരെ എല്ലാവർക്കും എന്താ വേണ്ടത്? സപ്പോർട്ടാണ്. സിസ്കോനെ പോലെ സപ്പോർട്ടുള്ള വേറെ ഏത് വെണ്ടറാ ഉള്ളത്? ഈവൻ ഹുവാവി വരെയില്ല. കാരണം വെച്ചാൽ ഇപ്പൊ ഹുവാവിന്റെ ഗോൾഡൻ പാർട്ണർ, ഹുവാവി ഞങ്ങളുടെ ഡയറക്റ്റ് പാർട്ണറാണ്. സിസ്കോ ഞങ്ങളുടെ ഗോൾഡൻ പാർട്ണറാണ്. സിസ്കോന്റെ ഗോൾഡൻ പാർട്ണറാണ് ഞങ്ങൾ. ഹുവാവിന്റെ പിന്നെ പ്രീമിയം പാർട്ണറാണ്. ജുനീപ്പറിന്റെ പാർട്ണറാണ്. ഞാൻ ജുനീപ്പർ ചെയ്യുന്നതാണ്, ഞാൻ സിസ്കോ ചെയ്യുന്നതാണ്, ഞാൻ ഹുവാവി ചെയ്യുന്നതാണ്, ഞാൻ അരൂപ ചെയ്യുന്നതാണ്. പിന്നെ ഇപ്പൊ അവസാനം രുചിയും ചെയ്തു. അതുപോലെ HP ചെയ്യുന്നുണ്ട്, അതുപോലെ റെക്കസ് ചെയ്യുന്നുണ്ട്. ഒരുവിധമുള്ള എല്ലാ വെണ്ടറും നമ്മൾ കൈവെക്കുന്നുണ്ട്. കാരണം കസ്റ്റമറിന് ഏതാണോ വേണ്ടത്, അവരുടെ ബഡ്ജറ്റ് ചോദിക്കുന്ന ആ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ സൊല്യൂഷൻ കൊടുക്കുന്നു. നമ്മൾ പോയി ഇംപ്ലിമെന്റ് ചെയ്യുന്നു, നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. ആർക്കിടെക്ട്, ഡിസൈനിങ്, സൊല്യൂഷൻ പ്രൊവൈഡിങ്, കോൺഫിഗറേഷൻ, ഇംപ്ലിമെന്റേഷൻ, കോൺഫിഗറേഷൻ, ടെസ്റ്റിംഗ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് ഹാൻഡ് ഓവർ, ഡോക്യുമെന്റ് ഹാൻഡ് ഓവർ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോ ഞാൻ ഇതിനൊക്കെ മനസ്സിലാക്കിയ എന്താണ്, എന്തുകൊണ്ട് വൈ കസ്റ്റമർ ഗോയിങ് ടു ടേക്ക് ദ സിസ്കോ? ബിക്കോസ് സപ്പോർട്ട്, നല്ല സപ്പോർട്ടാണ്. കാരണം വെച്ചാൽ 24/7 സപ്പോർട്ടാണ്. അത്രയും സപ്പോർട്ട് വരുന്ന ഒരു ഇതില്ല. ഈവൻ ഫോർട്ടിനെറ്റ് പോലും ഇപ്പൊ ഫയർവാളിനകത്ത് നമുക്ക് പറയാം ഫോർട്ടിനെറ്റ് വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ്. പക്ഷെ എങ്കിൽ പോലും അവർ സപ്പോർട്ട് തരുന്നില്ല. ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവർ വരുന്നത്. നേരെ മറിച്ച് സിസ്കോന്റെ കേസിൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഒരു P3 കേസിനാണെങ്കിൽ പോലും ഞങ്ങൾക്ക് എഞ്ചിനീയർ വേണമെന്ന് പറഞ്ഞാൽ വിത്തിൻ 1 ഹവറിനുള്ളിൽ അവർ എഞ്ചിനീയർ അസൈൻ ചെയ്ത് തരും.
P1 സ്പോട്ടിലുണ്ട്, അതെല്ലാവരും കൊടുക്കുന്നുണ്ട് ഓൾമോസ്റ്റ്. പക്ഷെ P3ക്ക് ഇത്രയും പിന്നെന്താ പറയാ കുറഞ്ഞ ടൈം കൊണ്ട് നമുക്കൊരു ടാക്സ് സപ്പോർട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് സിസ്കോ മാത്രമേ ഉള്ളൂ. മാത്രമല്ല ആസ് എ എഞ്ചിനീയർ എന്നുള്ള നിലക്ക് അല്ലേ, നമ്മളെല്ലാവരും എഞ്ചിനീയേഴ്സ് ആണ്, നമ്മളാരും മാനേജ്മെന്റ് ലെവലിൽ ഇരിക്കുന്ന ആൾക്കാരല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് എങ്ങനെ ഒരു ട്രിപ്പിളെ കോൺഫിഗർ ചെയ്യണം, നമുക്ക് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഡോക്യുമെന്റ് കിട്ടുന്നുണ്ട്, നമുക്കത് വെച്ച് കോൺഫിഗർ ചെയ്യാൻ പറ്റും, നമ്മൾ സ്റ്റക്ക് ആവുന്നില്ല. ഫോർട്ടിനെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോർട്ടിനെറ്റ് ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എനിക്കൊരിക്കലും കസ്റ്റമറുടെ പിന്നെ ലാഭം നോക്കിയിട്ടല്ല ഞാൻ ചെയ്യുന്നത്. അതിന് പ്രീ സെയിൽസ് ടീം സെയിൽസ് ടീം ഉണ്ട്, അവർ നോക്കിക്കോളും. പക്ഷെ ഞാനത് ചൂസ് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് ഡോക്യുമെന്റഡ് ആണ് എല്ലാം. എങ്ങനെ ഒരു സോൺ കോൺഫിഗർ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് എനിക്ക് ഡോക്യുമെന്റഡ് ആണ് വിത്ത് എക്സാമ്പിൾ. ഒരു VPN എങ്ങനെ കോൺഫിഗർ ചെയ്യണം എനിക്ക് ഡോക്യുമെന്റ് ഉണ്ട്. SD-WAN എങ്ങനെ കോൺഫിഗർ ചെയ്യണം ഡോക്യുമെന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് സൊല്യൂഷൻ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെല്ലാവരും അത് ചൂസ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ മാർക്കറ്റിന്റെ ഒപ്പം മൂവ് ചെയ്യണം. അങ്ങനെയുള്ള നമ്മൾ ഈ മാർക്കറ്റിന്റെ സിസ്കോ ഐസ് ഇതിലൊരു ടോപ്പിക് ആണല്ലോ അല്ലെ, മേജർ ടോപ്പിക് ആണല്ലേ. ഐസ് നിങ്ങൾ പഠിക്കണം. ഐസ് നിങ്ങൾ ഇനിയിപ്പോ നിങ്ങൾ CCI സെക്യൂരിറ്റി എടുത്തില്ലെങ്കിലും നിങ്ങൾ ഇനിയിപ്പോ ഒരു പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് ചിലർ തീരുമാനിക്കും എടുക്കാം, ചിലർ എടുക്കാൻ തീരുമാനിക്കാം, വാട്ട് എവർ. പക്ഷെ നിങ്ങൾ സെക്യൂരിറ്റി ഡൊമൈനിക്ക് മൂവ് ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഐസ് പഠിച്ചിരിക്കണം. കാരണം ഐസ് എന്ന് പറഞ്ഞാൽ വേൾഡിൽ അത്രയും നല്ലൊരു നാക് സൊല്യൂഷൻ ആണ് ഐസ്. അത്രയും നല്ലൊരു സൊല്യൂഷൻ ആണ് ഐസ്. അരൂബ ക്ലിയർ പാസ്, ഞാൻ അരൂബ ക്ലിയർ പാസ് ചെയ്യുന്നതാണ്, എനിക്ക് അരൂബ ക്ലിയർ പാസ് അറിയാം. പക്ഷെ എങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്യാറില്ല, എനിക്കറിയാം ഐസാണ് അതിനേക്കാളും നല്ലത്, അരൂബേനേക്കാളും നല്ലത് ഐസാണ്. അത് അരൂബയുടെ ടീം തന്നെ പറയുന്നതാണ് ഐസാണ് നല്ലത്. ഇപ്പൊ ഞാനിപ്പോ അടുത്ത് എനിക്ക് റെഡിങ്ടണിൽ ഒരു പിന്നെ ഫോർട്ടിനെറ്റിന്റെ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയി സംസാരിച്ചപ്പോൾ ഫോർട്ടിനാക്കിനെ പറ്റി ചോദിച്ചപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഐസും ഫോർട്ടിനാക്കും തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവരെന്നെ പറഞ്ഞാൽ എന്താണ്, ഐസാണ് നല്ലത്. ഫോർട്ടിനാക്കിനെ ഞങ്ങൾ സജസ്റ്റ് ചെയ്യൂല, കാരണം അതിപ്പോഴും ടെസ്റ്റിംഗ് പാതയിലാണുള്ളത്. ഇപ്പോഴും ഓരോ കാര്യങ്ങൾ അവർ ടെസ്റ്റിംഗ് പാതയിൽ എത്തിയിട്ടുള്ളൂ. ഗസ്റ്റ് വൈഫൈന്റെ ഒക്കെ ഇന്റഗ്രേഷൻ ഫോർട്ടിനാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ട്രബിൾ. അപ്പോൾ അത് അവരിപ്പോഴും ടെസ്റ്റിംഗിലാണ്. സിസ്കോ ആണെങ്കിലോ ടെസ്റ്റഡ് ആണ്, ഡെവലപ്ഡ് ആണ് ആ കാര്യത്തിൽ. അപ്പൊ ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തന്നെ ഐസ് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ടോപ്പിക്കുകൾ ഏകദേശം 100 ടോപ്പിക്കിന്റെ മേലുണ്ട്. ഞാൻ എന്താ വെച്ചാൽ ഡിപ്ലോയ്മെന്റ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അതിന്റെ ബേസിക് CLI കമാൻഡ്, ടെർമിനോളജി, അതിന്റെ പെർസോണ തിയറി പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ, നെറ്റ്വർക്ക് ആക്സസ്, ട്രിപ്പിൾ സെർവർ, .1x, അതുപോലെ ഓതന്റിക്കേഷന്, ബൈപാസിങ്, അതുപോലെ എന്താ പറയാ ആക്സസ് ലിസ്റ്റ് ഡൗൺലോഡിങ്, അതുപോലെ ഡൈനാമിക് വീലാന്, മാനേജ്മെന്റ് ചെയ്യുന്നത്, അതുപോലെ AD-മായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇന്റഗ്രേഷൻ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ എന്താ പറയാ പോസ്റ്ററിങ് കാര്യങ്ങൾ, പിന്നെ അതുപോലെ ഇന്റഗ്രേഷന്റെ ലെവലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് മൊത്തം ഇന്റഗ്രേഷൻ തന്നെയാണ്. ഫോർട്ടിഗേറ്റ് ഇന്റഗ്രേഷൻ, പാലോൾട്ടോ, നെക്സസ് സ്വിച്ച്, ഗസ്റ്റ് ആക്സസ് കൊടുക്കല്, ഗസ്റ്റ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യല്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അതിനകത്ത് പിന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് എന്താ പറയാ അതൊരു വേറെ പേപ്പർ ആയിട്ട് തന്നെ ഉണ്ട്. പക്ഷെ അത് നിങ്ങൾ CCI തിയറിനകത്ത് മീൻസ് അതൊന്നും വരില്ല. നിങ്ങൾക്ക് അതിനകത്ത് സിലബസിനകത്തുള്ള കാര്യങ്ങൾ എന്തായാലും പഠിപ്പിക്കും, പ്ലസ് നമ്മൾ ലീസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും. സിലബസിനകത്ത് മാക്സിമം നമുക്ക് വേണ്ട കാര്യങ്ങളും പ്ലസ് ഇത്തരം കാര്യങ്ങൾ ഒരു അതർ വെണ്ടർ എങ്ങനെ നമുക്ക് ഇതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം, ഒരു ഫോർട്ടിനെറ്റിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യണം, അത് നമ്മൾ പഠിപ്പിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അല്ലാതെ നിങ്ങൾ ഡീറ്റെയിൽ ആയി പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് വേറെ ഓക്കെ. അപ്പൊ അങ്ങനെയുള്ളത്. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? നമ്മൾ ഓൾമോസ്റ്റ് 2 മണിക്കൂർ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ആണല്ലോ? സ്റ്റാർട്ടിങ് അതായത് നമ്മള് ഞാൻ തന്നെ എനിക്ക് CC ഞാൻ 2006 എടുത്തതാണ്. പിന്നെ അതിനകത്ത് കുറച്ച് പിന്നെ കൂടുതൽ ഡെപ്ത് ആയിട്ട് പോയിട്ടുമില്ല, അങ്ങനെ ടച്ചും ഇല്ല. നമുക്ക് എനിക്കിതിനകത്ത് മേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേ നിങ്ങൾക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, CCNA ബേസിക് ഉള്ള കുറച്ച് എന്റെ ക്ലാസിന്റെ വീഡിയോസ് വന്നാൽ താങ്കൾക്ക് അത് നോക്കിയിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്തൂടെ? പ്രിപ്പയർ ആവാണ്. എന്റെ കുറെ വീഡിയോസ് കിടപ്പുണ്ട്. പിന്നെ ഇവിടെ ചിലപ്പോ ഉള്ള CCNA ഇതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കുഴപ്പമില്ല. എന്റെ ക്ലാസിന്റെ വീഡിയോസ് തരാം, എന്റെ സ്വിച്ചിങ്ങിന്റെ ബാച്ചിൽ കയറി ഇരിക്കും ചെയ്യാം പോരെ? ഓക്കെ. അല്ല ഞാൻ ചോദിച്ചാണ്, ഇപ്പൊ ഇത് പഠിക്കും മറ്റുള്ളവരെല്ലാരും കൂടെ ഉള്ളവരെല്ലാരും കുറെ അഡ്വാൻസ്ഡ് അല്ലേ, ഞാൻ മാത്രം കാത്തിരിക്കുമ്പം പറഞ്ഞു പോകുമ്പോ ഏറ്റവും ലാസ്റ്റ് അങ്ങനെ അഡ്വാൻസ് ഒന്നും ഇല്ല. അപ്പൊ സാർ പറഞ്ഞതിന് മുമ്പ് എല്ലാം ടെക്നോളജി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആരും എക്സ്പേർട്ട് ആവുന്നില്ല. ഇത് ഞാനൊരു കാര്യം പറയാം, നിങ്ങളെ പറ്റി ചിന്തിക്കുമ്പോ നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ടേ, ഞാൻ എന്നെ പറ്റി ചിന്തിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം.
എനിക്കിപ്പോൾ അടുത്ത് ഒരു കോൺഫിഗറേഷൻ ഉണ്ടായിരുന്നു. ആ കോൺഫിഗറേഷന് പിന്നെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എല്ലാ ഇതിലും പോയി കൈവെക്കുന്നതിനൊക്കെ കൊണ്ട് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, ഓ നമുക്കെന്താ ചെയ്യാമല്ലോ എന്ന് പറയും. നമ്മളത് കമ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് അറിയില്ല. ഈ അപ്രോച്ചാണ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യേണ്ടത്. ഞാനും താങ്കളെ പോലെ മുന്നേ ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് ഇങ്ങനെ എനിക്കറിയില്ല എന്ന് പറയുന്നു. ഇപ്പൊ ഞാൻ പറയാറില്ല. കാരണം വെച്ചാൽ അത് പറയുന്നിടത്തോളം കാലം നമ്മൾ എന്നും ഒരു ചെയറിലാണ്. നേരെ മറിച്ച് നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാണോ നമ്മൾ ഓക്കെയാണ്. ഇപ്പൊ എനിക്കിപ്പോ അടുത്തുണ്ടായ ഒരു ഇതാണ് WLCന്റെ ഒരു കോൺഫിഗറേഷൻ ഉണ്ടായിരുന്നു. WLCന്റെ ഒരു കോൺഫിഗറേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ കോൺഫിഗറേഷൻ എനിക്ക് അറിയില്ല. ബേസിക്കലി ഞാൻ വയർലെസ്സിൽ പൂവർ ആയിരുന്നു ഒരു 1 ഇയർ മുന്നേ. വളരെ പൂവർ ആയിരുന്നു. ഞാൻ ഇവിടെ GCCയിൽ വന്നതിന് ശേഷമാണ് WLC ഞാൻ പഠിച്ചെടുത്തത്. അപ്പോ ആ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ജുനിപ്പറിന്റെ മിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഉവാവിന്റെ ചെയ്യുന്നുണ്ട്, സിസ്കോന്റെ 9800 916 കാര്യങ്ങൾ എല്ലാം ഒരുവിധമുള്ള എല്ലാ WLCയും മീൻസ് വയർലെസ്സും ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ കാരണം പഠിക്കാൻ നിർബന്ധിതനായി എന്ന് മാത്രം. അതുകൊണ്ട് അപ്പോൾ പറഞ്ഞിരുന്നത് വെച്ചാൽ എനിക്കൊരു കോൺഫിഗറേഷൻ ഉണ്ടായിരുന്നു. ആ കോൺഫിഗറേഷൻ എനിക്കറിയില്ല. എന്താ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുനിപ്പറിന്റെ ഗസ്റ്റിനെ, അതായത് ഒരു സൈറ്റ് ഉണ്ട്, ആ സൈറ്റിൽ അവരുടെ ഗസ്റ്റ് പോർട്ടലിനെ API വെച്ചിട്ട് സിസ്കോന്റെ ഏതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം എന്നറിയോ? സിസ്കോന്റെ പിന്നെ എന്താ പറയാ ക്ലൗഡ് സൊല്യൂഷൻ ഉണ്ട്. മീൻസ് പ്രൈം പോലെ അല്ല, മെറാക്കി ക്ലൗഡ് ആണ് ഓൾറെഡി. മെറാക്കിന്റെ കൺട്രോളർ ക്ലൗഡ് ആണ്. അതല്ല, ഇത് സിസ്കോന്റെ മറ്റേ DNA സ്പേസിലോട്ട് എന്ത് ചെയ്യണം, എനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. കാരണം ഇത് DNA സ്പേസിനകത്ത് നമുക്ക് പിന്നെ ഗസ്റ്റ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഇവരുടെ ലോഗോ, അതായത് ഇതൊരു ഗവൺമെന്റ് സൈറ്റ് ആണ്, അവർക്ക് അവരുടെ ലോഗോ തന്നെ വരണം. എങ്ങനെ വരണം? ആ ലോഗോ ലാപ്ടോപ്പിലായാലും മൊബൈലിലായി കഴിഞ്ഞാലും കറക്റ്റ് സൈസിൽ വരണം. അപ്പൊ ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പിൽ കറക്റ്റ് വരുന്നുണ്ട്, മൊബൈലിൽ ഗസ്റ്റ് പോർട്ടലിൽ കാണിക്കുമ്പോൾ ഒരു സൈഡിൽ അവരെ എംബ്ലം കാണുന്നില്ല, ഒരു സൈഡിലെ എംബ്ലം കാണുന്നുള്ളൂ. അപ്പൊ എന്താ വെച്ചാൽ അറബിയിലും എംബ്ലം ഉണ്ട്, ഇംഗ്ലീഷിലും എംബ്ലം ഉണ്ട്, പിന്നെ UAE എംബ്ലം ഉള്ള ഈഗിളിന്റെ എംബ്ലം ഉണ്ടല്ലോ അതുകൊണ്ട്. ഇത് മൂന്നും കാണും. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊബൈലില് ഗസ്റ്റ് പോർട്ടൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്താ കാണിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗിള് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ രണ്ട് ലെഫ്റ്റിലും റൈറ്റിലും വെച്ചിട്ടുള്ള അറബിയിൽ എഴുതിയതും ഇംഗ്ലീഷിൽ എഴുതിയതും കാണുന്നില്ല. കസ്റ്റമർ പറഞ്ഞത് പറ്റില്ല. ഞങ്ങൾ PO ചെയ്ത സമയത്താണെങ്കിലോ നമ്മളിത് കമ്മിറ്റ് ചെയ്തു, അതെല്ലാം ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. കാരണം PO ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും മൊബൈൽ വെച്ച് ടെസ്റ്റ് ചെയ്തിരുന്നില്ല, നമ്മൾ ലാപ്ടോപ്പ് വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്തത്. ലാപ്ടോപ്പ് വെച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് പെർഫെക്റ്റ് ആണ്, ലാപ്ടോപ്പിൽ ഇപ്പോഴും പെർഫെക്റ്റ് ആണ്. പക്ഷെ മൊബൈലിൽ അതെന്തല്ല, ഈ ഈഗിള് മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ നമുക്ക് അതിനകത്ത് ഈ പിന്നെ മിസ്റ്റിന്റെ ക്ലൗഡിനകത്ത് നമുക്കൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ സെന്റർ, ലെഫ്റ്റ് റൈറ്റ് സെന്റർ, ഈ മൂന്ന് ഓപ്ഷനേ ഉള്ളൂ. സെന്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ മൂന്നും കൂടെ ഒരിടത്ത് വന്ന് നിൽക്കുന്നു. അപ്പൊ അവർ പറഞ്ഞു ഇത് വളരെ അഗ്ലിയാണ്, ഇത് പറ്റില്ല. കസ്റ്റമർ ആണെങ്കിലോ നമ്മൾ പറഞ്ഞപ്പോൾ എന്താ ചെയ്യുക, വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞു ഇല്ല, അങ്ങനെയാണ് സൈൻ ഓഫ് തരില്ല എന്ന് പറഞ്ഞു. ഗവൺമെന്റ് സൈറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, പൈസ കിട്ടൂല. അങ്ങനെ മാനേജർ പറഞ്ഞു എന്താ ചെയ്യാ, നിങ്ങൾ PO ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണ്ടേന്ന് പറഞ്ഞ് നമ്മൾ തലയിൽ എസ്കലേഷൻ എന്നല്ല നമ്മുടെ അടുത്ത് പറഞ്ഞു കാര്യങ്ങൾ. അപ്പൊ ഞങ്ങൾ പറഞ്ഞത് ജുനിപ്പറിന്റെ ടീം വന്നിട്ട് അവരും കൂടെ കൂടിയിട്ടല്ലേ ചെയ്തത്. അപ്പൊ അവര് പറയേണ്ടത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് പുതിയൊരു സൊല്യൂഷൻ കൊടുക്കില്ല, നമുക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് എനിക്കതൊന്നും അറിയില്ല, നിങ്ങളിത് തീർത്തേ മതിയാവും എന്ന് പറഞ്ഞു. ചിന്തിച്ച് ഞങ്ങൾ തീരുമാനത്തിലെത്തി. അവസാനം എന്ത്, ഒരുപാട് ദിവസത്തെ ചിന്തയ്ക്ക് ശേഷം ഞങ്ങൾ തീരുമാനത്തിലെത്തി. അവരുടെ മറ്റൊരു ഫ്ലോറിൽ സിസ്കോന്റെ 9800 കൺട്രോളറും പിന്നെ 916 ആക്സസ് പോയിന്റ്സും ആണുള്ളത്. അത് അവർ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാന്ന് വെച്ചാൽ DNA സ്പേസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ അതുപോലെ വേണമെന്നാണ് ഇത് പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റി ചോദിച്ചു, അതെങ്ങനെ ഞങ്ങൾ ചെയ്തതെന്ന്. അത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ശരി, ഫൈൻ, ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ DNA സ്പേസിൽ തേർഡ് പാർട്ടിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കി. അത് പറ്റും. ഇവിടെ ജുനിപ്പറിന്റെ സൈഡിൽ ഞങ്ങൾ നോക്കി ഗസ്റ്റ് പോർട്ടിൽ തേർഡ് പാർട്ടി കൊടുക്കാൻ പറ്റുമെന്ന്. അപ്പൊ അതിനകത്ത് തന്നെ ആ ഫീച്ചർ ഉണ്ട്, ഓപ്ഷൻ ഉണ്ട്. നേരെ അതിൽക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത്. അപ്പൊ ഒരു ചാലഞ്ച്, ജുനിപ്പറിന്റെ API പറ്റൂല, ഞങ്ങൾക്ക് ഞങ്ങളുടെ API പറ്റുള്ളൂ. കസ്റ്റമർ അത് ഞങ്ങൾ API ക്രിയേറ്റ് ചെയ്യും, ആ API വെച്ചിട്ട് ചെയ്യണം. ജുനിപ്പറിന്റെ API ഉണ്ട്, അത് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് പിന്നെ വീണ്ടും ഫ്ലാഷ് ആയി. എന്നിട്ട് പിന്നെ വീണ്ടും സംസാരിച്ച് ലാസ്റ്റ് അവരെ API വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്താൽ ഇന്റഗ്രേറ്റ് ചെയ്ത് സക്സസ് ആക്കി. അപ്പോ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാം നമുക്കറിയില്ല. നമ്മളത് അറിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയുന്നവൻ ആരെങ്കിലും വന്ന് അത് പണിത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരായി? അതിന്റെ തലേ ദിവസം ഒരു പക്ഷെ നമുക്ക് ബെസ്റ്റ് ഓഫ് എംപ്ലോയി എന്ന് പറഞ്ഞ അവാർഡ് കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ടീമിൽ വലിയ പ്രോജക്റ്റ് ഒക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു P1 കോൾ ഒക്കെ അറ്റൻഡ് ചെയ്ത് അത് സക്സസ് ആക്കിയിട്ടുള്ള ടീമിലുള്ളവർ നല്ലൊരു കുളിരി കയറി ഇരിക്കുന്ന സമയത്തേക്കാരും ഇമാതിരി ഓരോ വെറുപ്പിക്കുന്ന സാധനമായിട്ട് വരില്ലേ, നമ്മൾ എന്ത് ചെയ്യും? അങ്ങനല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അതോടുകൂടിയാണ് പഠിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്, ഇതിനകത്ത് നിങ്ങൾ CCI സർട്ടിഫൈഡ് ആയാലും സർട്ടിഫിക്കേഷന്റെ ഫുൾ ഫോം സിസ്കോ സർട്ടിഫൈഡ് ഇന്റർനെറ്റ് എക്സ്പേർട്ട് ആണെങ്കിൽ പോലും നിങ്ങൾ എക്സ്പേർട്ട് അല്ല. എന്നാൽ നിങ്ങൾ എന്തല്ല, ബിഗിനർ അല്ല. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞത് ഐ എം നോട്ട് എക്സ്പേർട്ട് ബട്ട് ഐ എം നോട്ട് എ ബിഗിനർ, ഇന്റർമീഡിയറ്റ്.
അങ്ങനെ നമുക്ക് ചിന്തിക്കാവൂ. ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കണം. അന്ന് മുതലേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ മാർക്കറ്റിൽ. കാരണം നിങ്ങൾ CCI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല. നിങ്ങളുടെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ ലെവല്. നിങ്ങളൊരു ഇന്റഗ്രേറ്റഡ് കമ്പനിയിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ CCI എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന ഇന്റർവ്യൂ, ഞാൻ എടുക്കുന്ന ഇന്റർവ്യൂ, അല്ലെങ്കിൽ ഞാൻ ഫേസ് ചെയ്ത ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂവിനകത്ത് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണ്? എൻ്റെ അടുത്ത് വാട്ട് ഈസ് OSPF അല്ലെങ്കിൽ വാട്ട് ഈസ് EIGRP ഇതൊന്നും എൻ്റെ അടുത്ത് ചോദിക്കാറില്ല. എൻ്റെ അടുത്ത് ചോദിക്കൽ എന്താണ്? ഞങ്ങൾക്ക് ഇത്ര യൂസർ ഉണ്ട്, ഞങ്ങൾക്ക് ഇത്ര പിന്നെ സൈറ്റുകളുണ്ട്, ഞങ്ങൾക്ക് ഇതിനെല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്യണം. എന്താണ് ഇതിന്റെ കംപ്ലീറ്റ്? P1 മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പറയും. P1 മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതിന്റെ മാൻ പവർ വരെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിന്റെ സൈൻ ഓഫ് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്താണ് ആ പ്രൊസീജിയർ? ഞാൻ അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്, ഇൻട്രസ്റ്റ് ഉള്ളവർ ശ്രദ്ധിക്കുക. അതായത് ഇപ്പൊ നമ്മളൊരു പ്രൊജക്ട് അല്ലേ, നമുക്കൊരു പ്രൊജക്ട് അവാർഡായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പ്രൊജക്ട് അവാർഡ് ആവുന്നതിന്റെ മുന്നേ നമുക്ക് ഒരു കിക്ക് ഓഫ് മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പ്രൊജക്ട് അവാർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈസ് ഓർഡർ ചെയ്യണം. ഡിവൈസ് ഓർഡർ ചെയ്ത് ഡിവൈസ് വരുന്നതിന്റെ മുന്നേ തന്നെ നമ്മൾ ഡിവൈസ് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ ഡിവൈസ് ആണ്. സിസ്കോന്റെ 9500 രണ്ടെണ്ണം. ഓക്കെ, ഇതെന്താണ്? ഇത് രണ്ടും നമ്മൾ തീരുമാനിച്ചത് എന്താണ്? ഇത് രണ്ടും നമ്മുടെ കോർ സ്വിച്ച് ആണ്. ഓക്കെ, ഫോർട്ടിനെറ്റ് ഫയർവാൾ രണ്ടെണ്ണം. ഫോർട്ടിനെറ്റ് ഫയർവാൾ എന്താണ്? ഫോർട്ടിനെറ്റ് ഫയർവാൾ നമ്മളുടെ ISP സൈഡിലുള്ളതാണ്. പിന്നെ ISP സൈഡിലുള്ളതാണ് എന്ത്? ഫോർട്ടിനെറ്റ് ഫയർവാൾ നമുക്ക് വേണ്ടത്. എത്ര ഫയർവാൾ ഉണ്ട്? 2 ഫയർവാൾ ഉണ്ട്. ഓക്കെ, ഈ 2 ഫയർവാൾ എങ്ങനെയാണ്? ഈ 2 ഫയർവാൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? HA ആണ്. ഈ 2 9500 എന്താണ് ചെയ്യേണ്ടത്? സിസ്കോന്റെ VSL ആണ് ചെയ്യേണ്ടത്. വെർച്വൽ സ്വിച്ചിങ് സിസ്റ്റം ചെയ്യണം. VSL ചെയ്തിട്ടാണ് ഇത് രണ്ടും കയറ്റേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫയർവാൾ 95 കോറിന്റെ അണ്ടറിലാണോ വെക്കേണ്ടത് അതോ കോറിന്റെ മേലാണോ വെക്കേണ്ടത്? അതൊരു ചോദ്യമാണ്. അപ്പൊ എന്താണ്? ഡെഫിനറ്റ്ലി നമ്മൾ കോറിന്റെ മേലെയാണ് വെക്കേണ്ടത്. ISP ലിങ്ക് വന്ന് മിറ്റിഗേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഫയർവാളിലാണ്. ഫയർവാളിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്താൽ നേരെ 9500ലേക്കാണ് പിന്നെ അടുത്ത കണക്ഷൻ വരുന്നത്. 9500ന്റെ അണ്ടറിൽ എന്ത് വരുന്നുണ്ട്? നമുക്ക് സിസ്കോന്റെ 90-100 സ്വിച്ചസ് വരുന്നുണ്ട്. 48 പോർട്ടിന്റെ സിസ്കോൺ 90-100 സ്വിച്ചസ്. ഓരോ IDF-ലും പോകുന്നത് എത്രയാണ്? സ്റ്റാക്കുകളാണ്. 2 സ്വിച്ച് 48 പോർട്ട് 96 പോർട്ടിന്റെ സ്റ്റാക്ക് സ്വിച്ചസ് ആണ് നമ്മൾ അവിടെ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്താണ്? നെക്സസിന്റെ ടോർ സ്വിച്ച് ആയിട്ട് ടോപ്പ് ഓഫ് റാക്കിൽ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ടോർ സ്വിച്ച് നെക്സസിന്റെ ഏതെങ്കിലും ഒരു ഡാൻ സീരീസ് സ്വിച്ച് നമ്മൾ അത് കോൺഫിഗർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ 2 സ്വിച്ച് ഉണ്ട്. എന്താ ചെയ്തിട്ടുള്ളത്? VPC ആണ് ചെയ്തിട്ടുള്ളത്. ആ VPC ചെയ്ത് അതിന്റെ അണ്ടറിൽ എന്താ ഉള്ളത്? അതിന്റെ അണ്ടറിലാണ് നമ്മുടെ സെർവർ ഫാം ഒക്കെ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും? ഇത് ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ 2 രീതിയിൽ ചെയ്യാൻ പറ്റും. എങ്ങനെ? ഐസൊലേറ്റ് ചെയ്യണം. എങ്ങനെ? DMZ-നെ നമ്മൾ വേറെ തന്നെ ഐസൊലേറ്റ് ചെയ്യണം. ഐസൊലേറ്റ് ചെയ്തിട്ട് നമുക്ക് സ്വിച്ചിൽക്ക് DMZ-നെ ഫോർട്ടിനെറ്റിന്റെ പോർട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്വിച്ചിന്റെ വേറൊരു പോർട്ടിലേക്ക് കൊടുക്കുന്നു. ആ പോർട്ടിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യണം. വല്ല പ്രൊമിസ്കസ് പോർട്ട് പോലെ നമ്മൾ പ്രൈവറ്റ് VLAN ഒക്കെ കോൺഫിഗർ ചെയ്ത് അങ്ങനെ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ 9500ലേക്ക് നമ്മൾ 9500ലേക്ക് കണക്ട് ചെയ്യുന്ന 9500ൽ നിന്ന് നമ്മൾ നേരെ ടോപ്പ് ഓഫ് റാക്ക് സ്വിച്ചിലേക്ക് കൊണ്ടുവരണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ബെസ്റ്റ് സൊല്യൂഷൻ എന്താ? ഫയർവാളിൽ നിന്ന് നേരെ കോറിൽ യാതൊരു ബന്ധം കൂടാത്ത രീതിയിൽ ഡയറക്റ്റ് നെക്സസിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്യണം. ഈ ഡിസൈൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിസൈൻ വെച്ച് നമ്മൾ കോൺഫിഗറേഷന് അവർക്ക് എക്സിസ്റ്റിംഗ് സെറ്റപ്പ് ആണോ അതോ ന്യൂ സെറ്റപ്പ് ആണോ? എക്സിസ്റ്റിംഗ് സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ നെറ്റ്വർക്ക് എന്തായിരിക്കും? എക്സ്റ്റൻഷൻ ആയിരിക്കും. അപ്പൊ നിലവിലുള്ള VLAN-ഉം VLAN-ന്റെ IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കോൺഫിഗർ ചെയ്തിട്ട് നമുക്ക് അവർക്ക് എന്ത് കൊടുക്കണം? SDD സൊല്യൂഷൻ ഡോക്യുമെന്റ് നമ്മൾ എന്ത് ചെയ്യണം? ഹാൻഡ് ഓവർ ചെയ്യണം. അത് അവർ അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്താൽ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും? കസ്റ്റമർ അപ്പോക്കിന് ഡിവൈസ് എത്തിയിട്ടുണ്ടാവും. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാൻ ഡേയ്സ് നമ്മൾ എന്ത് ചെയ്യും? ഷെഡ്യൂൾ ചെയ്യും. നമുക്ക് മൊത്തം 10 ഡേയ്സ് വേണം അല്ലെങ്കിൽ 15 ഡേയ്സ് വേണം. നമ്മൾ ഷെഡ്യൂൾ ചെയ്യും. എന്നിട്ട് ഫേസ് 1 എന്താണ്? ഫേസ് 1-ൽ എന്തൊക്കെയാണ് കോൺഫിഗർ ചെയ്യുന്നത്? ഫേസ് 2-ൽ എന്തൊക്കെയാണ് കോൺഫിഗർ ചെയ്യുന്നത്? ഇങ്ങനെ ഫേസ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഷെഡ്യൂൾ ചെയ്യും. ഓരോ ഫേസിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും. അത് ഇത്ര ദിവസം കൊണ്ട് പൂർത്തിയാവും. ഇങ്ങനെ നമ്മൾ ഡോക്യുമെന്റഡ് ആക്കിയിട്ട് നമ്മൾ കസ്റ്റമറിനെ ഹാൻഡ് ഓവർ ചെയ്യണം. ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞ് വൺസ് ഡിവൈസ് ഒക്കെ എത്തി ഇതെല്ലാം ബിൽഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കോൺഫിഗറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? കോൺഫിഗറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടുണ്ട് അല്ലെ? ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ പാർട്ടിന് വേണ്ടിയിട്ട് ഒരു ദിവസം വെക്കണം. എന്നിട്ട് ആ ടെസ്റ്റിംഗ് നമ്മൾ ചെയ്തിട്ട് ഈ 9500 നമ്മൾ VSL ആണ് കോൺഫിഗർ ചെയ്ത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സ്വിച്ചിന്റെ ടെസ്റ്റിംഗിന്റെ അന്ന് നമ്മൾ പോയിട്ട് ഈ ഒരു സ്വിച്ചിനെ പവർ ഓഫ് ചെയ്തിട്ട് ഈ സ്വിച്ച് മാത്രം എല്ലാ ട്രാഫിക്കും ക്യാരി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഫയർവാൾ 2 HA കോൺഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ HA ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ല ആക്റ്റീവ് പാസീവ് ആണെങ്കിൽ അങ്ങനെ. അതാണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കോൺഫിഗർ ചെയ്യണം. കോൺഫിഗർ ചെയ്തിട്ട് നമ്മൾ എന്ത് പറയണം? ഒന്നിനെ ഡൗൺ ആക്കണം. പ്രൈമറിനെ ഡൗൺ ആക്കിയിട്ട് സെക്കൻഡറി അപ്പ് ആക്കണം. എല്ലാത്തിനും സെക്കൻഡറി അപ്പ് ആക്കണം. അതുപോലെ ചിലപ്പോൾ നമ്മളുടെ WLC ഉണ്ടാവും. കാരണം എന്താ? അവർക്ക് വയർലെസ് ഉണ്ടാവും. ഏത് നെറ്റ്വർക്ക് ഏത് ഓഫീസിലാണ് വയർലെസ് ഇല്ലാത്തത്? അപ്പോൾ ഒരു പക്ഷെ അവരുടെ കൺട്രോളർ
ഒരു പക്ഷെ ഓൺ പ്രൈം മീൻസ് അവരുടെ ഏതെങ്കിലും സെർവറിലായിരിക്കും, ഇവിടെ നെക്സസിന്റെ അണ്ടറിൽ കണക്ട് ചെയ്തിട്ടുള്ള സെർവറിലായിരിക്കും VM ഇട്ടിട്ട് എന്തുണ്ടാവുക, WLC ഇട്ടിട്ടുണ്ടാവുക. ആ WLC പ്രൈമറി സെക്കൻഡറി ഉണ്ടാവും. ആ WLC പ്രൈമറി ഡിസേബിൾ ചെയ്യണം, മീൻസ് എന്ത് ചെയ്യണം, പവർ ഓഫ് ആക്കണം. അതേപോലെ CUCM ഉണ്ടാവും, കോൾ മാനേജറിന് എന്ത് ചെയ്യണം, പബ്ലിഷറിനെ എന്ത് ചെയ്യണം, ഇതാക്കണം. പക്ഷെ കോൾ മാനേജറിന്റെ കേസിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം എന്താ ക്യാരി ചെയ്യും. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെന്തുണ്ടാവും, പിന്നെ നമുക്ക് എന്തുണ്ടാവും, പിന്നെ പല മോണിറ്ററിങ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ എന്തൊക്കെ ഉണ്ടോ പ്രൈമറി സെക്കൻഡറി ഉണ്ടോ എല്ലാത്തിന്റെയും പ്രൈമറി നമ്മൾ ഡിസേബിൾ ചെയ്ത് ടെസ്റ്റിംഗ് സക്സസ് ആക്കി കാണിച്ചു കൊടുക്കണം. എത്ര പിങ് ഡ്രോപ്പ് ഔട്ട് ഉണ്ട്. യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോ ബഫറിംഗ് ഉണ്ടോ ഇല്ല, ഇതൊക്കെ നമ്മൾ വെരിഫൈ ചെയ്ത് കസ്റ്റമർ എടുത്തുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല എന്നുള്ള നിലക്ക് സൈന് വാങ്ങിയിട്ട് കൊടുത്ത് സബ്മിറ്റ് ചെയ്യണം. ഇതോടുകൂടെയാണ് നമുക്ക് എന്ത് കിട്ടുക, ക്യാഷ് കിട്ടുക. കമ്പനിക്ക് ക്യാഷ് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റമർ പറയില്ല ഇതിട്ടില്ല എന്ന് പറയും. 20 പൈസ കൂടി കൊണ്ടുവരാൻ പറ്റുമോ? അതും പറ്റൂല. അപ്പൊ ചാലഞ്ച് ഉണ്ട്. അത് നിങ്ങൾ CCI സർട്ടിഫൈഡ് ആയാൽ മാത്രമൊന്നുമല്ല, നിങ്ങൾ അത്യാവശ്യം ഒരു 10K അബോവ് മേലെ സാലറി വാങ്ങുന്ന ഒരു എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ വരുന്ന കാര്യങ്ങളാണ്. നിങ്ങളൊരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാണ്. അല്ല, നിങ്ങളൊരു RE എഞ്ചിനീയർ ആണ്, നിങ്ങളൊരു റെസിഡൻഷ്യൽ എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കമ്പനീന്റെ എക്സിസ്റ്റിംഗ് നെറ്റ്വർക്കിന് എങ്ങനെ മാനേജ് ചെയ്തിട്ട് പോകാനേ ഉണ്ടാവുള്ളൂ. അതിനകത്ത് ഒരു റൗട്ടർ ഉണ്ടാവും, ഒരു സ്വിച്ച്, അതൊക്കെ നിങ്ങളുടെ ഭാഗ്യം പോലെ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് വളരൂല. നമ്മളെപ്പോഴും ഇന്റഗ്രേറ്റഡ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യണം. അപ്പോഴും നമ്മൾ ആരാവുള്ളൂ, ഒരു പുലിയാവുള്ളൂ. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണുള്ളത്. ഒരു കൗതുകത്തിന് പറഞ്ഞെന്നുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളെ. ഓക്കെ, വേറെ എന്താണ്? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ സ്റ്റോപ്പ് ചെയ്തോട്ടെ? എല്ലാവരും ഓക്കെ ആണല്ലോ?